ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും കർത്താവിലെ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും കർത്താവിനോട് നിങ്ങളെ ഓരോരുത്തരെയും അടുപ്പിക്കുന്നതിന് മുഖാന്തരമായി തീരുന്നെന്ന് കേൾക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യമാണ് കേൾക്കാൻ പോകുന്നത്. പ്രിയ കർത്താവിൻ്റെ ദാസൻ ആൻഡമാനിൽ നിന്ന് നമ്മളോട് ഒപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ തൻ്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഞങ്ങൾ ജോയ്സ് ടി വിയിലേക്ക് വളരെയധികം സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. പ്രേസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിരിക്കുന്നു, ഒത്തിരി സന്തോഷം. വളരെ അനുഗ്രഹമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് ദാസനെ ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധി ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി പിതാവേ. ഹല്ലേലൂയ. അങ്ങയുടെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിനുള്ളിൽ ഇരുത്തുമാറാകണമേ കർത്താവേ. നാവോടും വായോടും അങ്ങയുടെ ആത്മാവ് കൂടെ ഇരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും പ്രസ്താവിപ്പാനുള്ള കൃപ കൊടുത്താട്ട് കേൾവിക്കാരുടെ ജീവിതത്തിൽ വലിയ വിടുതലായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ ഞങ്ങളോടൊപ്പം ദേവദാസൻ ജോയിൻ ചെയ്തിരിക്കുന്ന ആൻഡമാനിൽ നിന്നാണ് അറിഞ്ഞു. എന്നാലും ആൻഡമാനിൻ്റെ ഏത് പ്രദേശത്താണെന്നൊന്ന് പറഞ്ഞ് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമായിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാല് പ്രിയ ജോയ്സ് ടി വിയെയും അതിന്റെ പ്രേക്ഷകരെയും കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും പ്രിയ ആന്റി എല്ലാം വളരെ ഒത്തിരി ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷകർക്കെല്ലാം നന്ദി പറയുന്നു. ഞാനൊരു അവസരം എനിക്ക് ഒരുക്കി തന്നതുകൊണ്ട് ഞാൻ ഒത്തിരി ഒത്തിരി നന്ദിയുള്ളവരാണ്. ദൈവമായ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. വിശേഷാൽ എനിക്ക് അമ്മയും വൈഫും 2 കുഞ്ഞുങ്ങളുമാണ് ഇപ്പം ഞങ്ങളോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമ്മ നാട്ടിലായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് അമ്മയെ കൂട്ടിയിട്ട് വന്നു. അമ്മ ഇടയ്ക്ക് വന്നിട്ട് പോകാറുണ്ടായിരുന്നു, പക്ഷെ അമ്മ ഞങ്ങളോടൊപ്പം നിൽക്കില്ലായിരുന്നു. കാരണം ഒത്തിരി അസൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം അതുകൊണ്ട് അമ്മ പോയി വന്നിട്ടാണ് നിന്നത്. അപ്പം എന്തായാലും ഈ പ്രാവശ്യം പോയിട്ട് അമ്മയ്ക്ക് ഒത്തിരി ശാരീരികമായിട്ട് ചെറിയ അസ്വസ്ഥതകളൂടെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അമ്മയെ കൂട്ടിയിട്ട് വന്നു. ഇപ്പം ഇനി തുടർന്ന് അമ്മ കൂടെ കാണും. അപ്പം അങ്ങനെ സന്തോഷമായിരിക്കുന്നു. 2 മക്കളാണ്. മൂത്ത മോള് +2 പഠിച്ചിട്ട് അവള് നഴ്സിംഗിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ആള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവളും സന്തോഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, കർത്താവ് ദാസനെ ദൈവം കുടുംബമായി നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാന് ദൈവം ഇടയാക്കി തീർക്കട്ടെ. ഇനി ഉള്ള സമയം ഞാൻ കർത്താവിൻ്റെ ദാസന് നൽകി തരികയാണ്. ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ ദാസന് കടന്നു പോകാം. ആമേൻ. വെൽക്കം പാസ്റ്റർ. താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കലും കൂടെ നന്ദി പറയുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസനും ഈ ടി വിയോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ വിരളമാണ്. കാരണം ആൻഡമാന്റെ ഒരു സ്ഥാനത്ത് ഇങ്ങനെ താമസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആൻഡമാന്റെ ഒരു ഭൂപ്രദേശത്ത് താമസിച്ച് ഞങ്ങളെ ഈ ഇത്രയും വർഷങ്ങളും ആരും അറിയത്തില്ലായിരുന്നു. ഈ ഒരിക്കലും അറിയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷെ ഈ വർഷം ദൈവം എനിക്കൊരു വാഗ്ദത്ത വചനം തന്നു. ഞാൻ നിന്റെ പേർ വലുതാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, അങ്ങനെയുള്ള ഒരു വാഗ്ദത്ത വചനം എനിക്ക് ദൈവം തന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ സ്വർഗത്തിലെ ദൈവം വിവിധ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ഒരുക്കി. അതിന്റെ ഒരു വിഷയമാണ്. എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, കർത്താവെ ഒന്നുമില്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് പറയാൻ മറ്റൊരു അവസരം കൂടെ എനിക്ക് ലഭിക്കണം. പക്ഷെ അത് ദൈവം ഈ വർഷം എനിക്ക് നൽകാനായിട്ടിടയായി. നീണ്ട 16 വർഷങ്ങൾ ആൻഡമാനിലായിരിക്കുവാൻ ദൈവമായ കർത്താവിനെ സഹായിച്ച്. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് വരാം. പുറകിലോട്ട് അല്പം പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് റിവീൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, അതിൻ്റെതായ ചെറിയ ചെറിയ വിഷയങ്ങളുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും രക്ഷിക്കപ്പെടുവാനായിട്ട് സ്വർഗത്തിലെ സഹായിച്ച്. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് രക്ഷിക്കപ്പെട്ട് വളർന്നു വന്നതെങ്കിലും കുടുംബ പശ്ചാത്തലത്തിൽ അല്പം ഒന്ന് പുറകിലേക്ക് പോയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു സുപ്രഭാതത്തിൽ രക്ഷയിലേക്ക് വരുവാനായിട്ടിടയായി. ഞാൻ ഇത്രയും മാത്രമേ ആ ബാക്കിലുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. കാരണം അതിൻ്റെ പിന്നിൽ ഒത്തിരി കാര്യങ്ങളുള്ളത് കൊണ്ട് അങ്ങനെ മാത്രം പറഞ്ഞു വയ്ക്കുന്നത്. കാരണം ദൈവത്തെ കാണാൻ എല്ലാവർക്കും ഒരു അവസരം കിട്ടുന്നൊരു സമയത്ത്. അപ്പോൾ ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ചിന്ത ഉണ്ടാവും, എന്തായാലും അങ്ങനെ ഒരു കുടുംബമായിട്ട് ദൈവഭക്തിയിലൊക്കെയാണ് വളർന്നു വന്നത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ജീവിതം ഒരല്പം ബാക്കിലോട്ട്, അല്പം അല്ല ഇച്ചിരി വല്ലാത്തൊരു രീതിയിലേക്കൊക്കെ പോയി.
എന്നാലും ദൈവത്തിന്റെ സ്വർഗത്തിലെ ദാസനെ ദൈവത്തിന് പറയാൻ പറ്റുമെങ്കിൽ, ദൈവത്തിന്റെ ദാസന് പറയാൻ പറ്റുമെങ്കിൽ അതൊക്കെ പറയാം. കാരണം ഇന്നത്തെ ആത്മീക ലോകത്തില് അങ്ങനത്തെ ഒരുപാട് യൗവനക്കാരുണ്ട്. പറയാൻ പറ്റുന്നത് ആണെങ്കിൽ ദൈവത്തിന്റെ ദാസന് അത് പറയാം. അവർക്കൊരു ചില പ്രതിബന്ധം. വിഷയങ്ങള് എന്നോട് അത്ര ഇതല്ല, എന്നാലും ഞാൻ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയാം. ഞാന് ചെറുപ്രായത്തിൽ തന്നെ ചെറുപ്രായത്തില് ചർച്ചിലൊക്കെ പൊക്കോണ്ടിരുന്നതാണ്. എൻ്റെ വീട്ടില് അമ്മ, എൻ്റെ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്ററുടെ കുടുംബത്തിൽ നിന്നാണ് അമ്മ ജനിച്ചു വളർത്തപ്പെടുന്നത്. പക്ഷെ എൻ്റെ പിതാവിന്റെ കുടുംബം അത്രത്തോളം രക്ഷിക്കപ്പെട്ട് വന്നൊരു കുടുംബമല്ല. പിതാവ് മാത്രം ഒന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ അപ്പച്ചനൊക്കെ, പപ്പയുടെ അപ്പനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആ, ഒരു ഒരു രീതിയിലാണ്. കാരണം രക്ഷിക്കപ്പെടുക, അങ്ങനെ ചർച്ചുമായിട്ട് യാതൊരു വിധമാകുന്ന ബന്ധമില്ല. അങ്ങനെ ഒരു രീതിയിലും അപ്പച്ചന് മരിക്കുന്ന സമയം വരെ ചർച്ചിൽ പോയിട്ടില്ല. അമ്മച്ചിയാണെങ്കിൽ CSI ചർച്ചിലൊക്കെ പോകുന്നത്. അങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പൊ ചർച്ച് അല്ലെങ്കിൽ സഭ, അപ്പൊ ഞാൻ കൂടുതൽ അപ്പച്ചനുമായിട്ട് ആണ് കൂടുതൽ കൂട്ടായതുകൊണ്ട് എനിക്കും സഭയോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ അത് പതിയെ പതിയെ അത് വളരുന്നതല്ലാതെ കുറയുന്നില്ല. അപ്പൊ അത് ചർച്ചിൽ പോകണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്നു. അല്ലെങ്കിൽ ചർച്ചിൽ പോകാൻ മടി കാണിക്കുന്നു. അല്ലെങ്കിൽ സൺഡേ സ്കൂളിന് രാവിലെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അമ്മയുടെ നിന്ന് എന്തെങ്കിലും ട്യൂഷന് പോകണമെന്നൊക്കെ പറഞ്ഞ് കാശ് മേടിച്ചിട്ട് സിനിമയ്ക്ക് പോകുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികളിൽ തുടങ്ങിയതാണ്. അത് വലിയ രീതിയിലേക്ക് മാറാനായിട്ടിടയായി. അപ്പോ പിന്നെ അവിടെയുള്ളതായ ഒന്ന് രണ്ട് വിഷയങ്ങൾ അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രക്ഷയിലേക്ക് വരാൻ ഓരോ കാരണങ്ങൾ കാണുമല്ലോ മനുഷ്യൻ. അപ്പൊ അങ്ങനെ ആം, രക്ഷയുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒന്നാമത്തെ പ്രശ്നം ദേഷ്യം ഒത്തിരി ഉണ്ടാവുമായിരുന്നു. എൻ്റെ നാട്ടിൽ ഞാൻ ഡീസൻ്റ് ആണ്, വീട്ടിലൊക്കെ ഡീസൻ്റ് ആണ്. അപ്പോൾ വീട്ടിൽ വരുന്ന ചില സമയങ്ങളുണ്ട്. ആ ഒരു സമയത്ത് വരുന്നു. പലപ്പോഴും വീട്ടിൽ ചിലപ്പോൾ സ്പെഷ്യൽ ട്യൂഷനോ മറ്റു കാര്യങ്ങളൊക്കെ ആയെന്ന് ചിന്തിച്ചാലും പുറത്ത് ചിലപ്പോൾ അതല്ലാത്തൊരവസ്ഥയിലായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ജീവിതമായിരുന്നു. അപ്പം എന്തായാലും ഒരു ഒരു സുപ്രഭാതത്തിൽ എനിക്ക് വേണ്ടി ഒരു സഭ, കാരണം ഞാൻ ഒരു വിഷയം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഒരു ചെറുപ്പക്കാരോട് എനിക്ക് പറയാൻ ഒരു വാക്കുണ്ട്. നമുക്ക്, അതായത് ദൈവമക്കളോട് തന്നെ ഞാൻ പറയണം, നമുക്കൊരു ദൈവത്തിനൊരു വിളി, അല്ലെങ്കിൽ ദൈവം നമ്മളെ പലപ്പോഴും പല അമ്മമാരും അപ്പന്മാരുടെയൊക്കെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ, അയ്യോ ഞാൻ ഈ കുഞ്ഞിനെ ദൈവവേലയ്ക്ക് വേണ്ടി നേർന്നതാണല്ലോ, നേർന്നിട്ടും ആ വഴിതെറ്റി പോകുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ നേർന്നതിനെ പിശാച് ഒരുപാട് ബാക്കിലോട്ട് കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ ഇത് ദൈവവേലയ്ക്കാണെന്ന് പറഞ്ഞ് നമ്മൾ ചെറുപ്പത്തിൽ നേർന്ന, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അങ്ങനെ. അപ്പൊ ഞാനൊരു നേർച്ച അതിലൂടെ, അല്ലെങ്കിൽ നേർച്ച എനിക്ക് വേണ്ടി നേർച്ച നടന്നിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ ജനിക്കാതിന്റെ അങ്ങനെ ഒരു സമയത്ത് ലഭിച്ചതായതുകൊണ്ട് തന്നെ ഓൾറെഡി സുശേഷയിലേക്ക് വേണ്ടി നേർന്നതാണ്. അപ്പൊ നേർന്നത് കൊണ്ട് കൂടെ ആയിരിക്കാം ചിലപ്പോൾ പിശാച് ഒത്തിരി ബാക്കിലേക്ക് വലിച്ചുകൊണ്ട് പോയി. കാരണം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇനി സാക്ഷി പറയാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ മനുഷ്യന്. അപ്പൊ അതുകൊണ്ടും കൂടെ ആയിരിക്കാം ദൈവം ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ നൽകാനായിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ, മനസ്സിന്റെ ഒരു ആഗ്രഹം, എങ്ങനെയും പൈസ ഉണ്ടാക്കണം, എങ്ങനെയും നന്നായിട്ട് ജീവിക്കണം. അപ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു ചിന്ത ചെറുപ്രായത്തിലേ വന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടായി. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അപ്പൊ സഭയിൽ ചർച്ചിൽ പോവാതെയായി, ചർച്ചുമായിട്ടുള്ള ബന്ധങ്ങൾ മാറി. പല സ്ഥലങ്ങളിലും സുവിശേഷകർ എന്ന് പറയുമ്പോൾ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറി. മീറ്റിങ്ങുകൾ നമുക്കത്ര സുഖകരമല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നു. പാസ്റ്റേഴ്സിനെ കാണുമ്പോൾ വെറുപ്പുകൾ, പിന്നെ അവരെ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിലേക്ക് അങ്ങനെയൊക്കെ കിടക്കുന്നു. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകെട്ട് ആ ഒരു രീതിയിലുള്ളതായിരുന്നു. എൻ്റെ കൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു കുഞ്ഞുങ്ങൾ കൂട്ടില്ല, പള്ളിക്കാരുമായിട്ടുള്ള ആരുമായിട്ട് കൂട്ടില്ല. ചർച്ചിൽ വന്നു തുടങ്ങിയ ശേഷം പള്ളിക്കാരായിട്ടുള്ള കൂട്ട്, അതായത് അതുവരെ ഈ ചർച്ചിലുള്ളവരുമായിട്ട് എനിക്ക് അത്ര കൂട്ട് ഇല്ല. അപ്പൊ എൻ്റെ കൂട്ടുകാരെല്ലാം ചിലപ്പോ മദ്യപിക്കുന്നവരാണ്, അല്ലെങ്കിൽ മറ്റ് മോശപ്പെട്ട ജീവിതത്തിൽ നയിക്കുന്നത്. അപ്പൊ ആ ഒരു കൂട്ടുകെട്ടിൽ പോകുമ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിലാണ് ജീവിതം. അപ്പൊ നമ്മൾ ഏറ്റവും അധികം അന്ന് ചിലപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്നത്, ഏറ്റവും അധികം ചിന്തിച്ചിരുന്നത്, നമ്മളൊക്കെ ഒരു ഇന്നത്തെ യൗവനക്കാരുടെ ചിന്ത പോലെ തന്നെ ഞാൻ പറയുന്നത്, അന്ന് നമുക്കൊരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ ഞാൻ പുരുഷനല്ല, അല്ലെങ്കിൽ ഒരു ഇത് ചെയ്തില്ല. ആ ഒരു ചിന്ത നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. അപ്പൊ അത് മുഖാന്തരം ചിലപ്പോൾ പല തെറ്റിലേക്ക് നമ്മൾ പോകാനായിട്ട് ഇടയായി. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഇപ്പൊ ദൈവത്തിന് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ഒരു സമയമുണ്ട്. എത്ര പ്രാർത്ഥിക്കുന്ന, ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ രാത്രി 12 മണിക്കൊക്കെ ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് വേണ്ടി, ഞാൻ ഒറ്റ മോനേ ഉള്ളൂ, മക്കൾ വേറെ ആരും ഇല്ല. പപ്പയുണ്ട്, അമ്മയുടെ പപ്പ ഇപ്പൊ മരിച്ചുപോയി. അപ്പോ എൻ്റെ അമ്മ പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവനെ നേരെ അപ്പൊ അമ്മ അങ്ങനെ വലിയ ഉപദേശവും ബഹളമൊന്നും ഇല്ല, അങ്ങനെ വേറെ പറയും ചർച്ച പറഞ്ഞ അതായത് എന്നൊക്കെ പറയുന്നതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ പ്രാർത്ഥിക്കും, അമ്മ ഒത്തിരി പ്രാർത്ഥിക്കും.
അപ്പോൾ ഒരു മാതാവിന്റെ പ്രാർത്ഥന ഒരിക്കലും അത് വ്യർത്ഥമായിട്ട് പോകത്തില്ല, അല്ലെങ്കിൽ അതൊരിക്കലും നശിച്ചു പോകത്തില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന് ഉറപ്പായിട്ടും മറുപടിയുണ്ട്. അപ്പൊ എന്നെ ശ്രമിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ ചിലപ്പോ വിഷമത്തോടുകൂടെ മക്കളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടായിരിക്കാം, അല്ല മറ്റ് രീതിയിൽ ചിലപ്പോൾ വിഷമമുണ്ടായിരിക്കും. എനിക്ക് അവരോടെല്ലാം പറയാനുള്ള ഒറ്റ വാക്ക്: നിങ്ങൾ അവരെ അധികം ഉപദേശിക്കാതെ ദൈവസന്നിധിയിലൊന്ന് മുട്ടുമടക്കി കണ്ണീരൊഴുക്കാൻ തയ്യാറായാൽ ഇന്നല്ലെങ്കിൽ നാളെ 100% ദൈവം അവരെ മടക്കി കൊണ്ടുവരാനായിട്ടിടയാ. അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ദൈവത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ ദൈവം 100% ദൈവം മടക്കി കൊണ്ടുവരാനായിട്ട് ഇടയാകും. അത് ഒന്നാമത്തെ വിഷയമാണ്. അപ്പൊ എനിക്കും അതുപോലൊരു നല്ലൊരു സാഹചര്യം ഉണ്ടായി ദൈവത്തെ അറിയാൻ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ ഉള്ള ഒരു അവസരം എനിക്ക് വരുന്നത്. ഞാൻ ചർച്ചിൽ പോകാൻ ആഗ്രഹിക്കാതിരുന്ന ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടന്നപ്പോൾ എന്നെ അവിടെ നിന്ന് ഒരാൾ വിളിച്ച് അങ്ങനെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ വരിക. ലാസ്റ്റ് ദിവസം ഞാൻ വരുന്നത്. അങ്ങനെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നപ്പോൾ ഞാൻ മാത്രം അറിയുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ഞാനും വേറൊരു വ്യക്തിയും മാത്രം അറിയുന്ന ഒരു വിഷയം അന്ന് അവിടെയുള്ള ദൈവദാസൻ വിളിച്ചു പറയാനായിട്ട് ഇടയായി. അതിന് പിന്നിൽ ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ആ ദൈവദാസന് പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അന്നത്ര സീരിയസ് അല്ലായിരുന്നു. ഞാനത് ഓക്കെ, അതൊക്കെ അതൊന്നും വലിയ കാര്യമല്ലെന്ന് പറഞ്ഞ് ഞാൻ കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി പാസ്റ്റർ വീണ്ടും എൻ്റെ ഫ്രണ്ടിലേക്ക് വിളിച്ചു കുറച്ചു നേരം ഇരുന്ന് എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് പാസ്റ്ററിനോട് പറഞ്ഞു, നിനക്ക് ഒരു അവസരമുണ്ട്. നീ ഒരു വലിയൊരു കിണറിന്റെ മുകളിൽ നിൽക്കുക. ഒന്നിൽ നീ അകത്ത് വീഴാം, അല്ലെങ്കിൽ നീ പുറത്ത് വീഴാം, അത് നിന്റെ ഇഷ്ടം. പക്ഷെ നിനക്ക് പുറത്ത് വീഴാൻ ഒരു അവസരമുണ്ട്. കല്ലിളകിയിരിക്കുകയാണ്. അപ്പോൾ നീ നിന്റെ ഇഷ്ടാനുസരണം നിനക്ക് ജീവിക്കാം. പക്ഷെ ഇന്ന് നീ രക്ഷിക്കപ്പെടുവാണെങ്കിൽ നീ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നിനക്ക് ഇനി ഒരു അവസരം ഇല്ല. വാസ്തവത്തിൽ അത് സത്യസന്ധമായിരുന്നു. എന്നെ തകർക്കാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. കാരണം 6 പേര് വെച്ച് 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ തല്ലാൻ നിന്ന ഒരവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്ന സാഹചര്യങ്ങളിലാണ് ഞാൻ അന്ന് രാത്രി ഈ പാസ്റ്റർ ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാനത് ചിന്തിക്കുന്നു. പലരും ഇങ്ങനെ പലയിടത്തും നോക്കുന്നുണ്ട്, ചർച്ചിന്റെ 4 വശത്തും എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നൊക്കെ അറിയാം. എന്തായാലും അന്ന് രാത്രി ഞാൻ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാനായിട്ടുണ്ട്. ഞാൻ അത്രയും മാത്രം ചുരുക്കത്തിൽ പറഞ്ഞ് ആ ഒരു വാക്ക് വിടുക. അന്ന് രാത്രിയിൽ ഞാൻ ചർച്ചിൽ വെച്ചല്ല കേട്ടോ, ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം യേശു കർത്താവിനെ സ്വന്തമായിട്ട് റൂമിനകത്ത് വെച്ച് തന്നെ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാനായിട്ട് ഇടയായി. അപ്പോ അന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞാൻ എണീറ്റു. എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിർത്തി, ഞാൻ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളെല്ലാം നിർത്തി വെച്ചു. അന്ന് മുതൽ ഞാൻ ചർച്ചിൽ ആക്റ്റീവായി സ്നാനപ്പെട്ടു. പെട്ടെന്ന് തന്നെ എനിക്ക് ബൈബിൾ കോളേജിൽ പോകേണ്ടതായിട്ട് വന്നു. അത് ഒരു സാഹചര്യം കൂടെ ആയിരുന്നു. കാരണം നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ചെറിയൊരു 1-2 വിഷയങ്ങളൂടെ ഉള്ളത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് ബൈബിൾ കോളേജിൽ ഒരു അഭയം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, ബൈബിൾ കോളേജിലേക്ക് പെട്ടെന്ന് പറിച്ചു നട്ടു. കാരണം ഒരാളിപ്പോൾ ഒരു സ്ഥലത്തു നിന്നും രക്ഷിക്കപ്പെട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചില പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്ത് ബൈബിൾ കോളേജിലേക്ക് മാറി. ബൈബിൾ കോളേജിലേക്ക് പോയി. അങ്ങനെ ബൈബിൾ കോളേജിൽ 3 വർഷം അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. 1-ാം വർഷം എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഇതുവരെയും പറയാത്ത ചില കാര്യങ്ങളൂടെ ഇന്ന് റിവീൽ ചെയ്യുന്നത്. 1-ാം വർഷം അപ്പൊ നമ്മൾ വീട് വിട്ട് മാറി നിൽക്കുന്നു. അന്ന് കാലത്ത് ഈ ലെറ്റർ മുഖാന്തരം മാത്രമേ നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എഴുത്ത് മുഖാന്തരം. അപ്പൊ അന്ന് ബൈബിൾ കോളേജിലും ചെറിയ റാഗിങ്ങിന്റെ പ്രശ്നങ്ങള്. അപ്പൊ അത് നമുക്ക് റാഗിങ് ആയിട്ട് തോന്നുന്നതാണ്. ഒത്തിരി ചില വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കാരണം നമ്മൾ അങ്ങനെ ഒരു സ്ഥാനത്തുനിന്ന് വന്നിട്ട്, പക്ഷെ നമ്മളിത് ചിന്തിക്കത്തില്ല, നമ്മളെ ദൈവം ഒരുക്കുക എന്നുള്ളത് അത് നമ്മൾ ചിന്തിക്കത്തില്ല. പക്ഷെ സീനിയേഴ്സിൽ നിന്ന് വരുന്നതായ ചെറിയ വിഷയങ്ങള്, പിന്നെ അന്ന് ഏത് കത്ത് വന്നാലും ഇവർ പൊട്ടിച്ചു വായിക്കും. അതെനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. എൻ്റെ ലെറ്റർ ആരും പൊട്ടിക്കാൻ പാടില്ല. എൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലോ ആയിരിക്കും ഒരു ലെറ്റർ വരുന്നത്. ഒന്നുകിൽ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു. കാരണം വീട്ടിനകത്ത് എനിക്ക് വേറെ ആരും ഇല്ല. അപ്പൊ പപ്പ അമ്മ അത് സംസാരിച്ചാലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അധികം സംസാരങ്ങളില്ല. പപ്പ ഒത്തിരി കാലം ഞങ്ങൾ കൂടെ ഇല്ലായിരുന്നു, അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു ജീവിത സാഹചര്യത്തിലായതുകൊണ്ട് അന്നേ ഒരു വളരെ താഴ്ന്ന ഒരു അവസ്ഥയിൽ ജീവിച്ചു വന്നു. പിന്നെ അടുത്ത് ബൈബിൾ കോളേജിൽ പോയപ്പോഴും പിന്നെ പെട്ടെന്ന് ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത്രയും കൂട്ടുകാരുണ്ടായിരുന്നിടത്ത് പുറത്തിറങ്ങിയ കൂട്ടുകാർ, ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യും. ഒരു കൂട്ടെന്ന് പറഞ്ഞാൽ ഇന്നും അന്നും കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഈ കൂട്ട് ഞാൻ ഒരിക്കലും വിടാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് കുറെ കൂട്ടങ്ങ് കട്ടാകുന്നു. പിന്നെ ഞാൻ സ്നാനപ്പെടുന്നു, പെട്ടെന്ന് ബൈബിൾ കോളേജിലോട്ട് വരുന്നു. അവിടെ എനിക്ക് കുറച്ച് ആൾക്കാർ കിട്ടുന്നു. അവരെല്ലാം ഞാൻ കാണുന്ന എന്തോ ക്രൂരന്മാരായിട്ട്. കാരണം ഇവരെല്ലാം എനിക്കെന്തോ എൻ്റെ ഭയങ്കര വിരോധികളാണ്. ഇവരെല്ലാം എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട്. അപ്പൊ അന്ന് എനിക്ക് ഈ പാട്ടുകളൊന്നും അങ്ങനെ അറിയത്തില്ല. അപ്പോ
ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഒരു പാരഡി പാട്ട്, അത് ഞാനൊരു ബൈബിളിന്റെ ഒരു ചെറിയ വിഷയം പറയാം. അപ്പൊ ഈ പാരഡി പാട്ടുകൾ ഇറങ്ങും, നമ്മുടെ ഈ ക്രിസ്മസ് കരോൾ പാട്ട് പോലെയൊക്കെയുള്ള സിനിമാ പാട്ടിന്റെ ട്യൂണിൽ തന്നെ. അപ്പൊ ഞാനൊരു ദിവസം ഇതിങ്ങനെ മൂളിക്കൊണ്ട് കിച്ചണിലോട്ട് ഇറങ്ങി പോവാം. അപ്പൊ എനിക്കിതൊന്നും അറിയത്തില്ല. അപ്പൊ ആരാണ്ട് കിച്ചണിൽ നിന്ന് ഒരു സീനിയർ പോയിട്ട് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്തു, ഫസ്റ്റ് ഇയർ വന്നവൻ കിച്ചണിൽ സിനിമാ പാടി നടക്കുക. അപ്പൊ ഇതൊക്കെയാണ് എന്താ പറയുന്നത്, ഒരു വല്ലാത്തൊരു റാഗിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു വല്ലാത്ത. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഞാൻ അന്നത്തെ ലീഡർ, ഞാൻ ഫസ്റ്റ് ഇയർ, അദ്ദേഹം ഇപ്പൊ ഫസ്റ്റ് ഇയർ, അപ്പൊ ഈ ചാനൽ കണ്ടായിരിക്കും ഇതൊക്കെ അറിയുന്നത്. അദ്ദേഹത്തോട് എനിക്ക് ക്ഷമ ചോദിക്കണം. കാരണം അന്ന് ഞാൻ എന്റെ മനസ്സിന് ഭയങ്കരമായിട്ടൊരു തീരുമാനമെടുത്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റർ പൊട്ടിച്ച് വായിക്കുന്നു, എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. കാര്യം ചിലപ്പോൾ ഒരു ലെറ്റർ കിട്ടുമ്പോഴായിരിക്കും നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ലെറ്റർ നമ്മൾ കണ്ണീര് ഒഴുക്കുന്നു, അത് വായിക്കുന്നു, ചിലപ്പോൾ വായിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും, കാരണം നമുക്ക് മറ്റൊരു ലെറ്റർ വരുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ലെറ്റർ പൊട്ടിക്കുന്നത് എന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അതൊരു വിഷയം. രണ്ടാമത്തെ വിഷയം, ചിലപ്പോൾ ടോയ്ലറ്റ് ഡ്യൂട്ടി തന്നെ കുറെ ദിവസം അങ്ങ് കിട്ടും. ഇങ്ങനെ ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മള് ഒരു വല്ലാത്ത, എങ്ങനെയും ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി, കാരണം ഈ ഒരു സ്ഥലത്തിന് വേണ്ട. അങ്ങനെ രാത്രിയില് ഇവിടെ നിന്ന് പോവാണെങ്കിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഒരാളിനെ തട്ടിയിട്ടേ പോകാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നതിന് ശേഷമുള്ള കഥയായി പറയുന്നത്. ലീഡറിനെ ഭയങ്കരമായിട്ട് ഞാൻ അങ്ങ് ഇതായി. കാരണം എന്തിനും കംപ്ലൈന്റ്, എന്ത് വിഷയത്തിനും കംപ്ലൈന്റ്, ഷൗട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ നമ്മുടെയൊക്കെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പാടില്ല, അല്ലെങ്കിൽ അവരെന്തിനാ നമ്മളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും, അതൊക്കെയാണ് നമ്മുടെ ഒരു ചിന്ത. പക്ഷേ പെട്ടെന്ന് ഞാൻ ഷൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ രാവിലെ 4 മണിക്ക് എണീപ്പിക്കുന്നു, 4:45 ആകുമ്പോൾ എണീപ്പിക്കുന്നു. പിന്നെ അവര് പറയുന്ന ഓർഡർ അനുസരിച്ച് നമ്മൾ കുളിക്കാൻ പോകണം, അവര് പറയുന്നതനുസരിച്ച്. അപ്പൊ സീനിയേഴ്സ് എന്തോ നമ്മുടെ ഒരു വല്ലാത്തത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയപ്പോ ഇത് ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായി. അപ്പൊ ഞാനിതിലൊരു ഒറ്റയ്ക്കൊരു ഡിസിഷൻ എടുക്കുന്നു, എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഞാൻ ഈ കോളേജ് വിട്ടു മാറുക എന്നൊക്കെ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ചെറിയൊരു കത്തിയൊക്കെ സംഘടിപ്പിച്ച് ഞാൻ എൻ്റെ തലേണയുടെ അടിയിലോട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. എന്റെ വീട്ടുകാർക്കൊന്നും അറിയത്തില്ല ഈ വിഷയം. ഞാൻ ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക, അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ചിലപ്പോ ഈ ചാനൽ കഴിയുമ്പോൾ അത് ചിലപ്പോൾ പലരും അറിഞ്ഞെന്ന് വരും. ഓക്കെ, അങ്ങനെ പലതും ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യും എന്നങ്ങ് പൂർണ്ണമായിട്ട് തീരുമാനമെടുത്തിട്ട് അന്ന് രാത്രി ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് ഉറങ്ങി കിടക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കയ്യെങ്കിലും അറുത്ത് വിട്ടിട്ട് ഇവിടെ നിന്ന് ചാടുക, ഇങ്ങനെയൊക്കെ എല്ലാം തീരുമാനിച്ചിട്ട് ഞാൻ ഏറ്റവും മേളിൽ കയറി ഒരു കട്ടിൽ തന്നെ ഇങ്ങനെ ഒന്നിന്റെ മേളിലൊന്നായിട്ടുള്ള കട്ടിൽ. അപ്പൊ ഏറ്റവും മേളിൽ വെച്ചിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിരിക്കും. അന്ന് രാത്രിയിൽ ഞാന് ഒരു ജസ്റ്റ് എനിക്കെന്തോ മനസ്സിനൊരു വല്ലായ്മ, ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു മനസ്സ്. അപ്പോ പ്രാർത്ഥിക്കണം എന്ന് ഇങ്ങനെ മനസ്സിലൊരു തോന്നല്, ബൈബിള് വായിക്കാൻ ഒരു തോന്നല്. അതുവരെ അങ്ങനത്തെ വലിയ ബൈബിൾ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നോർമലാ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ലൈഫാ. അല്ലാതെ ഭയങ്കര ഒരു ആത്മീയതയോ ഭയങ്കര ഒരു അഭിഷേകമോ അതൊന്നുമില്ല. നോർമൽ ബൈബിൾ കോളേജിൽ പോകുന്നു, നമ്മൾ സാധാരണ കോളേജിൽ പഠിക്കുന്ന പോലെ പോയിരുന്ന് ലെക്ചർ കേൾക്കുന്നു, നോട്ട് എഴുതുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ അന്ന് ഇത് ഏകദേശം എന്റെ ലാസ്റ്റ് സമയങ്ങളിലോട്ട്, അതായത് ഫസ്റ്റ് ഇയറിന്റെ ഏകദേശം ഒരു 6-7 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ അന്ന് പെട്ടെന്ന് ഞാൻ എണീറ്റിട്ട് ചാപ്പലിൽ പോയി, ഒറ്റയ്ക്ക് ചാപ്പലിൽ പോയി. അപ്പൊ പലരും പല സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കും, രാത്രിയൊക്കെ പിള്ളേർ അവിടെ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ. അപ്പൊ എനിക്കതുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. പലരും പല സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു, അതൊക്കെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനും എന്ത് ചെയ്യുന്ന പറയാം, അന്ന് വെറുതെ ചാപ്പലിൽ പോയിട്ട് ജസ്റ്റ് ഞാൻ എന്നൊന്ന് പ്രാർത്ഥിച്ചപ്പോ പ്രാർത്ഥിക്കാൻ എന്ന മുട്ടോടൊക്കെ അവിടെ കിടന്നപ്പോ ഭയങ്കര പ്രാർത്ഥനയ്ക്കുള്ള മനസ്സാ. തിരിച്ച് ഇവിടെ വന്നപ്പോ എനിക്ക് പ്രാർത്ഥിക്കാൻ മനസ്സില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ബൈബിൾ വായിക്കും. ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്ത് ഇച്ചിരി വായിച്ചു, എന്നാ ബൈബിൾ വായിക്കാൻ മനസ്സില്ല. വീണ്ടും പ്രാർത്ഥിക്കാം, ബൈബിൾ തുറക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നും. ശരി, എന്നാ വീണ്ടും പ്രാർത്ഥിക്കുക. അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും തോന്നുന്ന ബൈബിൾ വായിക്കണം. അങ്ങനെ ബൈബിള് തുറന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് എന്തുവാ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതുവരെ ദൈവമായിട്ട് എനിക്ക് യാതൊരു വിധമാകുന്ന ബന്ധമല്ല, അല്ലെങ്കിൽ ദൈവത്തോട് എനിക്ക് പ്രാർത്ഥിക്കാനും അറിയത്തില്ല. അന്നത്തെ കാലത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെ രസമാണ്. എനിക്ക് അന്ന് ഇന്നും ഇഷ്ടമുള്ള ഒരു സംഭവം, ഞാൻ നേരെ അതൊരു ടെറസുള്ള ഒരു ഹോട്ടലായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. റാന്നിയില് ഫെയ്ത്ത് ബൈബിൾ കോളേജിൽ ഞാൻ പഠിച്ചത്. അപ്പൊ അന്നൊരു ഹോട്ടലിലായിരുന്നു. അപ്പൊ ചിലർക്ക് അറിയായിരിക്കും. അപ്പൊ ഇതിന്റെ മേളിൽ അങ്ങോട്ട് കയറിയിട്ട് അവിടെ കുറച്ച് തൂണുകൾക്ക് വേണ്ടി ഇങ്ങനെ കമ്പിയൊക്കെ നിർത്തും. അപ്പൊ ഞാനിങ്ങനെ ആകാശത്തോട്ട് നോക്കും, എനിക്ക് പറയാനുള്ളതെല്ലാം പറയും. ഞാനും മിണ്ടാതെ ശരി, ദൈവം എല്ലാം കേട്ടല്ലോ അല്ലേ, അപ്പനാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അതുകൊണ്ട് എല്ലാം കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഇതാ പോകുന്നു. ഇതാ എന്റെ പ്രാർത്ഥന. ഇതിനപ്പുറം എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. കാരണം ഇങ്ങനെ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ച് അതൊന്നും എനിക്ക് അറിയത്തുമില്ല, അത് എനിക്ക് ചെയ്യുന്നത് ഇന്നും. പക്ഷെ എനിക്ക് ഇഷ്ടം ഈ സംസാരമാണ്. ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം ഇന്നും സംസാരിക്കാനാണ്. കാര്യം നമ്മുടെ അപ്പന് സംസാരം ഒത്തിരി ഇഷ്ടമാണ്.
അപ്പൊ അതുകൊണ്ട് അപ്പനോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇന്ന് എനിക്ക് ഒത്തിരി അത് ഇഷ്ടമുണ്ട്. ഞാൻ ഒത്തിരി സംസാരിക്കാറുണ്ട്. ഞാൻ കേൾക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഇന്ന് സംഭവിക്കുന്നു. പക്ഷെ അന്ന് തിരിച്ച് കേൾക്കുമെന്ന് പറഞ്ഞല്ല സംസാരിച്ചത്. സംസാരിച്ചു തുടങ്ങി. അപ്പൊ എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പെട്ടെന്ന് കയറുന്നു, പറയുന്നു, ഗുഡ് ബൈ പറയുന്നു, ഗുഡ് നൈറ്റ് പറയും. ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്ന് നടന്നുറങ്ങും. രാവിലെ എണീക്കും, ഓടിപ്പോവും, ഒരു ഗുഡ് മോർണിംഗ് പറയും, പിന്നെ എനിക്ക് പറയാനുള്ള പറയും, തിരിച്ച് ഞാൻ ഇറങ്ങി വരും, എന്റെ കാര്യങ്ങൾ നടത്തും. ഇതൊക്കെയാണ് എന്റെ സംഭവമായിരുന്നു. പക്ഷെ അന്ന് ഈ അന്ന് രാത്രിയില് എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്. ഞാൻ മുട്ടുമടക്കുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അടുത്ത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പ്രാർത്ഥന മാറിയിട്ട് ഇത് എന്താ പറയുന്നത്, എനിക്ക് എന്തെങ്കിലും ബൈബിൾ വായിക്കണമെന്നുണ്ട്, പക്ഷെ ബൈബിൾ എന്താ വായിക്കേണ്ടത് അതറിയത്തില്ല. അപ്പൊ അന്ന് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അപ്പാ ഈ എന്തുവാ ഈ വായിക്കേണ്ടത്, എന്തുവാ ഈ പ്രാർത്ഥിക്കേണ്ടത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. അങ്ങനെ എന്താ ശരി, നീ ഒന്ന് ബൈബിൾ തുറയുന്ന, എന്നോട് ആരോ പറയുന്ന ഒരു അകത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രേരണ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ ബൈബിൾ തുറന്നപ്പോ എനിക്കൊരു വാക്യം കിട്ടി. അത് റോമാലേഖനത്തിലായിരുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്നത് ആർ. അത് ഞാനിങ്ങനെ കുറെ നേരം ഇങ്ങനെ വെച്ചു. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുന്നവർ. അപ്പൊ എനിക്ക് ആദ്യം ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല, കാര്യങ്ങളൊന്നും മനസ്സിലായി. എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ വായിച്ചു, കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു തുടങ്ങി, കർത്താവ്. അപ്പൊ ഈ വാക്യം വായിച്ചപ്പോ എന്റെ അകത്ത് അങ്ങനെ വലിയ ഇടിവെട്ടും മിന്നലൊന്നും ഉണ്ടായില്ല. ഒരു ഇടിവെട്ടോ മിന്നലോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഞാൻ കുറച്ചു നേരം ആ ഒരു തൂണിൽ ചരിങ്ങനെ ഇരുന്ന് ഈ ഒരു വാക്യം ഒരു 5-6 പ്രാവശ്യം വായിച്ചു. 5-6 പ്രാവശ്യം വായിച്ചിട്ട് ഞാനതിന് ആ തൂണിലോട്ട് ഇങ്ങനെ ചാരിയിരുന്നു. ഒത്തിരി നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കുക, എന്തുവാ സംഭവം. അപ്പൊ എന്നെ അകത്ത് എനിക്ക് ഒരാൾ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. നീ ഇവിടെ വന്നത് എന്തിന്, എന്താണ് നിന്റെ ജീവിതം, നീ എന്തായി പോവാനാ, നിന്നെ എന്തിനാ നിന്നെ ഇങ്ങനെ. അപ്പൊ ഇതെല്ലാം എന്നോട് ആരോ ഇങ്ങനെ പറഞ്ഞു തരുന്നു. അപ്പൊ പൗലോസ് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കഷ്ടതയായിരുന്നു. നമ്മൾ ചെറിയൊരു വിഷയം ഇപ്പൊ നിന്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വിഷയങ്ങളാണ്. നാളെ നിനക്ക് ഇതിനും വലിയ വിഷയങ്ങൾ നേരിടേണ്ടി വരും. കർത്താവ് പോലും ഒരടി കിട്ടിയപ്പോ മറ്റു ചെകിട് കാണിച്ചു കൊടുക്കാനാ. നിനക്കപ്പോ ഇതിനൊന്നും നീ അതിന് പോലും തയ്യാറല്ല. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇഷ്യൂവിനെ ക്ഷമിക്കാൻ നിന്നെ കൊണ്ട് പറ്റുന്നില്ല. നിനക്ക് ചെറിയൊരു വിഷയം വന്നപ്പോ നിനക്കതിനെ ക്ഷമിക്കാനോ അല്ലെങ്കിൽ അതൊന്ന് സഹിക്കാനോ ഒന്നും നിന്നെ കൊണ്ട് പറ്റുന്നില്ല. നിന്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റം വരണമെന്ന് എന്നോട് ആരോ സംസാരിക്കുക. എന്റെ ജീവിതത്തിൽ ഇന്നതുപോലെ സ്വഭാവം മാറണം, എന്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വേണം, എന്റെ ജീവിതത്തിൽ ഒത്തിരി ഇത് വേണം എന്നൊക്കെ പറഞ്ഞു എന്നെ ഞാൻ ആരോ എന്നോട് പറയുന്നു. ഓക്കെ, ഞാൻ അതെല്ലാം വായിക്കുന്നു. കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ അപ്പൊ ഇങ്ങനെല്ലാം സംഭവമുണ്ട്. ഇതൊന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്. അപ്പൊ ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്താൽ ഞാൻ എടുത്ത ഡിസിഷൻ അത് ചിലപ്പോ എന്റെ ജീവിതത്തെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ ഒത്തിരി അകറ്റാനുള്ള സാധ്യതയുണ്ട്. നാളെ എന്റെ ജീവിതം എന്താണെന്ന് അറിയത്തില്ല. ഞാൻ അപ്പൊ തന്നെ ദൈവത്തോട് ക്ഷമ ചോദിച്ചു. ഈ വിഷയം ലോകത്ത് ആർക്കും അറിയത്തില്ല, ഇന്നുവരെ അറിയത്തില്ല. അപ്പോ ഇതാദ്യമായിട്ട് ചാനലിന്റെ റിവ്യൂല് ഓക്കെ ദെൻ ഞാൻ അന്ന് ഇത് ബൈബിൾ കോളേജിനകത്ത് നടക്കുന്ന സംഭവത്തോട് ചിന്തിച്ചോളാം. അപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ അന്ന് തന്നെ എന്റെ കയ്യിൽ കെട്ടിയ ഞാൻ എടുത്തു വെച്ച സാധനത്തെ കൊണ്ട് കിണറ്റിൽ ഉപേക്ഷിച്ചു. ദൈവത്തോട് ക്ഷമ പറഞ്ഞു. കാര്യം ദൈവത്തിന് മാത്രമല്ല ഇത് അറിയത്തുള്ളൂ. അപ്പൊ ദൈവത്തോട് ക്ഷമ പറഞ്ഞു. ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും വന്ന ഒരു സ്ഥലത്തിരുന്നു. എന്നിട്ട് കർത്താവ്, അതിന് ഞാൻ നീതി പ്രാപിച്ചു. പക്ഷെ എനിക്ക് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ചില കാര്യങ്ങൾ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അന്ന് എന്നെ ദൈവം ആദ്യമായിട്ട് ഒരു കാര്യം പഠിപ്പിച്ചു. അന്ന് എന്റെ മനസ്സിൽ ഒരാൾ പറഞ്ഞു, ഞാൻ ഇന്നും പലപ്പോഴും പഠിപ്പിക്കുന്നത് പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. അന്ന് എന്നെ കർത്താവ് ഒരു വലിയൊരു കാര്യം പഠിപ്പിച്ചു. എന്നോട് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യും, കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് 13-ാം അധ്യായം ഞാൻ തുറന്നു വെച്ചപ്പോ എന്നോട് കർത്താവ് പറഞ്ഞൊരു വാക്യം, നീ ഇവിടെ വായിക്കുമ്പോ നീ സ്നേഹത്തെ കുറിച്ച് വായിക്കുക. അപ്പൊ നിന്നോട് നേരത്തെ പറഞ്ഞ ക്രിസ്തുവിന്റെ സ്നേഹത്തൊന്നും ആരും വേർപിരിക്കാൻ പറ്റത്തില്ല. എന്റെ പൊന്നുമോനെ, നിന്നോട് സ്നേഹത്തെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുക. അപ്പൊ ഞാൻ ചിന്തിച്ചു, കറക്റ്റാന്നല്ലോ, സ്നേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്നേഹത്തിനിപ്പം സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം ദോഷമായി നടക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതായിട്ട് യാതൊരു വിഷയമല്ല. കാര്യം സ്നേഹമല്ലേ, സ്നേഹത്തിന് എന്തെങ്കിലും പറ്റിയ നമുക്കതൊരു വിഷയമല്ലല്ലോ. അപ്പൊ അതായിരുന്നു എന്റെ ഒരു ചിന്ത. ഞാനത് വായിച്ചിട്ടൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ എന്നിട്ട് ഞാനിങ്ങനെ വെറുതെ തുണി ചാരിയുന്നപ്പോ അടുത്ത എന്റെ മനസ്സിൽ തന്നെ ഒരു ചിന്ത ദൈവം കൊണ്ടുവരുന്നു, ആരാണ് ഈ സ്നേഹം? അപ്പൊ സ്നേഹം യേശു കർത്താവ്. കാര്യം ആ സ്നേഹത്തിൽ നിന്നാണ് നമ്മളെ വേർപിരിക്കാൻ പറ്റാത്തത്. അപ്പൊ എന്നോട് അകത്ത് വീണ്ടും ഒരാൾ ചോദിക്കുന്നു, ഈ സ്നേഹം ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? അപ്പൊ ഞാൻ മറുപടി പറയുന്നു, അതെന്റെ അകത്തായിരിക്കുന്നത്. അപ്പൊ നീ ആരാ? അപ്പോ ഞാൻ തന്നെ മറുപടി പറഞ്ഞു, അപ്പൊ ഞാൻ സ്നേഹം. അപ്പൊ എന്റെ പേരാണ് സ്നേഹം എന്ന് പറയുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ എന്റെ ഒരു പേരെന്ന് പറയുന്നത് അത് സ്നേഹം. ഞാൻ ഒരു പ്രസംഗമല്ല കേട്ടോ ഈ പറയുന്നത്. പക്ഷെ എന്റെ പേര് സ്നേഹം എന്ന് എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലാരോ ഇട്ടു. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ചിന്തിക്കുന്നത് ഞാൻ സ്നേഹമാണ്. കാരണം യേശപ്പച്ചൻ എന്റെ അകത്തിരിക്കുവാണെങ്കിൽ ആ യേശപ്പച്ചൻ സ്നേഹമാണ്. അപ്പൊ ഞാൻ സ്നേഹമാണ്.
അപ്പൊ എന്നോട് താഴോട്ട് വാക്ക് പറയുന്നത്. പക്ഷെ ഇത് തെറ്റോ ശരിയോ എന്നൊന്നും എന്നോട് പിന്നെ ചോദിക്കരുത് ആരും, ദയവ് ചെയ്ത്. പക്ഷെ ഞാൻ എൻ്റെ സ്വഭാവം മാറ്റാനായിട്ട്, എൻ്റെ സ്വഭാവത്തില് 100% മാറ്റം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച ഒരു വലിയ വിഷയം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, പെട്ടെന്ന് തന്നെ എന്നെ അകത്തൊരാൾ പറഞ്ഞു തന്നു, ഒരു കാര്യം ചെയ്ത് താഴോട്ട് നീ കാണുന്ന ഓരോ വാക്യത്തിലും ഓരോ വാക്കുകളുടെ അടുത്തും നീ നിന്റെ പേരെഴുതാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന, സ്നേഹം ഒരു നാൾ സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ എഴുതുന്ന സ്ഥാനത്ത് ഈ സ്നേഹത്തെ മാറ്റിയിട്ട് എന്റെ പേരവിടെ എഴുതാൻ ആരോ പറഞ്ഞു തരും എനിക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് എന്റെ പേരവിടെ, ഞാൻ അതിനൊരു പെട്ടെന്ന് പേപ്പർ എടുക്കുന്നു, എന്നിട്ട് ഞാൻ ഡയറി സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ എന്റെ പേരെഴുതി. അപ്പൊ ഞാനിങ്ങനെ എഴുതുന്നു. ഇപ്പൊ ഞാൻ പറയുന്നു റിജോയ് സ്പർദ്ധിക്കുന്നില്ല. അപ്പൊ ഈ സ്നേഹം സ്പർദ്ധിക്കുന്നില്ല എന്നുള്ള ആ ഒരു വാക്കിൽ നിന്ന് റിജോയ് സ്പർദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ റിജോയ് അയോഗ്യമായി നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമാണ്. അപ്പൊ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. കാരണം ഒരു കൊച്ചു വിഷയം, ഇപ്പൊ ഞാൻ പലരും എന്നെ വിളിച്ചിട്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എന്റെ സ്വഭാവം എനിക്ക് ഇങ്ങനെയൊക്കെയാണ്, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. ഞാൻ അവരോട് പറഞ്ഞു, എന്റെ പൊന്നു ബ്രദറെ, ഞാൻ ഇതിലൊക്കെ, അല്ലെങ്കിൽ പൊന്നു സിസ്റ്റർ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. ഈ വാക്യത്തിന് നിങ്ങളുടേതായിട്ട് അങ്ങ് മാറ്റുക, നിങ്ങളുടെ പേരെഴുതുക. നിങ്ങളുടെ പേരെഴുതിയിട്ട് ഇതിന് ഞാനത് എന്ത് ചെയ്യുന്നത്, ഞാൻ എവിടെയാണ് കിടന്നിരുന്നത് അവിടെ ഞാനിത് ഒട്ടിച്ചു. എത്രയെങ്കിലും വർഷങ്ങൾ, ഞാൻ ഗ്രാജുവേഷൻ ചെയ്തിട്ട് മടങ്ങി വന്നിട്ട് ഞാൻ കിടന്നിരുന്ന റൂമിന്റെ ഏറ്റവും ഫ്രണ്ടിൽ ആദ്യം കണ്ണ് തുറന്ന് ഇതെനിക്ക് നോക്കണം. ഞാൻ ഇത് വായിച്ചതിന് ശേഷം മാത്രമേ വേറെ എന്തും ചെയ്യൂ. ഇതായിരുന്നു എന്റെ ദിനചര്യ. ഡെയിലി ഞാൻ ഇത് വായിക്കും. പക്ഷെ അങ്ങനെ വായിച്ച് പ്രാർത്ഥിച്ചു വന്നപ്പോ ഈ വാക്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്നെ മാറ്റാൻ തുടങ്ങി. എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞു വരുമ്പോൾ, എന്തെങ്കിലും ഒരു വിഷയം ഇങ്ങനെ പെട്ടെന്ന്, കാര്യം നമ്മളെ മനുഷ്യരല്ലേ, അപ്പൊ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ദേഷ്യം ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് അകത്ത് ഇങ്ങനെ ഒരു വാക്ക് പറയും, റിജോ ഈ ദേഷ്യപ്പെടുന്നില്ല, ഇതെന്തുവാ. അപ്പൊ ഇതൊന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യും. നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് എന്റെ ശരീരത്തെ ഹോൾഡ് ചെയ്ത വലിയൊരു കാര്യമാണ് ഈ ഒരു വാക്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോകും. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞു. അപ്പൊ ആ ഒരു സംഭവങ്ങളെല്ലാം മാറി, എന്റെ സ്വഭാവത്തിന് വലിയൊരു രൂപാന്തരമുണ്ട്. അപ്പൊ ഇനി എന്നെ ഇവിടെ കൊണ്ടിട്ട് തല്ലിച്ചതച്ചാൽ പോലും എനിക്ക് വേറെ ഒന്നും ഇനി ശരീരത്തിൽ ഏക്കത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അത് സംഭവിച്ചു, അങ്ങനെ തന്നെ സംഭവിച്ചു. പല സ്ഥലങ്ങളിലും ഒത്തിരി മുറിവുകൾ ഉണ്ടാകാത്ത അവസ്ഥകളുണ്ടായ സമയത്തും ചിരിച്ചുകൊണ്ട് നിൽക്കും. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ചിലത് കേൾക്കാത്തത് പോലെ ഒക്കെ പോകാൻ ദൈവം സഹായിച്ചത് ഈ ഒറ്റ വാക്യം കൊണ്ടാണ്. അത് കഴിഞ്ഞപ്പോ കർത്താവിനെ പഠിപ്പിച്ചു. ഗലാത്യ ലേഖനത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഫലങ്ങളും ആത്മീയ ഫലങ്ങളും അതിനെ ടാലി ചെയ്യാൻ ദൈവം പഠിപ്പിച്ചു. ഈ ശരീരഫലങ്ങൾ ഞാൻ എന്റെ പേര് മേളിൽ എഴുതും, എന്നിട്ട് ഈ ശാരീരിക ഫലങ്ങളെല്ലാം എഴുതി വെക്കും, എന്നിട്ട് ഒരു സ്ഥലത്ത് എന്റെ പേര് എഴുതും, എന്നിട്ട് ആത്മീയ ഫലങ്ങളെല്ലാം എഴുതി വെക്കും, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ടിക്കിടും. ഇതിൽ ഏതൊക്കെയാണ് എനിക്കുള്ളത്, ഏതൊക്കെയാണ്, അപ്പൊ ആത്മീയ ഫലത്തിൽ ഏതൊക്കെയാണ് എനിക്കില്ലാത്തത്, അതുപോലെ ശാരീരിക ഫലത്തിൽ ഏതൊക്കെയാണ് എനിക്കില്ലാത്തത്. അപ്പോ ഏറ്റവും കൂടുതൽ ഏതിലാണെന്ന് നോക്കിയിട്ടാണ് ഞാൻ എന്റെ ആത്മീയ ജീവിതത്തെ പലപ്പോഴും, അല്ലാതെ ഞാൻ ഒത്തിരി അന്യഭാഷ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ചാടിത്തുള്ളിയിട്ടൊന്നും അല്ല ഞാൻ എന്റെ ആത്മീയ ജീവിതത്തെ വിലയിരുത്തുന്നത്. ഞാൻ വിലയിരുത്തുന്ന ഒറ്റ വാക്ക്, ഈ വാക്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ഇതിൽ എത്ര എണ്ണം ഞാൻ ചെയ്യുന്നുണ്ട്, എത്ര എണ്ണം ഞാൻ ചെയ്യുന്നില്ല, ഇതിൽ എത്ര എണ്ണം എന്നിലുണ്ട്, ഇത് എത്ര എണ്ണം എന്നിലില്ല, ആത്മീയ ഫലം എത്ര എണ്ണം എന്നിലുണ്ട്, ഇത് ശാരീരിക ഫലം എത്ര എണ്ണുണ്ട്, അത് മാത്രം ടാലി ചെയ്ത് അറിയാം ഞാൻ ഒരു ആത്മീയനാണോ, ഞാൻ ഒരു ഫ്രോഡാണോ എന്നുള്ളത്. അത് ഒരു സത്യസന്ധമായ കാര്യം. അപ്പൊ ഇങ്ങനെയൊക്കെ ദൈവം തന്നെ ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് പഠിപ്പിച്ചു. എന്റെ ജീവിതത്തില് ദൈവം തന്ന എക്സ്പീരിയൻസാ. അങ്ങനെ ചില കാര്യങ്ങൾ ദൈവം എന്നെ പഠിപ്പിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് സന്തോഷമായിട്ട് ഗ്രാജുവേഷന്റെ സമയമൊക്കെ ആയി. അപ്പൊ ഇതിനിടയിൽ ഒത്തിരി വിശ്വാസത്തിന്റെ പരിശോധനകൾ വന്നു. പിന്നെ 2ാം വർഷമായി, 3ാം വർഷമായി. പലരും പറഞ്ഞു അവനൊരു 3 മാസം പോലും ചിലപ്പോൾ തികയ്ക്കാനുള്ള കാര്യം സാധ്യത കുറവാണെന്ന് പറഞ്ഞ സ്ഥാനത്ത് 3 വർഷവും ബൈബിൾ കോളേജ് പഠിച്ച് പൂർത്തീകരിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അപ്പൊ അതിനിടയിൽ തന്നെ പല വിശ്വാസ കാര്യങ്ങൾ ഞങ്ങൾ ബൈബിൾ കോളേജിൽ കണ്ടിട്ടുണ്ട്. പല സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ, ഞാൻ കിച്ചൺ മാനേജറായിരുന്നു ഏകദേശം 1 വർഷം വരെ. കുറച്ച് സമയങ്ങൾ കിച്ചൺ മാനേജർക്കാരുന്ന സമയത്ത് ഭക്ഷണം ഇല്ലാതിരുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആർക്കും കൊടുക്കാൻ ഭക്ഷണം. പക്ഷെ രാത്രിയൊക്കെ പാതിരാത്രി 12-1 മണിക്കൊക്കെ പ്രവർത്തിച്ച ദൈവത്തെ എനിക്കറിയാം. വിശ്വാസത്തിന്റെ ഒരു അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ 7 ദിവസമൊക്കെ ഉപവാസ പ്രവർത്തനം നടത്തി. ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് പിറ്റേന്ന് ഒരു ഉപവാസ പ്രവർത്തനം തുടങ്ങി. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടും അത് കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ 1 മണിക്ക് 1:30 മണിക്കൊക്കെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് അന്ന് രാത്രി 1:30-ക്ക് ശേഷം അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തെ എനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഓക്കെ ഞാൻ ഒരു വിഷയം മാത്രം പറയാം. ഒരിക്കലും ഞങ്ങള് കിച്ചണില് ഞങ്ങള് 2 വിഷയം ഞാൻ പറയാം. ഓക്കെ, ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ വെച്ചുള്ള സംഭവം. അപ്പൊ ഒന്ന് ഫസ്റ്റ് ഒരു വിഷയം, ഒരു രാത്രിയില്
ഞങ്ങള് ഭക്ഷണമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാനും നമ്മുടെ സാറും ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പൊ അന്നില്ല. അപ്പൊ ഞങ്ങളുടെ കുറച്ച് ഉപവാസ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും ഭക്ഷണമില്ല. അപ്പൊ ഒരു ഞായറാഴ്ച രാത്രിയാ. അതെനിക്ക് നല്ല ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇതൊക്കെ. അപ്പൊ രാത്രി ഞായറാഴ്ച രാത്രിയാണ്. പിറ്റേന്ന് തിങ്കളാഴ്ച വല്ലത്തേലും ഭക്ഷണം കൊടുക്കണം. അപ്പം ചില പല കുഞ്ഞുങ്ങളും പോയി പലയിടത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഞങ്ങൾ ഭയങ്കര വിഷമായിട്ടിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കിച്ചണിൽ ഒന്നുമില്ല. പക്ഷെ അന്ന് ഞങ്ങൾ മുട്ടയിൽ നിന്ന് കർത്താവിനോട് പറയും, കർത്താവ് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടന്നേ പറ്റൂ, ഇനി ഒന്നും നടക്കത്തില്ല. അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തില് അന്ന് രാത്രി ബാംഗ്ലൂരിൽ എങ്ങാണ്ടുള്ള ഒരു സിസ്റ്റർ അവിടെ നിന്ന് ഫോൺ ചെയ്തിട്ട് അവരുടെ വീട്ടിൽ അവർ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു ഇന്ന ബൈബിൾ കോളേജിൽ സാധനം എത്തിക്കണമെന്ന്. അവരുടെ എങ്ങാണ്ട് ഒരു പരിചയത്തിലെ കട അന്ന് രാത്രി 1 മണിക്ക് അവർ തുറപ്പിച്ചിട്ട്, അതുപോലെ പറമ്പിലൊക്കെ പോയി ഒത്തിരി കപ്പയൊക്കെ രാത്രി ആരെങ്കിലും പോവാൻ ഈ കപ്പ എടുക്കാനൊക്കെ രാത്രി എനിക്കറിയത്തില്ല പോകുന്നു. പക്ഷെ ചേമ്പോ ചേനയോ എന്താ പറയുന്നത് കപ്പയും ഇങ്ങനെ ഒത്തിരി കൊലയും ഒക്കെ വെട്ടിവെച്ച്, അത് മാത്രമല്ല റേഷൻ ഒത്തിരി അരിച്ചാക്കുകള്, ഡാലാകട്ടെ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുമായിട്ട് ഒരു ട്രക്ക് രാത്രി 2:30 വന്ന് ഞങ്ങളുടെ ഗേറ്റിന്റെ അടുത്ത് നിന്ന് ഹോണടിക്കുക. അപ്പൊ ഞാനന്ന് ഗേറ്റിന്റെ അടുത്ത് കിടന്ന് ഉറങ്ങാറുണ്ട്. ഞാൻ ഗേറ്റിന്റെ താഴെ തന്നെ അവിടെയാണ് കിടന്ന് ഉറങ്ങുന്നത്. അപ്പൊ ഗേറ്റ് തുറക്കാനൊക്കെ വേണ്ടി അപ്പൊ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയപ്പോ പെട്ടെന്ന് ഞാൻ എണീറ്റ് വെളിയിലിറങ്ങി നോക്കിയപ്പോ കാണാം ഒരു വലിയ ട്രക്ക് വന്നിരിക്കുക. എന്തോ സംഭവം, കാര്യം അവിടെ താഴെ ഈ ടയർ നന്നാക്കുന്ന ഒരു കട കൂടെയാണ്. അപ്പൊ ഞാൻ ചിലപ്പോൾ അവിടെ വന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ കുറച്ചു പറഞ്ഞു. അപ്പൊ വീണ്ടും ഹാണടിയേക്കുന്നതിന് പെട്ടെന്ന് ഇറങ്ങിയപ്പോ അവര് നമ്മുടെ ഗേറ്റിന്റെ അടുത്തോട്ടാണ് നിന്ന് ഹാണടിക്കുന്നത്. പെട്ടെന്ന് തുറന്നു കൊടുത്തപ്പോ അതിൽ തന്നെ അവര് ലേബർ വന്ന് രാത്രിയോട് രാത്രി സർവത്ര സാധനവും ഞങ്ങളുടെ ഇത് എന്താ പറയുന്നത് ഞങ്ങളുടെ ഗോഡൌൺ മൊത്തം അടുക്കി വെച്ചിട്ട് പോയി. അപ്പോ അന്ന് രാത്രി വരെ ഒന്നും ഇല്ലാതിരുന്ന ഞങ്ങൾക്ക് പിറ്റേന്ന് പ്രഭാതമായപ്പോ ഗോഡൌണും ഞങ്ങളുടെ ആ റൂമെല്ലാം നിറയത്തക്ക രീതിയിൽ ഭക്ഷണം കൊണ്ടുവന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. കാരണം ദൈവം അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം. അതുപോലെ തന്നെ വിറകില്ലാതിരുന്ന സമയത്ത്, ഇത്രയും ദിവസം വിറകില്ലായിരുന്ന സമയത്ത് ആ വിറകുകൾ കൊണ്ടുതന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. അപ്പൊ അങ്ങനെ പല അത്ഭുതങ്ങൾ കണ്ട് വിശ്വാസം, കാര്യം ഞങ്ങളുടെ ബൈബിളിൽ ഏറ്റവും അധികം വിശ്വാസം പഠിപ്പിച്ച, വിശ്വാസത്തിൽ ജീവിക്കണം, വിശ്വാസത്തിൽ മുന്നേറണം, വിശ്വാസത്തിൽ പോകണം, ഇങ്ങനെ പലപ്പോഴും വിശ്വാസം ഇത് പഠിപ്പിച്ച് ആ വിശ്വാസം കാണാൻ ദൈവം പലപ്പോഴും അവസരങ്ങൾ നൽകി. അപ്പൊ അത് കഴിഞ്ഞു എന്റെ ഗ്രാജുവേഷന് മുമ്പ് ഒരു ദിവസം, അപ്പൊ പലരും പല സ്ഥലങ്ങളിൽ ഭയങ്കര ആത്മീയ തീയിൽ ഞാൻ ആരാധിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മാത്രം ഇതൊന്നും അറിയത്തില്ല. 3-ാം വർഷം ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ എന്റെ ഒരു ആത്മീയ രീതി വേറൊരു രീതിയാണ്. ഞാനൊരു സൈലന്റ് മോഡാണ്. എപ്പോഴും ഞാൻ ചർച്ചിനകത്ത് പോയാലും ഞാൻ എന്റേതായ രീതിയിൽ ഇരിക്കുന്നു. എനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കണം. അല്ലാതെ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഒത്തിരി ആരാധിക്കണമെന്നോ ഒത്തിരി ഭയങ്കര ബഹളം അതൊന്നും എനിക്ക് താല്പര്യം. എനിക്ക് എപ്പോഴും ഞാൻ ആരാധിക്കാൻ എവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ ഞാൻ സൈലന്റ് ആയിട്ട് ആരാധിച്ച് എന്റെ കണ്ണീർ കൂടെ ഇച്ചിരി കണ്ണീരൊഴുകുകയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഒരു അനുഭവം വേണം. കാര്യം ഞാൻ എന്നും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാല് 2-3 പേർ എവിടെ കൂടിയാലും അവരുടെ കർത്താവുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു, ആന്റി അവിടെ ഇരിക്കുന്നു, നമ്മളിപ്പോ പരസ്പരം കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആന്റിയുടെ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കിപ്പോ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഇതൊരു സ്ക്രീൻ ആയതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ എന്റെ അടുത്തൊരാൾ ഇരിക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റും. അദ്ദേഹത്തോട് ഇതൊക്കെ എന്റെ ഒരു വിശ്വാസം. ഇനി നാളെ ഒരു കാലത്തിന് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമായി പറയുന്നത്. ഞാൻ ഇന്നും അന്നും വിശ്വസിക്കുന്നത് നമ്മൾ ഏതൊരു ആരാധനയിൽ ചെന്നാലും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആരാധനയായിട്ട് എനിക്ക് അങ്ങോട്ട് കൂട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് സൈലന്റ് ആയിട്ട് പോയിരുന്നിരിക്കും. സൈലന്റ് ആയിട്ട് ചെന്നിരുന്നതിന് ശേഷം ഞാൻ സംസാരിക്കാനുള്ളത് സംസാരിക്കും, ഞാൻ എന്തെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ കേൾക്കും. എനിക്കൊന്ന് സാന്നിധ്യം അനുഭവിക്കണം. എനിക്ക് ഇത്രയേ ഉള്ളൂ. ഒന്ന് എനിക്ക് ആ ഒരു ഒന്ന് അനുഭവിക്കണം. നമ്മളുണ്ടല്ലോ കയ്യിലും ശരീരത്തൊക്കെ ആ ഒരു അനുഭവം ഉണ്ടാവുമല്ലോ. അത് ഞാൻ എവിടെ ഏത് സഭയിൽ പോയാലും ഇന്നും ഞാൻ അത് തേടും. ഏത് ചർച്ചിൽ പോയാലും ഞാനത് തേടും. എന്റെ ചർച്ചിലും ഞാനത് തേടും. കാരണം എനിക്കത് വേണം. അതില്ലെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ഞാൻ എത്രത്തോളം അന്യഭാഷ പറഞ്ഞെന്ന് ചിന്തിച്ചിട്ടല്ല ഞാൻ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ആരാധന കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. അന്ന് എനിക്ക് അത് ഒന്ന് കിട്ടിയില്ലെങ്കിൽ. അപ്പൊ അതെന്റെ ഒരു പ്രത്യേക ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു അനുഭവത്തിലാണ് ജീവിക്കുന്നത്. പ്രസംഗം പഠിക്കുന്നത് സ്വന്തമായിട്ടാണ്. കമ്പികളെ നോക്കി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രസംഗം പഠിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഗ്രാജുവേഷന്റെ സമയം ഞാൻ പല സ്ഥലങ്ങൾ പല ഗ്രൂപ്പുകളുണ്ട്. അവിടെ ഇങ്ങനെ ഗ്രൂപ്പായിട്ടിരുന്ന ആൾക്കാർ പ്രാർത്ഥിക്കും. ഒരു 21 സുവാസ പ്രാർത്ഥന. ഞാൻ 21 സുവാസമായിരുന്നു. 21 സുവാസം കഴിഞ്ഞിട്ട് 21-ാമത്തെ ദിവസം 20-ാമത്തെ ദിവസം രാത്രി ഞാൻ പിറ്റേന്ന് എല്ലാ 500 പേർക്കുള്ള കഞ്ഞി ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ 20-ാം ദിവസം രാത്രിയില് ഞാൻ മേളിൽ ടെറസിൽ കയറിയൊക്കെ അപ്പൊ പല ഗ്രൂപ്പുകൾ പല സ്ഥലം നിറഞ്ഞ ഭയങ്കരമായിട്ട് ആരാധിക്കുക. അവരൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി ആരാധിക്കുന്നു. അപ്പൊ ഞാൻ മാത്രം ഇങ്ങനെ വെറുതെ ഒന്നും ഇല്ലാത്തവനായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. ഞാൻ എന്നാ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഏതുണ്ട് ഇവരൊക്കെ നന്നായിട്ട് ആരാധിക്കുക, എനിക്ക് മാത്രം ഒന്നുമില്ല, ഞാൻ 20 ദിവസം വെറുതെ ഇരുന്നാണോ, എനിക്ക് മാത്രം ഒന്നുമില്ലെന്ന് ഈ ചോദിച്ചത് മാത്രമേ എനിക്കറിയത്തുള്ളൂ.
പെട്ടെന്ന് തന്നെ ആരോ എടുത്ത് ഒരു ഗ്രൂപ്പിൽ കൊണ്ടിരുത്തി. അവസാനം ഈ ഗ്രൂപ്പുകാരുടെ ആരാധനയിൽ അലങ്കോലമായി. ഞാൻ അവിടെ നിന്ന് ആകെ ചാടി തുള്ളി, എന്റെ മുട്ടെല്ലാം മുറിഞ്ഞ് ആകെ പ്രശ്നമായി. കുറെ രക്തവും ചാടി ഇങ്ങനെ ഒരു വല്ലാത്ത കണ്ടീഷനിലേക്ക് ദൈവം തന്നെ അന്ന് ഒറ്റ ചോദ്യം, ഈ ചോദിച്ചത് മാത്രം ചോദിച്ചു തീർന്ന് പിന്നെ ആമയും പോലും പറഞ്ഞത് എനിക്ക് സംശയമുണ്ട്. ആപ്പടെ ഇത്രയും ഞാൻ ചോദിച്ചുള്ളൂ, ഈ കർത്താവ് എനിക്ക് മാത്രമൊന്നുമില്ല, അത് ഇവരൊക്കെ മാത്രമേ ഉള്ളൂ. കാരണം ഗ്രാജുവേഷൻ ആവാൻ പോവാ, നമ്മളൊന്നും പ്രാപിക്കാതെ ഇറങ്ങിയാൽ ആ ഒരു ഇതുണ്ട്. അപ്പൊ അന്ന് ദൈവം എന്നെ ഒത്തിരി അഭിഷേകത്താൽ നിറച്ചു. അന്നും ഇന്നും പക്ഷെ ആ ഒരു അനുഭവം എനിക്ക് അറിയാമെങ്കിലും ഇന്നും ഞാൻ ആ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെന്റെ ജീവിതത്തിലെ വലിയൊരു വിഷയമാണ്. ഓക്കെ, ഞാൻ അത് കഴിഞ്ഞിട്ട് എന്റെ ചെറിയ അനുഭവങ്ങളിലേക്ക് ഞാൻ കടക്കാൻ പോവാം. ഒത്തിരി സമയം, ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓക്കെ 1-2 വിഷയങ്ങളോട് ഞാൻ പറഞ്ഞ് വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് ഞാൻ ദൈവവേലയ്ക്കായിട്ട് കടന്നു ചെന്നു. അവിടെ നിന്ന് ചില വർഷം, അതായത് ബൈബിൾ കോളേജിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനി ആൻഡമാനിലെ കാര്യങ്ങൾ ഒത്തിരി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നത് ഇവിടുത്തെ സാഹചര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് ഞാൻ മറ്റൊരു സ്ഥലത്ത് ഡൽഹിയിലേക്ക് പോകണം എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹം നോർത്ത് ഇന്ത്യ പോകണം. എങ്ങനെ നോർത്ത് ഇന്ത്യ പോകണം? കാര്യം നോർത്ത് ഇന്ത്യ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പൊ നോർത്ത് ഇന്ത്യ പ്രവർത്തിക്കണം, നോർത്ത് ഇന്ത്യയിൽ പോകണം, നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്യണം, ഇതൊക്കെ ആഗ്രഹം. കുറെ കാലം ആഫ്രിക്കയിൽ പോകണമെന്നായിരുന്നു. അപ്പൊ ആഫ്രിക്കയുടെ ഇതങ്ങ് മാറിയിട്ട് പിന്നെ നോർത്ത് ഇന്ത്യ ആയി. നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ പോകണമെന്നുള്ള ആഗ്രഹം വന്നു. കാര്യം എങ്ങനെയെങ്കിലും ഈ നമ്മുടെ മലയാള ഭാഷ വിട്ട് വേറെ എവിടെയെങ്കിലും പോകണം, ഇതാ എന്റെ ആഗ്രഹം. അല്ലാതെ ഇന്ന സ്ഥലമൊന്നുമില്ല. അപ്പൊ പാവപ്പെട്ട ആൾക്കാരോട് അത് ആഫ്രിക്കയിൽ, ഓക്കെ എന്നാ പിന്നെ ആഫ്രിക്കയിൽ പോക്കളെ, ആ ഒരു ഇതേ ഉള്ളൂ, അല്ല ദർശനമൊന്നും അല്ലായിരുന്നു. ഓക്കെ എന്ന് കഴിഞ്ഞപ്പോ അങ്ങനെ അവസാനം ഡൽഹിയിൽ പോകാനൊക്കെ ഞാൻ ഒരു തീരുമാനം എടുത്തു. അപ്പൊ അങ്ങനെ നിൽക്കുക. അപ്പൊ അങ്ങനെ ഇരുന്നിട്ട് പോകുന്നതിന്റെ അത് തിങ്കളാഴ്ച ഞാൻ പോകുന്നു. ഞായറാഴ്ച രാത്രി ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞു. അന്ന് രാത്രി ഞാൻ അവിടെ എത്തുമ്പോൾ ഒരു ദേവദാസൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പുറത്തേക്ക് വന്ന് അദ്ദേഹം വീട്ടിൽ പോകാൻ വേണ്ടി പുറത്തിറങ്ങിയത്. അപ്പൊ ഞാൻ ഓടി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഇതുപോലെ നാളെ മിഷണറി ആയിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക, പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അദ്ദേഹം എന്റെ മുഖത്തോട്ട് ഞാൻ നോക്കിത്തോണ്ട് ചിരിച്ചിട്ട് പറഞ്ഞു, നീ വെറലിലുണ്ടാവുന്ന വർഷങ്ങൾ മാത്രമേ ഡൽഹി കാണത്തുള്ളൂ, അത് കഴിഞ്ഞാല് നിന്നെ ഞാനൊരു ഐലൻഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അദ്ദേഹം പ്രവചനം പറയുവാന്നോ, കാര്യം ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുക, കാഷ്വൽ ടോക്കിലായി സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ നിന്നെ ഞാനൊരു ഐലൻഡിലേക്ക് കൊണ്ടുപോകും, ചെറിയ ചെറിയ ദ്വീപ് സമൂഹങ്ങളിലേക്ക് കൊണ്ടുപോകും, അവിടെ പോയിട്ട് നിന്നെ ഞാനൊരു പന്ത് പോലെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ഈ സാറ ചിരിച്ചതുപോലെ ഞാൻ ഒരു ചിരി അങ്ങ് വെച്ചു. കാര്യം അദ്ദേഹം ഇത്രയും പറഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥിച്ചല്ലോ എന്ന് പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ ഇതങ്ങ് പോയി. ഞാൻ അവിടെ നിന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കും, എടാ ഇത്രയും കാര്യമായിട്ട് വലിയൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോ ഇതെന്തോ ദ്വീപ് എന്ന് പറയുന്ന സംഭവം എന്തുവാ, അവിടെ പോയിട്ട് എന്തോ ചെയ്യാൻ ഒന്നും അറിയത്തില്ല. അപ്പൊ അതൊരു വലിയ ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ ഇരുന്നിട്ട് എന്തായാലും ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഡൽഹിയിൽ പോയി. ചില വർഷങ്ങൾക്ക് ശേഷം എനിക്ക് മടങ്ങി വരേണ്ടി വന്നു. അവിടെ 1-2 സംഭവങ്ങൾ ഉണ്ടായി. ഒരു വലിയൊരു വിഷയം ഞാൻ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മൾ ചിന്തിക്കുന്ന, അയ്യോ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇത് തിരിച്ചടിക്കുമോ, നമുക്കെന്തെങ്കിലും സംഭവിക്കും. ഞാനൊരു വലിയൊരു ഉദാഹരണം പറയാം. ഞാൻ ചിലടത്ത് പറഞ്ഞിട്ടുള്ളത്, ഒരിക്കൽ അവിടെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഈ പേപ്പട്ടി കടിച്ച ഒരാളിനെ മരിച്ചു പോകുന്നു പറഞ്ഞിട്ട് രാത്രിയിൽ അവിടെ കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹം ഹോസ്പിറ്റലെല്ലാം വിട്ടു. അന്ന് രാത്രി 12 മണിക്ക് അദ്ദേഹം മരിക്കുമെന്ന ഡോക്ടർ വിധി എഴുതി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇദ്ദേഹം രാത്രി 12 മണിക്ക് മരിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇദ്ദേഹത്തെ തിരിച്ചുകൊണ്ടേക്കും. അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ നേരെ കൊണ്ട് ചർച്ചിനകത്തോട്ട് കൊണ്ടുവന്നിട്ടു. അവിടെ ഒരു ചെറിയൊരു ഹാളുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തോട്ട് വെച്ചു. അപ്പൊ അതിനകത്തോട്ട് വെച്ചിട്ട് അവർ പറഞ്ഞു, അപ്പൊ അഥവാ മരിക്കുവാണെങ്കിലും എവിടെ മരിക്കുന്നത്, അപ്പൊ ചർച്ചിനകത്ത് മരിച്ച നമുക്ക് എന്ത് ചെയ്യാം, ചർച്ചിന് ഒരു ബ്ലെയിം ഉണ്ടാക്കാൻ പറ്റും. കാര്യം എല്ലാം ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അവര് അങ്ങനെ ഒരു ചിന്ത വന്നതുകൊണ്ട് അവരെന്ത് ചെയ്യുന്ന അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് അവർ പറഞ്ഞു, എന്തായാലും ചർച്ചിൽ കൊണ്ട് ഇതിനെ പതിയെ അങ്ങ് കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുന്ന ഒരു ചർച്ചിന്റെ കയറ്റി കൊണ്ട് വെച്ചിട്ട് അങ്ങ് പോയി. അന്ന് രാത്രിയില് ഈ പേപ്പട്ടി കടിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരണവെപ്രാളം നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള ഒരു വിഷയം. അപ്പൊ ഈ നോർമലായിട്ട് അന്ന് ഒന്നുകിൽ കെട്ടിയിടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിനകത്ത് വെക്കണം, കൂട്ടിനകത്ത് എന്തെങ്കിലും വെക്കണം. ഇതൊന്നും ഇല്ലാതെ തുറന്നു കൊണ്ടുവന്ന് ഇങ്ങനെ പെട്ടെന്ന് കൊണ്ട് ഒരിടത്തോണ്ട് വെച്ചേക്കുക. അപ്പൊ അങ്ങനെ വന്നു. പെട്ടെന്ന് തന്നെ കൊണ്ട് ഇങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുന്നു. ഞങ്ങൾ പോയി പെട്ടെന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ റെഡിയാവുന്നു. അദ്ദേഹത്തെ വെറുതെ കാട്ടെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നമ്മുടെ നാട്ടിൽ. അവിടെ ഈ ബമ്പൂലൊക്കെ കെട്ടിയിട്ട് കുറെ കയറൊക്കെ ഈ ഉത്തർപ്രദേശിലൊക്കെ ഉള്ള സാധനം, അതുപോലെ ഇങ്ങനെ പുറത്തിട്ടേക്കുന്ന സംഭവം, അതിൽ കൊണ്ടങ്ങ് കിടത്തിക്കുക. അപ്പൊ ഇദ്ദേഹം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്ത് ഇദ്ദേഹം ഭയങ്കരമായിട്ട് അങ്ങ് വയലന്റ് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ നോർമൽ ആവും, പിന്നെ വയലന്റ് ആവും, പിന്നെ നോർമൽ ആവും. ഇത് അദ്ദേഹത്തിന്റെ ഒരു വിഷയം. അപ്പോ വയലന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അടുത്തു പോകാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് വയലന്റ് ആവുക. അങ്ങനെ ഈ വയലന്റ് ആവുമ്പോൾ നമുക്ക് അടുത്ത് പോയേ പറ്റത്തുള്ളൂ, ഇദ്ദേഹത്തെ പിടിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ അവിടെ കിടന്ന് മണലൊക്കെ വാരി തിന്നുക, മണലിലെല്ലാം ഇങ്ങനെ വല്ല. അപ്പോ ദൈവകൃപയാൽ അന്ന്
ഞാൻ ഇദ്ദേഹത്തെ കയറി കെട്ടി അങ്ങ് പിടിച്ചു. അപ്പൊ എനിക്ക് അന്ന് നമുക്ക് തലയിൽ കൂടെ ഇതൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധി വരുന്നില്ല, എടാ ഇങ്ങനെ ഒരു മനുഷ്യനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അത് നാളെ പ്രശ്നത്തിലേക്ക് മാറുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവിശ്വാസമൊന്നും മനസ്സിൽ എന്തായാലും വന്നില്ല. അങ്ങനെ ഒരു വിഷയവും വന്നില്ല. എന്തായാലും പെട്ടെന്ന് ഇദ്ദേഹത്തെ കയറി ഇങ്ങനെ കെട്ടി അങ്ങ് പിടിച്ചു. രാത്രി എത്ര മണിയെന്ന് ചോദിച്ചാൽ നമ്മളൊരു 8 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. രാത്രി ഏകദേശം 11:30 വരെ, 8 മണി വരെ ഒരു കുടുംബവും കൂടെ എന്റെ കൂട്ടത്തുണ്ട്. അപ്പൊ അതൊരു ഹിന്ദിക്കാരായിട്ടുള്ള കുടുംബം. അപ്പൊ രാത്രി 8:30 മുതൽ രാവിലെ 11:30 വരെ ഇദ്ദേഹം പലപ്പോഴും വയലന്റ് ആകുമ്പോൾ ഞാൻ ചാടി ഇദ്ദേഹത്തെ കെട്ടി അങ്ങ് പിടിക്കും. ചിലപ്പം കട്ടിൽ ഇദ്ദേഹത്തിന്റെ പുറത്തുകൂടെ അങ്ങ് കിടക്കും. ഇദ്ദേഹത്തിന്റെ ദേഹം മൊത്തം തുപ്പും. അതായത് ഇങ്ങനെ കെട്ടിയിടുന്ന സമയം, ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഇവിടെ കാഴ്ചക്കുന്നത് ഇദ്ദേഹത്തിന്റെ പുറം മൊത്തം മാന്തി പൊളിക്കും. എന്റെ ദേഹം മൊത്തം മാന്തി നഖമെല്ലാം കൊണ്ട് ഇങ്ങനെ മാന്തി പൊളിച്ച് അതിലൂടെ തുപ്പല് വീണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഈ ഇത് കഴിഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സും, ഈ അത് ഡോക്ടേഴ്സാലും പറയുന്ന അടുത്തൊരു 3 മാസം ഈ വ്യക്തി പിന്നെ, അതായത് ആരാണോ പിടിച്ചത് അദ്ദേഹം പിന്നെ ജീവനോട് ഇരിക്കത്തില്ല. പക്ഷേ സ്വർഗത്തിൽ ദൈവത്തിന്റെ ഒരു പദ്ധതി ചിന്തിച്ചോണം. അത് ഞാൻ ഈ വിഷയം ആദ്യം ഒന്ന് പറഞ്ഞു തീരട്ടെ, എന്ന് വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് വരാം. ഞാൻ ഒരു വിഷയം, ഞാൻ ഇന്നും എന്റെ ദൈവത്തെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കാനുള്ള ചില കാര്യങ്ങളിലൂടെ ഉണ്ട്. അതിലൊന്നാമത്തെ ഒരു കാരണം ഞാൻ പറയാം. അന്ന് ഇദ്ദേഹം ഒരു രാത്രി 12 മണിയായപ്പോ, 12 മണിക്ക് ഡോക്ടർ 12 മണി കഴിഞ്ഞാൽ ഇദ്ദേഹം ജീവനില്ലെന്ന് പറഞ്ഞു. പക്ഷെ 12 മണി വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇദ്ദേഹം നോർമൽ ആകുമ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ഇദ്ദേഹം വയലന്റ് ആകുമ്പോൾ കയറി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും, കെട്ടിപ്പിടിച്ചിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ഇദ്ദേഹം കടിക്കുന്നു, പട്ടിയെ പോലെ കടിക്കുന്നു, പട്ടിയെ പോലെ എന്റെ ദേഹം മാന്തി പൊളിക്കുന്നു, വല്ലാത്തൊരു സംഭവത്തിലേക്ക്. പക്ഷേ അന്ന് രാത്രിയില് 12 മണിയായപ്പോ ഇദ്ദേഹം ചർച്ചിനകത്ത് കയറിയിട്ട് അവിടെ ഒരു പുതിയ നിയമം ഇങ്ങനെ വച്ചിരിക്കുന്നു. അതിലേക്ക് കമന്ന് വീണിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, യേശു എന്നെ വിടുവിച്ചെന്ന്. ഞാനപ്പോ ചിന്തിച്ചൊരു കാര്യമുണ്ട്, എന്റെ കർത്താവ്, ഇതുവരെ യേശു എന്ന് കേൾക്കാൻ പറ്റാത്ത ഒരുത്തൻ, ഇതുവരെ ഇത്രയും നേരം വയലന്റ് ആയിരുന്ന ഒരുത്തന് യേശു വിടുവിച്ചെന്ന് പറയാൻ വേണ്ടി യേശുവിന്റെ വാക്ക് കൊടുത്തൊരു ദൈവം അതാരാ? അതൊരു അത് ജീവിക്കുന്ന ദൈവത്തിനല്ല. അല്ല വേറെ ആർക്കെങ്കിലും പറ്റുമോ? 10 മിനിറ്റ് കൊണ്ട്, അതായത് 11:45 അദ്ദേഹം വയലന്റ് ആവുന്നത് നിർത്തി. അടുത്ത് 15 മിനിറ്റ് സൈലന്റ് ആയിട്ട് കിടക്കാം. ഞങ്ങൾ ഇങ്ങനെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ 11:15 കറക്റ്റ് 12 മണിയായപ്പോൾ അദ്ദേഹം ചാടി എണീറ്റ്. അപ്പൊ നമ്മൾ വീണ്ടും വയലന്റ് ആകാൻ പോവുക. പക്ഷെ അദ്ദേഹം നോർമലായിട്ട് കൂളായിട്ട് നടന്നു പോകുന്നു. അപ്പൊ ഞങ്ങൾ ബാക്കിൽ നിന്ന് വന്ന് പെട്ടെന്ന് ഇങ്ങനെ കമന്ന് വീഴുന്നു. പുതിയ നിയമത്തിന്റെ പുറത്തൂടെ പെട്ടെന്ന് കമന്ന് വീഴുന്നു. എന്നിട്ട് പറഞ്ഞു, യേശു എന്നെ രക്ഷിച്ചു, യേശു എന്നെ രക്ഷിച്ചെന്ന് ഇങ്ങനെ നടന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരും. കാര്യം ആ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. കാര്യം ഞാനപ്പോ ചിന്തിച്ചു, അദ്ദേഹം സുഖമായി നാരങ്ങവെള്ളമൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് പിറ്റേന്ന് രാവിലെ ജഡം എടുക്കാൻ വന്നവരുടെ മുമ്പ് നാരങ്ങവെള്ളം കുടിച്ചിട്ട് വീട്ടിലോട്ട് പോകുന്നത്. അത് വേറെ ഒരു വിഷയം. പക്ഷെ ഞാൻ എന്റെ വിഷയം, അത് അദ്ദേഹം രക്ഷപ്പെട്ടു, ഒക്കെ ദൈവം അത്ഭുതം ചെയ്തു, ദൈവം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു, അത് വേറെ വിഷയം. പക്ഷെ ഞാൻ എന്നെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്റെ കൂട്ടത്തിൽ നിന്ന് ഇത്രയും പേരുടെ ശരീരത്തിലെല്ലാം തുപ്പല് വീണു. എല്ലാവരുടെ ശരീരം, പെൺകുട്ടികളുടെ ശരീരത്തെ വരെ മാന്തി പൊളിച്ചു. പക്ഷെ ഇന്നും ദൈവം ജീവിക്കുന്നു. 3 മാസമല്ല, ഇന്നിതിപ്പോ ഏകദേശം ഒരു 20 വർഷത്തിന് മേലായി ഇതുപോലെ ജീവനോടിരിക്കുക. അല്ലെങ്കിൽ ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തിൽ എന്നത് തമ്പുരാന്റെ വചനമെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് അനുഭവമാണ്, ഇതൊരു വലിയൊരു വിഷയമാണ്. കാരണം ഇന്നും ഇങ്ങനെ ജീവനോടെ ഇരിക്കുവാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സിംറ്റം പോലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാതെ ദൈവം സൂക്ഷിക്കുക. അതുകൊണ്ട് ഞാൻ പല ദൈവദാസന്മാരോടും ഇന്ന് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ദൈവിക കാര്യങ്ങളിൽ സംശയിക്കല്ലേ. അതിന് എന്ത് രോഗം എന്നാകട്ടെ, എന്ത് പ്രശ്നം എന്നാകട്ടെ, ഏത് രീതിയിലുള്ള വിഷയം എന്നാകട്ടെ, സംശയിക്കരുത്. സംശയിക്കാതെ വിശ്വാസത്തോടുകൂടെ ദൈവത്തിന് വേണ്ടി നിന്നാട്ടെ, ദൈവം അത്ഭുതം ചെയ്യും. ഒന്നും തിരിച്ചടിക്കത്തില്ല, ഒരു ബാധയും കൂടാരത്തിൽ അടുക്കത്തില്ല. ആ ഒരു വിശ്വാസവും വിശുദ്ധിയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യാനായിട്ടിടയാണ്. ഒന്ന്. രണ്ടാമതൊരു വിഷയത്തിലേക്ക് ഞാൻ പോവാം. ഓക്കെ, ഞാൻ തിരിച്ച് എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആയി, ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ആ വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ വീണ്ടും തിരിച്ചു പോകാനൊക്കെ അങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോൾ എൻ്റെ പിതാവിന് പെട്ടെന്ന് പാരലൈസ് ആയി. ഏകദേശം 2 വർഷം വരെ പിതാവ് ജീവിച്ചു. അതിനുശേഷം പിതാവ് ലോകത്തോട് മാറ്റപ്പെടുവാനായിട്ടുണ്ട്. അപ്പൊ പിതാവ് ജനുവരിയിൽ മരിക്കുന്നു. മാർച്ചില് ഞാൻ എൻ്റെ മനസ്സിൽ വരുന്നു. ഇതാ എൻ്റെ അപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഒറ്റ മാസത്തിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു സമയത്തിനകത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ വരുവാനുള്ള ഒരു അവസരം ലഭിച്ചു. അതായത് എൻ്റെ ഒരു അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ, അദ്ദേഹം പണ്ട് നാട്ടിൽ വരുന്നത്, ഞാൻ രക്ഷിക്കപ്പെടുന്നതിനെ പറ്റി പിതാവ് ഇങ്ങനെ പറയും, ഇവനെ കൂടെ ഒന്ന് ആൻഡമാനിൽ കൊണ്ടുപോകണം വല്ല പാസ്റ്ററായിട്ടൊക്കെ. അപ്പൊ ഞാൻ ദേഷ്യത്തിൽ ഇറങ്ങി അങ്ങ് പോകും, ഇത് കേൾക്കുമ്പോൾ. അപ്പൊ വല്ലപ്പോഴും അങ്കിളൊക്കെ വരുന്നത്. അപ്പൊ പെട്ടെന്ന് ഞാൻ അങ്ങ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം, ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി അങ്ങ് പോകുമായിരുന്നു. ഞാൻ അത്രത്തോളം അങ്ങോട്ട് ചെവി കൊടുക്കത്തില്ല. പക്ഷേ
ഈ വിഷയം ഇങ്ങനെ സംസാരിച്ച് അതിങ്ങനെ ആൻഡമാന്റെ ഒരു വിഷയം ഇങ്ങനെ അവർ പറയുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഈ അങ്കിള് തന്നെ പെട്ടെന്ന് ആന്റിയെ പറഞ്ഞു വിടുന്നു. അതായത് ആന്റിക്ക് അറിയത്തില്ല ഞാൻ അവിടെ ഉണ്ടെന്നുള്ളത്. ആരാണ്ട് ഒരു ഹിന്ദി പാസ്റ്റർ വേണമായിരുന്നു. ഇവിടെ ചർച്ച ഒന്നും ഇല്ലായിരുന്നു, വേറെ വിശ്വാസികൾ അങ്ങനെ ആരും ഇല്ലായിരുന്നു. പക്ഷെ അവർക്ക് ഹിന്ദി അറിയാന്നുള്ള ഒരാളിനെ വേണമായിരുന്നു. ഇവിടെ ഒരു സ്കൂൾ, ചെറിയൊരു സ്കൂളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അപ്പോൾ ഒരു ഹിന്ദി അറിയാന്നുള്ള ഒരാളിനെ വേണമായിരുന്നു. അങ്ങനെ അവിടെ ഒന്ന് അന്വേഷിച്ചു. അങ്ങനെ അപ്പൊ ഞങ്ങളെ പാസ്റ്റർ പറഞ്ഞു ഇതുപോലെ ഒരാളുണ്ട്, ഡൽഹിയിൽ നിന്ന് വന്നതാണ്, പക്ഷെ ഇവിടെ ഇപ്പം ജോലിയൊക്കെ ചെയ്ത് നടപ്പുണ്ട്. കാരണം ഞാനന്ന് ഒരു 3 വർഷം ഞാൻ ജോലിക്ക് ഇറങ്ങിയായിരുന്നു. ഒരുപാട് ജോലികൾ ചെയ്തു, മേസ്തിരി പണിയാവട്ടെ, പല പല പണികളും ചെയ്തു. അപ്പൊ അതിനു വേണ്ടിയൊക്കെ ഇറങ്ങിയത് കൊണ്ട് അതിന്റെ ഇടയിൽ കൂടെ ആരാധനയും നടത്തും. ഞായറാഴ്ച വേറൊരു സ്ഥലത്ത് ഒരു ചെറിയ പുതിയൊരു പ്രവർത്തനം തുടങ്ങി, അവിടെ ആരാധനയും നടത്തുന്നുണ്ട്. പക്ഷെ വീട്ടു ചെലവ് നടക്കാൻ വേണ്ടി ജോലിയും ചെയ്തു. അങ്ങനെ ഒരു രീതിയിലാണ് നാട്ടിൽ നിന്നത്. അപ്പൊ 3 വർഷം കഴിഞ്ഞു, ഗ്യാപ്പായി. അപ്പൊ പിന്നെ ശുശ്രൂഷയ്ക്ക് പോകണ്ടേ, കാര്യം ഇനി ഒരു ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റത്തില്ല. അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ അമ്മയെ നോക്കണം, വേറെ മക്കളാരും ഇല്ല, ഒരാളെ ഏൽപ്പിച്ചിട്ട്. അപ്പൊ വേറെ ഇടത്തും പോകത്തില്ല. ശരി, ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഒരു സഭയൊക്കെ തുടങ്ങി അങ്ങനെ അങ്ങ് ജീവിക്കുക. അതും വളരെ വളരെ ഇച്ചിരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയ ഒരു ചർച്ച തുടങ്ങി. അപ്പൊ അതും ചെറുതായിട്ടൊന്ന് വളർന്നു തുടങ്ങി. അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അവിടെ ഓക്കെ, ഇനി നമ്മുടെ ജീവിതം സെറ്റിലായെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഈ ഒരു വിഷയം വരുന്നത്. അപ്പൊ ആന്റിയോട് ഞാൻ പറഞ്ഞു, ആന്റി എനിക്ക് വരാൻ പറ്റത്തില്ല. ആ ആന്റി വന്ന് എന്നെ കാണുന്നു. പറഞ്ഞില്ല, അങ്കിൾ ഇതുവരെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ആന്റി, എനിക്ക് വരാൻ പറ്റുന്ന കാര്യം ഇപ്പൊ എന്റെ സാധ്യത പപ്പ മരിച്ചിട്ട് ഇപ്പൊ 1 മാസം പോലും ആകുന്നില്ല എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ദൈവത്തിന്റെ ഒരു പദ്ധതി നോക്കണം. ഞാൻ എന്റെ വൈഫായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. അവള് പറയുന്നുണ്ട് നമുക്ക് ആൻഡമാനിലേക്ക് വരാം. ഞാൻ പറയുന്നത് ഇപ്പം പറ്റത്തില്ല, കാരണം എന്ന് പറഞ്ഞാല് അവസ്ഥ ഇതാ. അപ്പോ അങ്ങനെ ഇരുന്നപ്പോ ഇപ്പൊ മാന്യമായിട്ട് ജോലിയുണ്ട്, 1000 രൂപയ്ക്ക് അധികം ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ദൈവവേലയ്ക്കുള്ള ഒരാള്, ഞാനത് പറയുന്നോണ്ട് എന്നെ ആരും തെറ്റിദ്ധരിക്കരുത്, പക്ഷെ ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഒരാള് മറ്റെന്ത് ജോലി ചെയ്താലും രക്ഷപ്പെടത്തില്ല. അത് സത്യമാണ്. അതിന് എന്ത് സംഭവിച്ചു, ഇതിന് പട്ടിണിക്ക് കിടന്നാലും ഒരു സന്തോഷമുണ്ട്. ഇതിനകത്ത് പട്ടിണിക്ക് കിടന്നാൽ പോലും അതിന്റെ പിന്നിൽ ഒരു സന്തോഷമുണ്ട്. ആ പട്ടിണിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകത്തില്ല. പക്ഷെ ആ സമയത്ത്, അതായത് നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിട്ട് മറ്റൊരു രീതിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇനി ലക്ഷങ്ങൾ കയ്യിലിരുന്നെന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാകത്തില്ല. ബാക്കി എല്ലാം കാണും, പക്ഷെ സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം ജീവിതത്തിൽ കാണത്തില്ല. ഇത് അനുഭവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് പറയും, ഇത് അനുഭവിച്ചതുകൊണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ദൈവവിളിയോ ദൈവവേലയ്ക്കുള്ള എന്തെങ്കിലും അങ്ങനെ ഒരു ദൈവികമാകുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ. ദൈവം നടത്തും, ഒന്നും ചിന്തിക്കേണ്ട. എങ്ങനെ മുമ്പോട്ട് പോകുന്നോ, എങ്ങനെ എന്ത് ചെയ്യുന്നു, ഒന്നും ചിന്തിക്കേണ്ട. ഇറങ്ങി പുറപ്പെട്ടാട്ടെ. നടത്തുന്ന, കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അതെന്റെ ജീവിതത്തിന്റെ ഒരു അനുഭവമാണ്. അത് കഴിഞ്ഞു. ഞാൻ ആൻഡമാൻസിൽ വരുമ്പോൾ ആൻഡമാൻ എന്തൊന്നും എനിക്കറിയത്തില്ല. പെട്ടെന്ന് ഒരു ദിവസം പ്രഭാതത്തിൽ അങ്കിൾ എന്നെ ഫോൺ ചെയ്യുന്നു, എവിടെ നിനക്ക് ടിക്കറ്റ് എടുക്കുക? ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ ഞാന് ശരി എടുത്തോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ ആൻഡമാനിൽ വരണമെങ്കിൽ ഒന്നുകിൽ ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ്, ഇങ്ങനെയുള്ള ഹൈദരാബാദിന് ഫ്ലൈറ്റ് ഇല്ല. മറ്റു സ്ഥലങ്ങൾ കൽക്കട്ട, ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ ഡയറക്റ്റ് ഇവിടെ ഫ്ലൈറ്റ് ഉള്ളൂ. ബാംഗ്ലൂര്, ചെന്നൈ, കൽക്കട്ട ഡയറക്റ്റ് ഫ്ലൈറ്റ്. അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഷിപ്പും കൂടെ ഉണ്ട്. ഇപ്പൊ കൊച്ചിയിൽ നിന്നൊന്നും ഇല്ല. ബാക്കി സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് കണക്റ്റഡ് മാത്രമേ എടുത്ത് പോകാനൊക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ആവുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ മാർച്ച് 9-ാം തീയതി ആയപ്പോൾ ഞാൻ ആൻഡമാനിൽ കാലുകുത്തുന്നത് അതിന്റെ ഒരു അവസ്ഥ. അപ്പൊ ആൻഡമാനിൽ ഞാൻ വന്ന ഉടനെ കൊള്ളാം, നല്ല സ്ഥലം, ഫ്ലൈറ്റ് ഒക്കെ ഇറങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല സിറ്റിയാണ്, ഒത്തിരി ആൾക്കാരുണ്ട്. അന്ന് കാറുണ്ട്, വാഹനമുണ്ട്, വാഹനങ്ങൾ കാണുന്നു, എല്ലാം ഓക്കെ. അപ്പം ആൻഡമാൻ കടത്തി കാണുമ്പോൾ ചെറുതേ ഉള്ളൂ, പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഒത്തിരി ആൾക്കാർ കാണുന്നു, എല്ലാം സന്തോഷമാണ്. പക്ഷെ എല്ലാം സന്തോഷമായിട്ട് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പിറ്റേന്ന് രാവിലെ പറഞ്ഞു ഇനി നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്ഥലത്ത് പോകണം. അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടാസ്ക് ആയിരുന്നു. കാര്യം 310 കിലോമീറ്റർ ദൂരം, 12 മണിക്കൂറത്തെ യാത്ര. അപ്പൊ 310 കിലോമീറ്റർ ദൂരം, 12 മണിക്കൂർ എന്തെന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ ഒത്തിരി ആദിവാസി സമൂഹങ്ങൾ ജീവിതമുണ്ട്. ഇവിടെ കൂടുതൽ ആദിവാസികളാണ്. അപ്പൊ ആദിവാസി സമൂഹങ്ങൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ചില സ്ഥലങ്ങളിൽ അവർ ഇത്തിരി ഉപദ്രവിക്കുന്നവരായിരുന്നു അന്ന് കാലത്ത്. ഇന്നും ഉപദ്രവിക്കുന്ന ആദിവാസികൾ ആൻഡമാൻസിലുണ്ട്. പല സ്ഥലങ്ങളിലും നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. പല സമയത്ത് പെർമിഷൻ ചോദിച്ചാൽ പോലും വിടാത്ത സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല എന്ന് എഴുതുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വരുന്ന വഴിയിൽ തന്നെ വണ്ടി നിർത്താനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പാടില്ല. ചില സ്ഥലങ്ങളിൽ പോലീസ് കൂടെ ഇത്ര ഒരു 2-3 സമയമുണ്ട്. ഇപ്പൊ രാവിലെ 6 മണി, അത് കഴിഞ്ഞ് 9 മണി, അത് കഴിഞ്ഞ് 12 മണി, അത് കഴിഞ്ഞ് 3 മണി. 3 മണിയോടുകൂടെ ഗേറ്റ് അടയ്ക്കും. അത് കഴിഞ്ഞ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാനോ വരാനോ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് മാത്രമേ വണ്ടി വിടത്തുള്ളൂ. അപ്പൊ രാവിലെ 4 മണിക്ക് കയറുന്ന നമ്മൾ 6 മണി, ഏകദേശം 5 മണിയോട് അടുപ്പിച്ച് ഈ സ്ഥലത്തെത്തുന്നു. അവിടെ 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 6 മണിയാകുമ്പോൾ പോലീസ് സന്നാഹത്തോടുകൂടെ നമ്മൾ ഒരു 45 കിലോമീറ്റർ ദൂരം ഇങ്ങനെ പോകുന്നു.
പ്രത്യേക അനൗൺസ്മെന്റ് തരും, ഇവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല, ഇവിടെ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, അവരെ കണ്ടു കഴിഞ്ഞാൽ ഗ്ലാസ് എല്ലാം ഇട്ടോണം, ഇങ്ങനെയൊക്കെ. ഇപ്പൊ അവർ ഇച്ചിരി മിങ്കിളായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും അവിടെ ഇന്നും സ്ഥിതി അതാണ്, സ്ഥിതി അതൊക്കെ തന്നെയാണ്. അപ്പൊ 45 കിലോമീറ്റർ ദൂരം 1.5 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാകത്തുള്ളൂ. അപ്പൊ ഈ 1.5 മണിക്കൂർ യാത്ര ചെയ്തൊക്കെ വരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജങ്കാറാണ് അടുത്തൊരു ഐലൻഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അപ്പൊ ജങ്കാറിൽ കയറുന്നു, പിന്നെ വനം, പിന്നെ കുറെ ദൂരം വനം മാത്രം. അടുത്ത് പിന്നെ വേറൊരു ഐലൻഡിൽ പോകുന്നു. ഇതിനിടയിൽ 1-2 വീടുകൾ അവിടെ ഇവിടെയൊക്കെ കുടിലുകൾ കാണുന്നു. വീണ്ടും നമ്മൾ അടുത്തൊരു ഐലൻഡിലേക്ക് വീണ്ടും ജങ്കാറിൽ പ്രവേശിക്കുന്നു. ഇപ്പൊ അവിടെ പാലമായി, ജങ്കാറിൽ വീണ്ടും പ്രവേശിച്ചു. അങ്ങനെ വീണ്ടും ഞങ്ങൾ വളരെ മോശമായ റോഡ്, ഗവൺമെന്റ് ബസ് തുള്ളിച്ചാടി ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 5:30 മണിയായി. രാവിലെ 4:15 കയറി ഞങ്ങള് തിരിച്ചിവിടെ ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തി കഴിഞ്ഞപ്പോൾ ഒരു 5:30 മണിയായി. ഇന്ന് ഇവിടെ ഇത്തിരി വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അന്ന് വാഹനങ്ങളോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമായിരുന്നു ഇവിടെ 15 വർഷങ്ങൾക്ക് മുമ്പ്. ഇത് പ്രാർത്ഥിച്ചു വന്ന മാറ്റമാണ്, പ്രാർത്ഥനയുടെ വന്ന മാറ്റങ്ങൾ. അപ്പൊ നമ്മളൊരു സ്ഥലത്ത്, അത് ഞാൻ ഒരു വാക്ക് പറയാം, നമ്മളൊരു സ്ഥലത്ത് വന്നിട്ട് ഒരു ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, അവിടെ നിന്ന് അയ്യോ ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു പോകും. പക്ഷെ ഞങ്ങൾ നേരെ തിരിച്ചാ ചെയ്തത്. ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് 2-3 ആട്ടയുണ്ട്. ഇന്ന് 700-ലധികം ആട്ടയുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് വാഹനങ്ങൾ വളരെ കുറച്ച് വാഹനങ്ങൾ, ബസ്സൊക്കെ 1-2 ഉള്ളൂ. പക്ഷെ ഇന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കാണത്തില്ല. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വണ്ടിയിടാൻ സ്ഥലമില്ലാത്ത രീതികളിൽ വാഹനങ്ങളാണ്. അത്രയ്ക്ക് ബസ്, അത്രയ്ക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രാർത്ഥനയുടെ ഒരു വലിയ ശക്തിയുണ്ട്. കാരണം അന്ന് മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ച കർത്താവേ, ഇവിടെ ഫെസിലിറ്റീസുകൾ പറഞ്ഞു, ഇവിടെ ഒരു മെഡിക്കൽ ഉണ്ട്. പക്ഷെ ഇന്നും നമ്മുടെ കൈയൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ ഒന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പിന്നെ തമ്പുരാനെ അസുഖങ്ങളൊന്നും ഉണ്ടാവരുത്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ കൈയും കാലും ഒന്നും ഓടിയരുത്. കാര്യം ഞാൻ ഒടിഞ്ഞവരെ കൊണ്ടുപോയിട്ടുണ്ട് മെഡിക്കലിൽ. അപ്പൊ ഈ ഒടിഞ്ഞവർ അഥവാ നമ്മൾ കയ്യോ കാലൊക്കെ ഒടിഞ്ഞിട്ട് ഇങ്ങനെ മെഡിക്കലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ചുമ്മാ ഒന്ന് കെട്ടി അങ്ങ് വിടും. കഴുത്തി കൂടെ കെട്ടിയിട്ട് എന്നിട്ട് പറയും വെറുതെ അവിടെ മിണ്ടാതിരുന്നോണം, അടുത്ത ഷിപ്പ് വരുന്ന സമയം, ചിലപ്പോൾ അത് 2 ദിവസം 3 ദിവസം ആവും. അപ്പൊ ആ ഷിപ്പ് വരുന്ന സമയത്ത് അതിലോട്ട് കയറ്റിയിട്ട് ഈ പോർട്ട് പ്ലെയറിൽ 12 മണിക്കൂർ, ഷിപ്പിലായാലും 10 മണിക്കൂർ യാത്രയുണ്ട്. അപ്പൊ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് അവിടുത്തെ മെഡിക്കലിൽ കൊണ്ടെത്തിക്കണം. അതായത് പോർട്ട് പ്ലെയറിലെ മെഡിക്കലിൽ കൊണ്ടുചെന്നാൽ മാത്രമേ ട്രീറ്റ്മെന്റ് തുടങ്ങത്തുള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം ഇവിടുത്തെ സാഹചര്യം എന്താണെന്ന്. ഗർഭിണികളായിട്ടുള്ളവർക്ക് ഒത്തിരി പേര് മരിക്കുന്ന, ഒത്തിരി പേര് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗർഭിണിയായിട്ട് ഇപ്പോൾ ഭയങ്കര സീരിയസ് കണ്ടീഷനൊക്കെ ആയി കഴിഞ്ഞാൽ വേറെ മാർഗങ്ങളൊന്നുമില്ല. അല്ല പിന്നെ ഹെലിയിൽ കൊണ്ടുപോകണം, അതും അവർ ഗവൺമെന്റ് പെർമിഷൻ വേണം. പിന്നെ അല്ലെങ്കിൽ ഹെലിയുടെ പെർമിഷൻ മെഡിക്കലിൽ നിന്ന് കിട്ടണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുപോകാം. അപ്പൊ ഇവിടെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊന്നുമില്ല, സ്കാനിങ്ങോ മറ്റേ എന്തോ ആന്റി, ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകാം. അതിന് ഒത്തിരി എക്സ്പെൻസാണ്. അപ്പൊ അതൊക്കെ നമ്മൾ എഫേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പോകും. അപ്പൊ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവെ അസുഖങ്ങളൊന്നും ഉണ്ടാവരുത്, ഈ കൈയും കാലിലൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് എന്താ. പക്ഷെ ഈ ഇടയ്ക്ക് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ദൈവം മുറിയാനോ ഓടിയാനോ ഒന്നും അങ്ങനെ ഒരു അവസ്ഥ വന്നില്ല. കാരണം ദൈവ പ്രാർത്ഥന കേട്ടു. കാരണം വളരെ ബുദ്ധിമുട്ടാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പൊ ദൈവം പ്രാർത്ഥിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കോളേജില്ല, ഇവിടെ പിള്ളേർ 12th കഴിഞ്ഞ് കഴിഞ്ഞാൽ, +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കണമെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ, അപ്പൊ ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം വന്നപ്പോഴും ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ഈ പാക്ക് ചവയ്ക്കുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ അവർക്ക് കോമൺ ആണ് ഇവിടുത്തെ ആൾക്കാർക്ക്. ഞാനൊരു ചെറിയ വിഷയം പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ചർച്ച്, അപ്പൊ സ്കൂളൊക്കെ വിട്ടു, അത് കഴിഞ്ഞ് ചർച്ച് തുടങ്ങി. ചർച്ച് ആരംഭിക്കുന്ന സമയത്തിന് ഞാൻ ചില ഐലൻഡുകളിൽ പോയി, ചില സ്ഥലങ്ങളിൽ പോയി. അപ്പൊ ഇവിടുത്തെ ഒരു ചെറിയൊരു കൾച്ചർ ഞാൻ പറയാം. ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു അപ്പച്ചനും അമ്മച്ചിയും കൂടെ എന്നോട് വളരെ പ്രൗഡായിട്ട് പറഞ്ഞൊരു കാര്യം പറയാം. 3 വയസ്സായില്ലെന്നോ, എനിക്കൊന്നും ഒരു 2-2.5 വയസ്സിനകത്തുള്ള ഒരു പെങ്കൊച്ച്, അവളെ കുറിച്ച് എന്നോട് പറഞ്ഞൊരു കഥയാ. പാസ്റ്റർക്ക് ഒരു കാര്യം അറിയാം, അത് ബംഗാളിയായിട്ടുള്ള ഞാൻ ഒരു വീട്ടിൽ. അപ്പൊ ഞാൻ അവിടെ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പറയാം പാസ്റ്റർക്ക് ഒരു കാര്യം അറിയാം. ഞാൻ പറഞ്ഞു എന്തുവാ? അപ്പൊ അവർ ഈ വരുന്ന എല്ലാവർക്കും ഈ പാക്ക് കൊടുക്കും, ഇവിടെ ഈ ചവയ്ക്കാൻ വേണ്ടി വെറ്റിലയും പാക്ക്. നമ്മളെ പണ്ട് നാളത്ത് ഇങ്ങനെ വീട്ടിൽ വെച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷെ അവർ പറയാ ഇവിടെ ജർദ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്, അത് ഭയങ്കര ക്യാൻസറിന്റെ ഭയങ്കര ഒരു സംഭവം. അപ്പൊ ഇവർ എന്നോട് പറയുന്നത് പാസ്റ്റർക്ക് ഒരു കാര്യം അറിയാം. ഞാൻ പറയാം ഞങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഡീസന്റ് ആയിട്ട് ഈ മോള് ഈ പാക്കും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് റെഡിയാക്കി അവള് കഴിക്കുമെന്ന്. ഞാന് ഞാന് ഒത്തിരി അവരെ വഴക്കൊക്കെ പറഞ്ഞിട്ട്, ഇല്ല പാസ്റ്റർ അവള് ചുണ്ടൊക്കെ ചുമക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്, അവളിങ്ങനെ ചുണ്ടൊക്കെ ചുവപ്പിച്ച് ഞാൻ തുപ്പുന്നു. അവരങ്ങ് എൻകറേജ് ചെയ്യുക. അവളിങ്ങനെ ഭയങ്കരമായിട്ട്. വേറൊരു സ്ഥലത്ത് ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഒരു ഐലൻഡിൽ പോയി. അപ്പൊ അവിടെ പോയപ്പോ കാണാം, ഐലൻഡിൽ അത് ഒത്തിരി കാട്ടിനകത്ത്, ഒത്തിരി വനത്തിനകത്ത്. അപ്പൊ കൃഷിക്കാരെല്ലാം കൂടെ ഇങ്ങനെ വന്നിരിക്കുക. അവരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ഇവിടെ ഉണ്ടാക്കും, അണ്ടിയ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കും ഈ റാഞ്ചിക്കാർ. അവർ ഏതാണ്ട് ഈ റൈസ് ബിയർ അല്ല, റൈസിൽ ഉണ്ടാക്കുന്ന ഒരു ദേശി എന്താ പറയുന്നത് ചാരായം പോലെയുള്ള ഒരു സാധനം, അത് ഇവരുണ്ടാക്കി കുടിക്കും. അപ്പൊ ഇവര് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും, അപ്പനും മക്കളും ഭാര്യയും മക്കളും ഇരിക്കുന്ന എല്ലാവരും കുടിക്കും.
അപ്പൊ ഞാൻ ഒരു വീട്ടിൽ ഇങ്ങനെ ചെന്നിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെന്നിരിക്കുന്ന സമയത്ത് ഈ കൃഷിക്കാരെല്ലാം കൂടെ അവർ നെല്ലും കണ്ട് കൊയ്തിട്ട് അവരെല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ കൂടി അന്ന്, അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാമ്പത്തിക കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരാളിനെ വിളിക്കുക, നിനക്ക് ഒരു 700 രൂപ തരാം, വന്നൊന്ന് ജോലി ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അതിനോടൊന്നും അവന് വലിയ താല്പര്യം കാണത്തില്ല. ഉൾസ്ഥലങ്ങളിലോട്ട് ഇപ്പൊ സിറ്റിയിലൊക്കെ വരുന്നുണ്ട്, ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊക്കെ വരും. പക്ഷെ ഉൾസ്ഥലങ്ങളിൽ ഇവർക്ക് ആർക്കും പൈസ വേണ്ട. ഇവർക്ക് എന്തറിയോ, ചാരായം കൊടുത്ത് തിന്നാനും കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒന്ന് ജോലി ചെയ്തിട്ടാണ് പോകും. മസ്റ്റ് ചാരായമാണ്, ചാരായല്ലേ വരത്തില്ല. ഇതാണ് ഇവിടുത്തെ വിഷയം. ചാരായല്ലേ ആരും വരത്തില്ല, ആരും നമ്മുടെ പണിക്ക് വരത്തില്ല. ഇതാണ് അവിടുത്തെ ഒരു വിഷയം. അപ്പൊ ഈ കൃഷിയെല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാം കൂടെ ഡയറക്റ്റ് ഇങ്ങനെ വന്നിരിക്കുന്നു, അവരെല്ലാം ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ആ സമയത്താണ് ഞാനും അവിടെ പോകുന്ന 4 വാക്ക് സുവിശേഷം പറയാന്ന് പറഞ്ഞ് ഓടിപ്പോയി അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് കാണാം ഒത്തിരി ആൾക്കാർ ഒരുമിച്ചിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഒരു വേദിയും കൂടെ കിട്ടി. അപ്പൊ നമ്മളിങ്ങനെ പതിയെ തുറന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവർ ഭക്ഷണത്തിരിക്കുന്നു. എനിക്കും കൊണ്ടൊരു ഗ്ലാസ് തന്നു. ഞാൻ കണ്ടപ്പോൾ കഞ്ഞിവെള്ളം പോലെ ഇരിക്കും. പക്ഷെ എനിക്ക് സംഭവം മനസ്സിലായി. ഞാനത് മാറ്റി വെച്ച് വേണ്ടാന്ന് പറഞ്ഞു, പച്ചവെള്ളം കുടിച്ചു. അങ്ങനെ ആ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കുന്നത്. അപ്പോ അവരുടെ വീട്ടിലുള്ള ഒരു 3 വയസ്സായ മോള്, അവളുടെ ഒരു ഗ്ലാസും കൊണ്ടുവന്നു. അവർക്ക് സ്പെഷ്യൽ ഗ്ലാസ് ഉണ്ട്. 3 വയസ്സായ മോൾ. അപ്പൊ ചിന്തിച്ചു വേണം, 3 വയസ്സായ മോള് അവളുടെ ഗ്ലാസും കൊണ്ടുവന്നു. അവളുടെ ഗ്ലാസും കൊണ്ടുവന്നിട്ട് അതിനെ കൊണ്ട് ഇങ്ങനെ വച്ചു കഴിഞ്ഞപ്പോ ഇവരെന്ത് ചെയ്യുന്നറിയോ, അപ്പൻ അതിൽ ഇച്ചിരി ഒഴിച്ചു കൊടുത്തു. അപ്പൻ അതിൽ ഒഴിച്ചു കൊടുത്ത് ഗ്ലാസ്സിൽ അവൾ അത് കുടിച്ചിട്ട് അവിടെ എണീറ്റ് അവൾ ഇച്ചിരി ദൂരം നടന്നുപോയി. ലേശം, അതായത് ഒരു എന്താ പറയുക, ഒരു 10 സ്റ്റെപ്പ് മുമ്പോട്ട് വച്ചപ്പോ അവൾ ഇറങ്ങി അവിടെ അങ്ങ് വീണ് അവിടെ കിടന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ കുഞ്ഞ് വീണുപോയി എന്ന് പറഞ്ഞു. അപ്പൊ പറയാം, അത് കുഴപ്പമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ അവൾ എണീറ്റ് വെക്കോളൂ. കാരണം ഇത് അവർക്ക് കോമണാ, നമുക്ക് പാവം, അവർക്ക് കോമണാ. ഇതവര് ഈ 3 വയസ്സായ കുഞ്ഞ് ഈ സമയം മുതൽ, ഞാൻ ബസ്സിൽ ഒത്തിരി യാത്ര ചെയ്യും. അപ്പൊ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ പ്രസവിച്ച് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് മുലയൂട്ടല്ല നമുക്ക് പതിവ് അതാ ചെയ്യേണ്ടത്. അപ്പൊ ഈ കുഞ്ഞിനെ ഇങ്ങനെ ബസ്സിൽ ഈ 12 മണിക്കൂർ യാത്ര ചെയ്ത് കൊണ്ടുവരുമ്പോൾ മുലയൂട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ കുഞ്ഞ് ഉണർന്നിട്ട് പലപ്പോഴും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പലരും ഞാൻ ശകാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ കൊച്ചു ഉണർന്നിട്ട് ഇങ്ങനെ കരയുന്ന സമയത്ത് ഇച്ചിരി ജർദയുടെ ഒരു ചെറിയ പീസ് എടുത്തിന്റെ വായിലോട്ട് വെച്ച് കൊടുക്കും. അത് ഈ ജർദയുടെ ഇതുകൊണ്ട് ബോധം കെട്ട് വീണ്ടും കിടന്നങ്ങുറങ്ങും. ജർദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി അതെന്തോ പറയാനാ, ഒരു പാക്കറ്റിൽ വരുന്ന ഒരു സാധനമാണ്. അത് ഭയങ്കരമായിട്ട് ഈ ക്യാൻസർ ഉണ്ടാക്കാനും അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുന്നത്, തലയ്ക്ക് പിടിക്കുമെന്നൊക്കെ പറഞ്ഞില്ലേ, ഈ എന്താ പറയുന്നത്, അങ്ങനെയുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു മയക്കുമരുന്ന് പോലത്തെ ഒരു സാധനം. അപ്പൊ ഇതിന്റെ ഒരു പീസ് എന്ന് പറഞ്ഞാൽ അതൊരു പുകയില പോലത്തെ ഇങ്ങനെ ഞെട്ടുകൾ എന്തൊക്കെ ഉള്ള ഒരു സാധനമാണ്. ജർദ എന്ന് അതിനിവിടെ ഹിന്ദിയിൽ പറയുന്നത്. അപ്പൊ ഈ സാധനം ഇങ്ങനെ ഒരു പീസ് എടുത്ത് അതിന്റെ വാക്യത്തോട്ട് അങ്ങ് വെച്ചു കൊടുക്കും. വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊച്ചെന്ത് ചെയ്യുന്നറിയാം, അതിങ്ങനെ കിടന്ന് അങ്ങ് പെട്ടെന്ന് ബോധം കിട്ടും, അത് വീണ്ടും കിടന്നുറങ്ങും. വീണ്ടും കുറേ നേരം കഴിയുമ്പോൾ ഇത് വീണ്ടും എണീറ്റ് കരയും. വീണ്ടും ഇച്ചിരി കൂടെ എടുത്ത് ഈ 12 മണിക്കൂർ എടുത്ത് യാത്രയിൽ 3 പ്രാവശ്യം വെക്കുമ്പോൾ കൊച്ചു ബോധം കെട്ട് കിടന്നുറങ്ങുന്നു. അപ്പൊ ഈ ജനിച്ച ഉടനെ ഇത് വായിൽ വെച്ച് തുടങ്ങുന്ന കുഞ്ഞിനെ നാളെ രക്ഷിക്കപ്പെട്ട് വന്നതിന് ശേഷം നമ്മളിത് മാറ്റെന്ന് പറഞ്ഞ ഈ പരിപാടി ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, ഞാൻ എന്റെ നാട്ടിൽ പോലും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ വേറെ ഒരു സ്ഥലത്തും കണ്ടാത്ത ഒരു വലിയൊരു സംഭവമാണ് ഇവിടെ. 2, ഞങ്ങള് പലപ്പോഴും പല ഗ്രാമങ്ങളിൽ പോകും. ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗ്രാമങ്ങൾ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ റോഡ് സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒത്തിരി പോയിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് ചെറിയൊരു വഴി പോലെ തോന്നും. അപ്പൊ ഈ വഴിക്കകത്തൂടെ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ ഒക്കെ നമ്മൾ ഇങ്ങനെ കാട്ടിനകത്തൂടെ നടക്കണം. അതൊരു വല്ലാത്ത സംഭവമാണ്. ഈ കാട്ടിനകത്തൂടെ പാമ്പുണ്ട്, ആന ചിലപ്പോൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഒത്തിരി ഈ കൊളയട്ട എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മുടെ രക്തം കുടിക്കുന്ന അതുണ്ട്. പഴുതാരയുണ്ട്. ഈ പഴുതാര ഞാൻ ഭയങ്കര സ്നേഹത്തിലാണ്. കാര്യം 16 എണ്ണം എന്നെ കടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പഴുതാര കടിച്ചു കഴിഞ്ഞാല് പിന്നെ എന്താ പറയുന്നത്, 24 മണിക്കൂർ ഒറ്റ രീതിയിൽ നമുക്ക് ഇരുന്ന് വിളിക്കാം. ഭയങ്കര വിഷമുള്ള ഒരു സാധനം, ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. അങ്ങനെ പഴുതാരയുള്ള ഇതൊക്കെയാണ്. ഇതിപ്പോ ഒരു കോമൺ വിഷയമാണ്. കാര്യം ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവസന്മാർക്കും പറയാനുള്ള സംഭവമാണ്. ഇതൊന്നും നമുക്ക് വലിയൊരു സംഭവമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ചിലപ്പോൾ അകത്തുള്ളിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്രാമം നമുക്ക് കിട്ടത്തില്ല. ചിലപ്പോ ഉള്ളിൽ ചിലപ്പോൾ പോകുമ്പോൾ നല്ലൊരു ഗ്രാമം കാണും. അവിടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, പലർക്ക് റേഷൻ കാർഡ് കാണത്തില്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് കാണത്തില്ല. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളൊരു കുഞ്ഞിനെ പുറത്തുനിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആ കൊച്ചിന് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായി. 14 വയസ്സുണ്ട്. അപ്പൊ ഇതിനെ ഏത് ക്ലാസ്സിൽ ചേർക്കാം, ഇനി നഴ്സറി ചേർക്കാൻ ഒക്കത്തില്ല. 14 വയസ്സായ കുഞ്ഞിനെ ശരി കൊണ്ടുപോയി 7ാം ക്ലാസ് വരെങ്കിലും ചേർക്കാന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് 7ാം ക്ലാസ്സിൽ ഒരു അഡ്മിഷനൊക്കെ വാങ്ങിച്ചു. പക്ഷേ ഇതിന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് ഉണ്ടാക്കണം നമുക്കറിയില്ല. കാര്യം ഇതിന്റെ അപ്പനും അമ്മയൊക്കെ 13 വയസ്സിലോ 14 വയസ്സിലൊക്കെ അവരെ തന്നെ ആരെങ്കിലും കല്യാണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ ഇച്ചിരി കുറവാണ്. എന്നാലും അങ്ങനെ ആ ഒരു രീതിയാ ഗ്രാമങ്ങളിൽ. അങ്ങനെ അധികം വലിയ ഇതൊന്നുമില്ല. അപ്പോ എന്താ പറയാനാ, അവര്
ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായത് 13 വയസ്സിലേക്ക്. അപ്പൊ ഇന്നത്തെ കാലത്ത് അത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ പിടിച്ചാകത്തിടും. അപ്പൊ അതുകൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനായിട്ട് പുറത്ത് കൊണ്ടുവരാനും ഒക്കത്തില്ല, ആകെ പ്രശ്നമാണ്. അപ്പൊ ഇത് ഒന്നാമത്തെ വിഷയം. ഞങ്ങൾ അങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞിന് ഒരു 20 രൂപ കൊടുത്തിട്ട് പിന്നെ പറഞ്ഞു, മക്കളെ ബസ്സിൽ കയറിപ്പോക്കണം. അപ്പൊ ഇവക്ക് ബസ് അറിയത്തില്ല, ബസ്സിൽ കയറാൻ അറിയത്തില്ല, എന്തോ സംഭവം എന്ന് അറിയത്തില്ല. എന്തായാലും ബസ്സിലെ കയറ്റി വിട്ടിട്ട് ഇവക്ക് 10 രൂപയും 20 രൂപയും തമ്മിൽ തിരിച്ചറിയത്തില്ല. ഒന്നാലോചിച്ച് നോക്കണം. 10 രൂപ നോട്ട് 20 രൂപ, 14 വയസ്സായ ഒരു കുഞ്ഞാണ്. 10 രൂപ നോട്ട് എന്താണ്, 20 നോട്ട് എന്താണ്, ഇത് കൊടുത്ത ബസ്സിൽ കയറുന്നത്, ഇതൊന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ ജീവിച്ചു വരുന്നത്. ഗ്രാമങ്ങളിൽ നമ്മൾ പലപ്പോഴും ഇത് മാത്രമല്ല, ഞങ്ങൾ ചെറിയ വള്ളത്തില് കടലിലൂടെ യാത്ര ചെയ്യും. ഓപ്പൺ സീ വഴി ചെറിയ വള്ളത്തിൽ ഭയങ്കര കഷ്ടപ്പാടാ യാത്ര. അത് ഞാൻ കഷ്ടപ്പെടാ അങ്ങനെ ഞാൻ ഒരു വലിയ സംഭവമായിട്ടല്ല പറയുന്നത്. പക്ഷെ എന്നാലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ കറണ്ട് കാണത്തില്ല, ടോയ്ലറ്റ് ഇല്ല. ചിലപ്പോൾ നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട്, ഈ ഒരു യാത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസം കഴിഞ്ഞ് അവിടെ തിരിച്ചു വരാനൊക്കത്തുള്ളൂ. മിക്ക ദിവസങ്ങളും ഞങ്ങൾ കടൽക്കരയിലാണ് കിടന്ന് ഉറങ്ങുന്നത്. ഈ 2-3 ദിവസം കടൽപ്പാമ്പുണ്ട്. അപ്പൊ അതൊക്കെ പേടിച്ച് ചിലപ്പോ കടൽക്കരയിൽ ഈ ചെറിയ ചെറിയ ജീവികളുണ്ട്, അതൊക്കെ ചിലപ്പോൾ കടിക്കാനൊക്കെ ഉള്ള ഭയങ്കര സാധ്യതകൾ, അതൊത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ കിടന്നുറങ്ങി. പിന്നെ ഇപ്പൊ തന്നെ 1-2 ഗ്രാമങ്ങളിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാല്, അവര് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആദ്യമൊന്നും നമ്മൾ അവർ അംഗീകരിക്കത്തൊന്നുമില്ല. പിന്നെ പിന്നെ നമ്മൾ ആ ഗ്രാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ കയറി കിടക്കാൻ ഒരു വരാന്ത കിട്ടും. ഏതേലും ഒരു വീടിന്റെ ഒരു വരാന്ത വരെ നമുക്കിപ്പോ നമ്മൾ എത്തിച്ചേർന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഗ്രാമങ്ങളിലെല്ലാം പോയിട്ട് ഒരു മീറ്റിംഗ് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അന്ന് ആദ്യമായിട്ട് അവര് കറണ്ടിന് വെളിച്ചമുണ്ടെന്ന് കാണുന്നത്. ഒന്ന് ആലോചിച്ച് വെക്കണം. ആ ഗ്രാമത്തിലുള്ളവര് ജനറേറ്റർ വെച്ച് ലൈറ്റിൽ നിന്ന് വെളിച്ചം കിട്ടുന്നവർ ആദ്യമായിട്ട് അറിയുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആടും മാടും എല്ലാം വനത്തിനകത്ത് ഓടിപ്പോയി. അങ്ങനെ ആകെ പ്രശ്നമായി. 2-3 ദിവസം കഴിഞ്ഞിട്ട് അത് തിരിച്ചു വരുന്നത്. അപ്പൊ ശബ്ദം, അവർ ഈ സ്പീക്കർ ശബ്ദങ്ങളൊന്നും കേട്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഇതെല്ലാം ജനറേറ്റർ എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മളിങ്ങനെ വാടകയ്ക്കൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇതെല്ലാം സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ 300-350 ആൾക്കാരെ ഒരുമിച്ച് കൂടുന്നത്. കഴിഞ്ഞ ഒരു മീറ്റിങ്ങിന് ഏകദേശം 203 ആൾക്കാരെ കണ്ട് വന്നെടുത്ത് 195-ലധികം ആൾക്കാർ ഒറ്റ മീറ്റിങ്ങിൽ രക്ഷിക്കപ്പെട്ടു. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറായാൽ പ്രതിഫലം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് ഉറപ്പാ. നമുക്ക് ചിലപ്പോൾ തോന്നും, അയ്യോ കർത്താവിന് വേണ്ടി ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. നോ പ്രോബ്ലം. ആ യാത്രയുടെ അവസാനം വലിയൊരു വിജയത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. അപ്പൊ എനിക്കിന്ന് പറയാനുള്ളത്, കഷ്ടത ഇതിനകത്തുള്ളതാ. കാരണം നമ്മൾ ഈ കഷ്ടതയെ പിടിച്ചിങ്ങനെ പലർക്കും കഷ്ടത എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഭയങ്കരമായിട്ട് അതിനെങ്ങനെ റീക്രിയേറ്റ് ചെയ്യാറുണ്ട്. എന്താ പറയുന്നത്, അതിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ. പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇതിനകത്ത് ഇറക്കിയോ, ഇതിനകത്ത് കഷ്ടതയുണ്ട്. അത് നമുക്കുള്ള അവകാശം. കഷ്ടത നമ്മുടെ അവകാശം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയിട്ട് അല്പം കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ പ്രതിഫലം തരുന്ന ഒരു ദൈവം കൂടെയുണ്ട്. പ്രതിഫലം എന്ന് പറഞ്ഞാൽ അനേക ആത്മാക്കൾ, ഞാൻ എന്റെ പ്രതിഫലമായിട്ട് കണക്കാക്കുന്നത് അനേക ആത്മാക്കളെ നൽകുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയ ഒരു വിഷയം, ചിലപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര, ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു വള്ളത്തിൽ ഒരു സ്ഥലത്ത് ഒരു ഐലൻഡിൽ പോകാൻ 5000 രൂപയാണ് ഒറ്റ യാത്രയ്ക്ക് ആകുന്നത്, വള്ളത്തിന് വേണ്ടി മാത്രം കൊടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഭക്ഷണം, ഈ 3 ദിവസത്തെ ഭക്ഷണം, കുടിവെള്ളം പോലും ഇവിടെ നിന്ന് കൊണ്ടുപോകണം. കാരണം കുടിവെള്ളം ഇവിടുന്ന് കൊണ്ടുപോകണം. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പ്രേക്ഷകർ ആരെങ്കിലും ഒക്കെ ചോദിക്കും, എന്താ പാസ്റ്റർ, എന്നാ പിന്നെ അവിടെ പോയി നിങ്ങൾ കുടിക്കാത്ത, ഇത്രയും വലിയ കഷ്ടതയൊക്കെ പറയുന്നത്. സത്യസന്ധമായിട്ട് പൊന്നു ബ്രദറെ, പൊന്ന് സിസ്റ്റേഴ്സ്, ഞങ്ങൾ അവിടെ നിന്ന് കുടിച്ചിട്ടുള്ളതാ. പക്ഷെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായി. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങളിങ്ങനെ അവിടെ ഒരു ചെറിയൊരു കിണറുണ്ട്. അപ്പൊ ഞങ്ങൾ രാവിലെ കൊണ്ടിട്ട് ഞാൻ പറയുന്ന മുഖമൊക്കെ കഴിയുന്നു. 2-3 ദിവസമായി, 3-ാം ദിവസം. അപ്പോൾ ഇനി 3-ാമത്തെ ദിവസങ്ങളിൽ ഒന്ന് കുളിച്ചില്ലെങ്കിൽ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ 3-ാം ദിവസം വൈകിട്ടാകുമ്പോൾ ഞങ്ങൾ തിരിച്ചിഞ്ഞ് പോരും. അപ്പൊ അന്ന് രാവിലത്തെ കുഞ്ഞുങ്ങളുടെ പരിപാടികൾ കഴിഞ്ഞാൽ തിരിച്ചു വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, 3-ാം ദിവസം എന്തെങ്കിലും പോയി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കുളിച്ച് റെഡിയാവാൻ ഒന്ന് കിണർ കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വനത്തിനകത്തോണ്ട് ഒരു കിണർ കാണിച്ചപ്പോൾ കാണാൻ ഈ കിണറ്റിനകത്ത് ഇത്രയും വലിയൊരു പാമ്പ് കിടക്കുക. ഈ വണ്ണമുണ്ട് പാമ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അതിനകത്ത് പാമ്പാന്ന്. അപ്പൊ പറഞ്ഞ അതിനെന്താ, അത് അതിൻ്റെ അകത്ത് കിടക്കുന്നത്, അത് അതിന്റെ വീടാ. ഈ പാമ്പിന്റെ വീട്ടിനകത്താണ് ഞാൻ കയറി പോകുന്നത്. അപ്പൊ തെറ്റുകാരൻ നമ്മളാന്നേ. പാമ്പിന്റെ വീട്ടിന്റെ അകത്ത് വെള്ളം എടുത്ത് കുടിക്കാൻ പോയ. അപ്പം അവർക്ക് പ്രശ്നമില്ല, അവർ പറഞ്ഞാൽ കുടിച്ച് കുഴപ്പമില്ല. അപ്പൊ എനിക്ക് അന്ന് ചോദിക്കുന്ന, പിന്നെ പാസ്റ്റർ പേപ്പട്ടിയില്ലെന്ന് ദൈവം രക്ഷിച്ചേക്ക് ഇത് കുടിച്ചാൽ, സത്യസന്ധമായിട്ടുള്ള ആ വെള്ളം ഞാൻ കുടിച്ചായിരുന്നു. കാരണം വേറെ വെള്ളം കുടിക്കാൻ നിവർത്തിയില്ല വരുമ്പോൾ ഇത് കുടിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ കുടിച്ചായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു ഇത് തോന്നും, അയ്യോ എങ്ങനെ എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ ഇപ്പൊ 20 ലിറ്ററിന്റെ വെള്ളമൊക്കെ നമ്മൾ കൊണ്ടുപോകും. പക്ഷെ 20 ലിറ്ററിന്റെ വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട്, കാരണം അവിടെ ഒത്തിരി പിള്ളേരെ ഞാൻ കണ്ടു, അവിടുത്തെ വെള്ളമൊക്കെ കുടിച്ചിട്ട് അവർക്ക് ഇങ്ങനെ ചിരങ്ങൊക്കെ വന്ന് വല്ലാത്തൊരു രീതിയിലൊക്കെ ജീവിക്കുക. ദൈവകൃപയാൽ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ നാട്ടിലെ വസ്തുവെല്ലാം അങ്ങ് വിറ്റു.
നാട്ടിലെ വസ്തുവൊക്കെ വിറ്റിട്ട്. കാര്യം ഇവിടെ ഒത്തിരി വാടകയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. ഇന്നും ഞാനിപ്പോ വാടകയ്ക്ക് താമസിക്കുന്നത്. കുഞ്ഞു കുടില് പോലത്തെ ഒരു വീടാ. ഈ ബംബു ഒക്കെ വെച്ച് കെട്ടി, ഇതിപ്പോ ബാക്ക് ഷീറ്റ് അടിച്ചേക്കുന്നത്, ഇങ്ങനെ ബംബു ഒക്കെ വെച്ച് കെട്ടിയ ഒരു വീടാ. അപ്പൊ അത് ഏകദേശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി. പലയിടത്തൂടെ വെള്ളം വീഴുന്നു തുടങ്ങി. ഒത്തിരി പാമ്പൊക്കെ അതിനകത്ത് കയറി വരും. അങ്ങനെ 16 വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ പാമ്പടിച്ച് അതിനകത്ത് ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 പാമ്പ് കിച്ചണിൽ അടിച്ചത് ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ്. അപ്പൊ ഇതിങ്ങനെ സ്ഥിരമായി, ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായി ഇതിനകത്ത് താമസിക്കുന്ന. കാര്യം ഇവിടെ കൂടെ എന്തും കയറി വരാം. അങ്ങനെ ഒരു സ്ഥലമാണ് ഞാൻ താമസിക്കുന്നത്. അതായത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പാസ്റ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് വീടൊന്നും കിട്ടാനില്ലാതായി. ആരും വീട് തരത്തില്ല. കാര്യം ഇവിടെ ഈ TPM-ലുള്ള ആൾക്കാരെയൊക്കെ ഇവർ കണ്ടിട്ടുള്ളൂ. അപ്പൊ ചർച്ച നടന്നു പറഞ്ഞാൽ ഭയങ്കര ബഹളം ഉണ്ടാക്കും, ഭയങ്കര അങ്ങനെ ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല കേട്ടോ, അവരെ ഒത്തിരി ഞാൻ അവരെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്തയായി പോയി. അപ്പൊ അങ്ങനെ ഒരു ചിന്തയായപ്പോൾ ഞാനൊരു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അവിടെ എനിക്ക് വാടക കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാര്യം ഞാൻ സ്കൂളൊക്കെ വിട്ടതിന് ശേഷം സുവിശേഷയിലേക്ക് മാത്രം മാറി. ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. ഇതിനിടയിൽ 1-2 അത്ഭുതങ്ങളിലൂടെ ഞാൻ പറയാനുള്ള സമയം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പൊ ഒത്തിരി സമയം എനിക്ക് നീണ്ടുപോയി. ഓക്കെ. എനിക്ക് വേറെ സ്ഥലത്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിലോട്ട് പോവാം. ഓക്കെ. ഞാന് 1-2 അത്ഭുതങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ഞാൻ പറഞ്ഞേക്കാം. ഞാനിവിടെ സുവിശേഷത്തിന് വേണ്ടി ആദ്യമായിട്ട് വന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുക, കർത്താവേ, ഒരു വിശ്വാസി ആരുമില്ല, പള്ളിയില്ല. രാവിലെ 9:30 ആകുമ്പോൾ ഞാൻ എന്റെ പരിപാടിക്ക് എല്ലാം കറക്റ്റായിട്ട് വിരിച്ചിടും, പ്രാർത്ഥന തുടങ്ങും. 11:30 ആകുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി തന്നെ പ്രസംഗിക്കും, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രസംഗിക്കും, പരിപാടി കഴിയും, പോവുക. അങ്ങനെയായിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞ് കുറച്ച് ആൾക്കാർ 1-2 പേരൊക്കെ വന്നു തുടങ്ങി, അറിഞ്ഞു വന്നു തുടങ്ങി, ചിലർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തു തുടങ്ങി. അങ്ങനെ അപ്പൊ ഒരു ബ്രദർ എന്റെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞത്, പാസ്റ്റർ അല്ലേ? ഞാൻ പറഞ്ഞു, പാസ്റ്ററാണ്. പാസ്റ്റർ, എനിക്ക് ബൈബിളെല്ലാം അറിയാം. അദ്ദേഹത്തിനൊന്നും അറിയത്തില്ലായിരുന്നു. അദ്ദേഹം ഇതുവരെ അങ്ങനെ ചർച്ചിൽ നിന്ന് പോകുന്ന മനുഷ്യല്ലേ, എവിടെ എന്തൊക്കെ 1-2 പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ബൈബിളിന്റെ കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ പാസ്റ്റർ ഇങ്ങോട്ട് വാ, നമുക്കൊരിടത്ത് പ്രാർത്ഥിക്കാൻ പോകണം. ഞാൻ പറഞ്ഞു, എന്താ പറ്റി? അതൊരു സ്ഥലം വരെ പ്രാർത്ഥിക്കും. അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചിലതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കാട്ടിനകത്ത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു വനത്തിനുള്ളിൽ കൊണ്ടുപോയപ്പോ അവിടെ ഒരു എന്താ പറയുന്നത്, ഒരാള് ഇങ്ങനെ ചാക്കില് മൊത്തം കയ്യും കാലും ഒക്കെ കെട്ടിയിട്ടിരിക്കും. ഞാൻ ഇടയ്ക്ക് പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോ ഒരു സഭയിൽ പറഞ്ഞത്, നാട്ടിൽ പോയപ്പോ, ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ നാട്ടിൽ പോയായിരുന്നു. അപ്പൊ അപ്പോൾ പറഞ്ഞ, അപ്പൊ അന്ന് ഞാൻ ഈ അനുഭവം പറയാറുണ്ട്. കാര്യം അദ്ദേഹത്തിന്റെ കയ്യും കാലും ഇങ്ങനെ കെട്ടി വെച്ചു. അത് എനിക്ക് ഇന്നും ഇങ്ങനെ മനസ്സിൽ കിടക്കും ആ ഒരു സംഭവം. അപ്പൊ തലയിൽ നിന്ന് പഴുപ്പൊക്കെ ഒലിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയ കുടിലുണ്ടാക്കിയിട്ട് ഞാൻ അതിനകത്ത് ഇട്ടേക്കും. അപ്പൊ അദ്ദേഹം വന്ന് വെളിയിൽ ഇങ്ങനെ ഒരു സ്റ്റൂൾ ഇട്ടിരിക്കുന്നു. അതിന്റെ അപ്പുറം ഇപ്പുറം 2 വീടുണ്ട്, ഇച്ചിരി ദൂരെയായിട്ട് മാറി. അപ്പൊ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഇവനോട് ചോദിച്ചു, എന്താ അസുഖം? അത് ചെറിയൊരു അസുഖം പാസ്റ്റർ, അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, അയ്യോ പാസ്റ്റേ, ഇത് മാറി നോണം, ഇവിടെ അസുഖം എന്തോ? അത് കുഷ്ഠരോഗം. അപ്പൊ ഈ കുഷ്ഠരോഗം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ എത്ര ഇതെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിനകത്തൊരു എനിക്കുണ്ടാവാറുണ്ട്. ചിലപ്പോൾ വിശ്വാസത്തിൽ ഒത്തിരി വീരന്മാരായിട്ടുള്ള ദിവാസന്മാരുണ്ട്, ഒത്തിരി അഭിഷിക്തരുണ്ട്. പക്ഷെ നമ്മളൊന്നും അത്രത്തോളം എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുക, പലപ്പോഴും എന്റെ വിശ്വാസം പലപ്പോഴും ഇടിഞ്ഞിട്ടുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് പറയുക, എന്റെ വിശ്വാസം പലപ്പോഴും ഇടിഞ്ഞു പോയിട്ടുണ്ട്. എന്റെ വിശ്വാസം പലപ്പോഴും ഈ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം പലപ്പോഴും, നമുക്ക് വിശ്വാസം പറയാൻ ഭയങ്കര എളുപ്പമാണ്. വിശ്വാസം പറയും ബലപ്പിക്കാനും ഇങ്ങനെ ആൾക്കാരൊക്കെ, ഞാൻ പലപ്പോഴും എന്നെ നോക്കിയിട്ട് ഞാൻ പറയും, എടാ നീ മണ്ടന, നീ പലപ്പോഴും ഇടിഞ്ഞും മറിഞ്ഞും വിഴുന്ന് എണീറ്റും ജീവിക്കുന്ന ഒരുത്തനാ വിശ്വാസത്തില്. പലപ്പോഴും പല സാഹചര്യങ്ങളുടെ മുൻപാകെ പതറിയിട്ടുള്ള ഒരു ഭക്തനാണ് ഞാൻ. അപ്പൊ എനിക്കിതൊന്നും പറയാനുള്ള അർഹതയില്ല. പക്ഷെ ദൈവം ചെയ്ത കാര്യം എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഞാൻ അന്ന് ഇങ്ങനെ ഇദ്ദേഹത്തെ നോക്കി. അപ്പൊ കുഷ്ഠരോഗം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? മനസ്സിനകത്തൊരു ഇതുണ്ടാവും, അയ്യോ കുഷ്ഠരോഗിയുടെ അടുത്താണെങ്കിൽ ഒരു 2 അടി മാറി ദൂരോട്ട് നിൽക്കണം. അപ്പൊ ഞാനും അത് തന്നെ ഫോളോ ചെയ്തു. ഞാനും ഒരു 2 അടി മാറി നിന്നിട്ട്, ശരി എന്നാ നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എന്റെ മനസ്സിനകത്ത് പണ്ടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം വീണ്ടും എന്റെ അടുത്തോട്ട് വന്നു. അന്ന് എന്നോട് പണ്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന അതേ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, നീ എന്തിനാ ഇവിടെ വന്നേ? ഇവിടെ വന്നത് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്തോ രോഗി? അതിപ്പോ കണ്ടപ്പോ കുഷ്ഠരോഗിയായി. ഓക്കെ. കർത്താവ് എങ്ങനെ കുഷ്ഠരോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പെട്ടെ? അതെനിക്ക് നന്നായിട്ട് അറിയാം. കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. അപ്പൊ എന്റെ മനസ്സിന് വന്ന ചിന്ത, തൊട്ടില്ലെങ്കിൽ ഇദ്ദേഹം സൗഖ്യമാകത്തില്ല. ഇനി തൊട്ട ഈ സാധനം നമുക്കിട്ട് അടിച്ചാലോ? പേപ്പട്ടി കഥയൊക്കെ പറഞ്ഞ സംഭവം ശരി തന്നെയാണ്. പക്ഷെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ഇത് വരും. അപ്പൊ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? പക്ഷേ ദൈവത്തോട് ഞാൻ മാപ്പ് പറഞ്ഞു, കർത്താവ് ക്ഷമിക്കണം. ഞാനൊരു ചിന്ത വന്നതിന് കർത്താവിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. കർത്താവ് തൊട്ടെങ്കിൽ എനിക്കും തൊട്ടേ പറ്റൂ. കാര്യം കർത്താവ് ചെയ്തത് ചെയ്യാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവരും ചെയ്യുമെന്ന. ഞാൻ പിതാവിന്റെ അടുക്കൽ പോയതുകൊണ്ട് അതിലധികവും ചെയ്യുന്നു. അപ്പൊ കർത്താവ് പ്രവർത്തിച്ച അതേ പ്രവൃത്തിയാണ് ഞാനും ചെയ്യേണ്ടത്. ഇപ്പൊ കർത്താവ് ചെയ്തത്, കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ 2 അടി മാറിയുന്നില്ല, കുഷ്ഠരോഗി കണ്ടപ്പോൾ അടുത്ത് പോയി അവനെ തൊട്ട് സൗഖ്യമാക്കിയെന്ന. അപ്പൊ ഞാനും പോയിട്ട് എന്ത് ചെയ്യുന്ന, ഇദ്ദേഹത്തിന്റെ തലയിലോട്ട് അങ്ങ് കൈവച്ചു. ആൾക്കാരെല്ലാം വിളിക്കും, അയ്യോ തുടരെ പിടിക്കരുത്, അടുത്ത് പോരുത്, അയ്യോ.
ഞാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ കതലിലോട്ട് ആ പഴുപ്പിന്റെ മണ്ടയ്ക്കോട്ട് അങ്ങ് കൈവച്ചു. പഴുപ്പെല്ലാം എന്റെ കയ്യിലൂടെ ഇങ്ങനെ ഒലിച്ചു തുടങ്ങി. ആ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവെ വിടുവിച്ചേ പറ്റൂ. യേശപ്പച്ചനെ നീ ഇദ്ദേഹത്തെ വിടുവിച്ചേ പറ്റൂ. അങ്ങേക്കറിയാം, അങ്ങ് പറഞ്ഞ് തൊട്ടാ സൗഖ്യമാവും, അങ്ങനെയാണെങ്കിൽ ഇത് സൗഖ്യമായേ പറ്റൂ. പ്രാർത്ഥിച്ചിട്ട് അന്ന് ആമേൻ പറഞ്ഞ് തിരിച്ചു വീട്ടി വന്നു. ഒരിക്കൽ പോലും എന്റെ മനസ്സിൽ വന്നില്ല, എടാ നീ കുഷ്ഠരോഗിയെ തൊട്ടിട്ട് വരെ നിനക്ക് പണിയിട്ടാ സമയമായെന്ന്. ഒരിക്കൽ പോലും ഒരു ഗുളികര ഒരു ഇത് പോലും എന്റെ മനസ്സിലോട്ട് ഓടി വന്നില്ല. ഒറ്റ വാക്ക്, എന്റെ ദൈവം വിടുവിക്കുക എന്നുള്ള ആ ഒറ്റ ചിന്തയോടെ വീട്ടിൽ വന്നു. കൈയൊക്കെ കഴുകി ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്ത് വീട്ടിൽ വന്നിട്ട് ഞാൻ കൈയെങ്കിലും കഴുകുന്നത്. ഭക്ഷണത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നത്. കാരണം അതെല്ലാം എന്റെ ദേഹത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു. കാരണം ഇടയ്ക്ക് വെള്ളമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഈ പഴുപ്പെല്ലാം ദേഹത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുക. ഞാൻ എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കൈയെല്ലാം സോപ്പിട്ട് കഴുകിയിട്ട് ഞാൻ ഭക്ഷണം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ആഴ്ച ഞാൻ അവിടെ പോയപ്പോ ഈ അപ്പച്ചന് മൊത്തം ഇപ്പൊ പ്രായം ചെന്ന് മരിച്ചു കേട്ടോ. പക്ഷെ അദ്ദേഹം ഈ കൈയും കാലും എല്ലാം ഇങ്ങനെ അഴിച്ച്, അദ്ദേഹത്തിന്റെ ഈ ചാക്കെല്ലാം അഴിച്ചിട്ട് എന്നെ ഇങ്ങനെ, ഞാൻ ദൂരെ നിന്ന് വന്നപ്പോഴേ കൈയെല്ലാം ഇങ്ങനെ കാണിക്കുക. വിരലൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇതെല്ലാം ഉണങ്ങി. തലയെല്ലാം ഉണങ്ങി, കാലെല്ലാം ഉണങ്ങി. വളരെ സൗഖ്യമുള്ള ഒരു മനുഷ്യന്, നയമാന ദൈവം വിടുവിച്ചതുപോലെ സൗഖ്യമുള്ള ഒരു മനുഷ്യനായിട്ട് കാണാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരാഴ്ച കൊണ്ട് ദൈവം എനിക്ക് അത്ഭുതം ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ദൈവത്തെ എനിക്കറിയാം. അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തെ, ഇന്നും അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ഞാൻ ഒന്ന് രണ്ട് അത്ഭുതങ്ങളൂടെ പറയാനുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഒരു ഇടയ്ക്കിടയ്ക്ക് കാരണം ഇങ്ങനെ കാരണം ഞാൻ പറയുന്നത്, എന്നും ദൈവം നമ്മളോട്ടത്തുണ്ട്. നമ്മൾ സംശയിക്കാതിരുന്നാൽ മാത്രം മതി. സംശയം വരത്തില്ലെന്ന് വെച്ചാൽ വരും, ഉറപ്പായിട്ട് വരും. എനിക്കും വന്നു, എനിക്ക് എപ്പോഴും വരും സംശയം. എന്റെ ഒരു ജീവിതം അത്. ഞാൻ ഒരു 50 ചോദ്യവും ചോദിക്കും, ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിച്ചാൽ ദൈവം എനിക്ക് മറുപടി തന്നാൽ അപ്പൊ ഞാൻ അങ്ങനെ ഇനി എന്റെ കഴുത്ത് വെട്ടിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പണി ചെയ്തിരിക്കും. പക്ഷെ തമ്പുരാന്റെ ഒരു വാക്ക് വേണം, അത്രേ ഉള്ളൂ. അപ്പൊ ഇടയ്ക്ക് ഒരു 2:30 രാത്രി ഇവിടെ ഈ നാട്ടുകാർക്കെല്ലാം ദൈവമായിട്ടൊരു കൃപ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഈ നാട്ടുകാർ ആരും രക്ഷിക്കപ്പെട്ടവരെന്നല്ല ഇവിടെ കൂടെ ഉള്ളവരൊക്കെ. പക്ഷെ എല്ലാവർക്കും അറിയാം ഈ പാസ്റ്റർ വിളിച്ച് പ്രാർത്ഥിച്ച ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് അറിയാം. അങ്ങനെ ഒരു ശ്രുതി, ഇപ്പൊ നമ്മളെ കുറിച്ചുള്ള ഒരു ശ്രുതി ദേശത്തിൽ പരന്നു എന്ന് പറഞ്ഞതുപോലെ ഈ നാട്ടിൽ മൊത്തം ഒരു ശ്രുതി. അത് ശ്രുതി ഉണ്ടാക്കി തന്നത് ആരാന്ന് ചോദിച്ചൊരു മന്ത്രവാദിയാണ്. ശ്രുതി ഉണ്ടാക്കി തരാൻ കാരണക്കാരനും ഒരു മന്ത്രവാദിയാണ്. കാരണം ആദ്യം ചർച്ചിൽ ഒത്തിരി അത്ഭുതങ്ങൾ. അപ്പൊ ദൈവമല്ലേ ശ്രുതി ഉണ്ടാക്കി ആ ഉറപ്പാണ്, ദൈവമാണ് ശ്രുതി ഉണ്ടാക്കി തന്നെ. പക്ഷെ അതിന് മുഖാന്തരമായത് ഒരു മന്ത്രവാദി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ദേശത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ രക്ഷിക്കപ്പെട്ടു വന്നു, ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടു. അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ രക്ഷിക്കപ്പെട്ടൊക്കെ ഇങ്ങനെ ചർച്ചിലോട്ട് വന്നു കഴിഞ്ഞപ്പോ ഒരു ഗ്രൂപ്പിലെ ആൾക്കാർ ഇങ്ങനെ ചർച്ചിൽ വന്നു തുടങ്ങി. അപ്പൊ ഒരു ഗ്രൂപ്പിലെ ആൾക്കാർ ഇങ്ങനെ ചർച്ച വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ശരി, അത് ഞാൻ ഭാഷയൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പൊ ഒരു പ്രത്യേക ഭാഷക്കാരാണ് വരുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇനി ആ ഭാഷയിലും കൂടെ ഒരു ആരാധനയൊക്കെ തുടങ്ങും. അപ്പൊ ചർച്ചിൽ ഇരിക്കാൻ സ്ഥലമല്ല, അന്ന് ചർച്ച് ആയിട്ടില്ല, ഒരു ചെറിയൊരു ഷെഡ് പോലെ കെട്ടിയിട്ടേക്കാം. അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ, എനിക്ക് ഭയങ്കര ആവേശത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ചർച്ചിലോട്ടൊക്കെ വരുന്ന സമയമുള്ളൂ. അപ്പൊ ഈ നമുക്കറിയാലോ, ഒരു മലവെള്ളപ്പാച്ചിൽ ഞാൻ വരുന്ന പോലെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ വരുന്നു, വീണ്ടും കുറെ അങ്ങ് പോകുന്നു, കുറെ നിൽക്കുന്നു, അങ്ങനെ ഒരു സംഭവം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാവുന്നത്. അപ്പൊ ഒരു ഉണർവ്. അപ്പൊ ഇങ്ങനെ കുറച്ച് പേര് വന്ന് നിന്ന്, അങ്ങനെ നിന്നില്ല. അപ്പൊ ആൾക്കാർ ഇങ്ങനെ കുറെ പേര് ഒരു ഗ്രാമത്തിൽ നിന്ന് ഇങ്ങനെ വരുന്നു. അതെല്ലാം രക്ഷിക്കുമ്പോൾ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് പ്രത്യേക ഭാഷക്കാർ. അവർ വരുമ്പോൾ ചർച്ചിൽ പറയും, ഇതാണ് സംഭവം. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നറിയാം, ഇവരെല്ലാം ചർച്ചിൽ പോകുന്നത് കണ്ടപ്പോൾ ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ ഒരു മന്ത്രവാദി വിളിച്ചോണ്ട്, അങ്ങനെ മന്ത്രവാദി ഭയങ്കര പൈസക്ക് എത്ര ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചിലവാക്കി വിളിച്ചോണ്ട് വന്നിട്ട് എല്ലാ വീടുകളിലും ഫ്രീ ആയിട്ട് ഇങ്ങനെ തേങ്ങ കെട്ടിച്ച്, ഇങ്ങനെ തേങ്ങയിലെ തുണിയൊക്കെ വെച്ച് കെട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ എല്ലാ വീടുകളിലും കൊണ്ട് കെട്ടി തൂക്കി കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയെന്നൊക്കെ പറഞ്ഞ് ഇവര് മഞ്ഞളൊക്കെ തെളിച്ച് ശുദ്ധീകരിച്ചിട്ട് പറഞ്ഞ്, നീ ഇവരാരും വരാൻ പാടില്ല, നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല, നിങ്ങൾക്ക് അത്ഭുതം കാണണമെങ്കിൽ എന്റെ അടുത്ത് വന്നാൽ ഞാൻ കാണിച്ചു തരാം, ഏത് ടൈപ്പിൽ അത്ഭുതം കാണണമെങ്കിലും ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഒരു ഭയങ്കര സംഭവം അങ്ങ് വിളിച്ചു പറഞ്ഞു, നിങ്ങളെല്ലാവരും പോയത് പോട്ടെ, പക്ഷെ ഇനിമേലാൽ നിങ്ങളെ ആരാണോ ഈ ചർച്ചയിൽ കൊണ്ടുപോയത് ആ പാസ്റ്റർ അല്ലെങ്കിൽ ആ വ്യക്തിയെ, നിങ്ങൾ പള്ളിയിൽ പോയി നിങ്ങളുടെ ആ പുരോഹിതൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ 2 മാസത്തിനകത്ത് അദ്ദേഹം ഇവിടുന്ന് ഭ്രാന്തനായിട്ട് ഓടുമെന്ന് പറഞ്ഞു. അപ്പോ ഞങ്ങളുടെ ഒരു വിശ്വാസി, അതായത് ഈ മലവെള്ളപ്പാച്ചിലിൽ നിന്ന ഒരാള് ഇത് കേട്ടു. അതായത് ഇങ്ങനെ ഒത്തിരി ആൾക്കാർ വരുന്ന സമയത്ത് നിൽക്കുന്ന കുഞ്ഞാടുകൾ, അതായത് വിശ്വാസത്തിന് വന്നോ ഇല്ല, എന്നാ വന്നില്ലേ വന്നു, അങ്ങനെ നിൽക്കുന്ന ഒരാൾക്കാർ. അപ്പൊ അവരിൽ ഒരാളിന്റെ അടുത്ത് ഓടി വന്നു, എന്റെ പൊന്നു പാസ്റ്റർ. അപ്പൊ ഞാൻ അങ്ങോട്ട് 7 ദിവസം കണ്ട് ഫാസ്റ്റിംഗ് പ്രയർ ആയിരുന്നു. ചർച്ചിൽ ഭയങ്കര ഉണർവും കാര്യങ്ങളും ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവർ 3 മണിക്ക് അങ്ങോട്ട് ഞാൻ പ്രാർത്ഥന എടുത്തപ്പോൾ ഓടി വന്നിട്ട് എന്റെ പൊന്നു പാസ്റ്റർ സൂക്ഷിക്കണം. ഞാൻ പറയുന്നത് പറ്റി, അത് പാസ്റ്റർ ആകെ പ്രശ്നമാണ്, പിന്നെ മന്ത്രവാദി വന്നു, അദ്ദേഹം പറഞ്ഞു പാസ്റ്റർ 2 മാസത്തിനകത്ത് ഭ്രാന്തനായിട്ട് ഇവിടുന്ന് പഠിക്കും. അപ്പൊ വിവാസ പ്രതിക്ക് നമുക്കെന്തോ തോന്നാനാ. അപ്പൊ ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞല്ലോ, അയ്യോ ആ സിസ്റ്ററോട് പറഞ്ഞു, സോറി അദ്ദേഹത്തോടൊന്ന് പറഞ്ഞേരെ, അദ്ദേഹത്തിനൊന്നും പറ്റാതെ സൂക്ഷിച്ചോളാം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഞാൻ ഈ സംഭവം മറന്നു. ദൈവം വിശ്വസ്തനാട്ടോ. നമ്മൾ ചിലതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വിട്ട് കളയുമല്ലോ. പക്ഷെ കാര്യം എനിക്ക് ഈ വക വിഷയങ്ങളൊക്കെ ഒത്തിരി കളിയും ചിരിയും ആയിട്ട് എടുക്കുന്ന ഒരു മനുഷ്യനാണ്. അത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയത്തില്ല. പലരും എന്നെ വിമർശിക്കാറുണ്ട്. കാരണം ഇതിനു മുമ്പ് തന്നെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഈ മുട്ടയിൽ കൂടോത്രം ചെയ്യുന്ന പരിപാടിയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പലരും ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ അനുഭവിച്ചിട്ടുള്ള മനുഷ്യനാണ്.
ഒരു പ്രാവശ്യം ഞാൻ താമസിച്ചിരുന്ന സമയത്ത് സ്ഥലത്ത് ഞാൻ ഒരു റൂമിനകത്ത് താമസിക്കുന്നത് അന്ന്. അപ്പൊ അവിടെ തന്നെയാണ് എന്റെ ജീവിതം മൊത്തം നടക്കുന്നത്. ഞാൻ പ്രാർത്ഥന എല്ലാ പരിപാടിയും അവിടെ. അപ്പൊ ഇവർക്ക് എങ്ങനെയെങ്കിലും എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. പക്ഷെ ഇറക്കി വിടാൻ വേണ്ടി വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പൊ എന്നോട് നേരിട്ട് പറയാൻ ഒരു മടി. കാര്യം അവർ എന്നോട് ഭയങ്കര ക്ലോസാ. പക്ഷെ ഞാൻ ക്രിസ്ത്യാനിയുണ്ട്, എന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കി വിടണം. അപ്പൊ എന്ത് ഇവര് മുട്ടയിൽ എന്തൊക്കെ പരിപാടിയൊക്കെ ചെയ്തിട്ട് ഇവരെന്ത് ചെയ്തു, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു കളമൊക്കെ വരച്ചിട്ട് കളത്തിന്റെ അടുത്തൊരു മുട്ട ഇങ്ങനെ വെച്ചിരുന്നു. അപ്പൊ ഇത് നമ്മൾ മറികടന്ന് എന്താ സംഭവിക്കുന്നൊക്കെ അവർ പറയുന്നത് എനിക്കറിയത്തില്ല. ഞാനിതുവരെ ഇതിന് സംഭവം ഒന്നും കേട്ടിട്ടില്ല. പക്ഷെ ഞാനന്ന് വിശന്ന് വരാൻ ഞാൻ വന്നത്, അതെന്റെ അബദ്ധം. എന്റെ കയ്യിൽ ആകെ ഉള്ളത് 2 രൂപ. ഞാൻ 2 രൂപ ബ്രെഡ് മേടിച്ചോണ്ട് വന്നു. കാര്യം അന്ന് ഈ 2 രൂപയ്ക്ക് ഈ കുറച്ച് പീസ്, ഒരു 5 പീസ് ബ്രെഡ് കിട്ടും. അപ്പൊ ഞാൻ ഈ ബ്രെഡും വാങ്ങിച്ചോണ്ട് വന്നിട്ട് ശരി വെള്ളം ഒഴിച്ച് കുടിക്കാന്ന് പറഞ്ഞ് വെള്ളം എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് കുടിക്കാതെ, തേയിലപ്പൊടി പഞ്ചസാര എന്നില്ലായിരുന്ന സമയം. അപ്പൊ അതുകൊണ്ട് പച്ചവെള്ളത്തിൽ മുക്കി കഴിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ കർത്താവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വരും. അപ്പൊ ഈ 2 രൂപ കൊണ്ട് ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ വരുന്ന സമയത്താണ് ഫ്രണ്ടിലൊരു മുട്ട. അപ്പൊ ഇതിനപ്പുറം നമുക്ക് വല്ലതും വേണം. ഞാൻ ആ മുട്ട എടുത്ത് ഐശ്വര്യമായിട്ട് കൊണ്ടുവന്ന് അടിച്ചു പൊട്ടിച്ച് ഓംപ്ലേറ്റ് ആയിട്ട് കഴിച്ചിട്ട് അതിന്റെ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ തോടെടുത്ത് അവിടെ ഇട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഈ വീട്ടുകാർ വന്ന് ഇവിടെ എല്ലാം മുട്ട അന്വേഷിച്ചു കിടക്കാം, മുട്ട കാണാനില്ല. ഇതിപ്പോ ആരോട് ചോദിക്കാനാ? കാര്യം മുട്ട മൊത്തം പടവും പറിച്ചു വെച്ചിരിക്കുക. ഞാൻ ചിന്തിച്ചെന്നറിയോ, ഈ പിള്ളേരാരാണ്ട് ഈ ജവരി കോലം വരയ്ക്കുന്ന പോലെ ഏതാണ്ട് കോലവും വരച്ചിട്ട് ഈ മുട്ടയിൽ തുറക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു പിള്ളേരാരാണ്ട് എടുത്ത് വെച്ച് സ്കെച്ച് വല്ലതും അടിച്ചതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ മുട്ട കൊണ്ടിട്ട് പൊട്ടിക്കുന്നത്. അപ്പോ ആകപ്പാട് അവര് ടെൻഷനായിട്ട് ഓടുക. ഇവര് വന്ന് മുട്ട തപ്പുന്നു, മുട്ട കാണാനില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അവിടുത്തെ ഒരു മോൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, സാറേ മുട്ട എന്ത് ചെയ്യും? ഇവിടെ ഒരു മുട്ട ഇരുന്ന്. ഞാൻ ഇവിടെ വിശന്ന് വലഞ്ഞാണ് വന്നത്, 2 ബ്രെഡ് മാറ്റിടുന്നപ്പോ ഇവിടെ ഒരു മുട്ട കടന്നു, ഞാൻ എടുത്തതിനെ ഇപ്പൊ പൊരിച്ച് ഇപ്പൊ തിന്നേ എടുത്തു. അയ്യോ പൊരിച്ചു തിന്നോ? ഞാൻ പറഞ്ഞു ആ പൊരിച്ചു കഴിച്ചു. അപ്പോ മറ്റു തല പൊട്ടി തെറിക്കേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ തല പൊട്ടി തെറിക്കുക. അപ്പൊ സംഭവങ്ങളെല്ലാം ക്ലിയറായി. സംഭവങ്ങളെല്ലാം ക്ലിയറായി. അപ്പൊ എനിക്ക് ഇനിയിപ്പോ അകത്ത് പോയ സ്ഥാനത്തിന് ഇപ്പൊ പുറത്തോട്ട് എടുക്കാൻ പറ്റത്തില്ല. ഏഹ് അപ്പോ ബൈബിള് പറയുന്ന ഒരു വാക്യമുണ്ട്, നമുക്കൊക്കെ ആശ്വാസത്തിന് വേണ്ടി കർത്താവ് ഒരു വാക്യം കൂടെ, നീ മരണകരമായത് കഴിച്ചാലും നിനക്ക് ഒന്നും സംഭവിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു വാക്യം ഉള്ളതുകൊണ്ട് അതിൽ കയറി പിടിച്ചിട്ട് ഒരു പ്രാർത്ഥന, എന്റെ പൊന്നു തമ്പുരാന് ഒരു സംഭവം അറിയാതെ അകത്തോട്ട് പോയിട്ടുണ്ടൊന്ന് നോക്കണേന്ന് പറഞ്ഞ് കർത്താവ് ഇന്നുവരെ സൂക്ഷിച്ചു. ആ തല ഇന്നും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. വെളിച്ചം ഇച്ചിരി കുറവായിട്ട് ഇത്തിരി കറുപ്പായിട്ട് തോന്നുന്നത്, പക്ഷെ കുഴപ്പമില്ല. എന്നാലും ആ തല ഇന്നും അങ്ങനെ തന്നെ ദൈവം എനിക്ക് തന്നു. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊന്നും നമുക്ക് ഈ പലരും പറയുന്ന ഒരു വാക്കുണ്ട്, മന്ത്രവാദിയുടെ പറഞ്ഞു തരാം. ഇപ്പൊ അതിലോട്ട് പോവാം. അപ്പൊ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു പൊക്കോട്ടെ ആന്റി. നമ്മളിൽ പലരും രക്ഷിക്കപ്പെട്ട് സ്നാനമിട്ട് പല വർഷങ്ങളായാലും ഉണ്ടല്ലോ, ഇവർ ഈ മന്ത്രവാദം കൂടോത്രം ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പെന്തക്കോസ്തർ എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് എന്നോട് ഒരു ആന്റി എന്നോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ മന്ത്രവാദം കൂടോത്രം ചെയ്ത് വെച്ചേക്ക്, അതാ ഇത് അങ്ങനെ ഇങ്ങനെ. പക്ഷെ എനിക്ക് ഈ പറയാനുള്ളത്, ഇതൊക്കെ ബൈബിളിൽ എവിടെയെന്നാ എനിക്ക് പറയാം. ഒന്നും നിനക്ക് ഫലിക്കത്തില്ലെന്നാ ബൈബിളിൽ പറയുന്നത്. ഈ കൂടോത്രമാവട്ടെ, മന്ത്രമാവട്ടെ, ആഭിചാരമാവട്ടെ, ലക്ഷണവിദ്യയായിട്ട് ഇതൊന്നും ഫലിക്കത്തില്ലെന്നാ ബൈബിൾ പറയുന്നത്. പക്ഷേ നമ്മുടെ ആൾക്കാരെല്ലാം കർത്താവ് പറഞ്ഞാൽ പോലും വിശ്വസിക്കത്തില്ല. അപ്പൊ എനിക്ക് ഒറ്റ പ്രേക്ഷകരോട് ഒറ്റ വാക്കേ പറയാനുള്ളൂ. ഞാൻ ഒത്തിരി ചിരിച്ചാ പോകുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് പ്രേക്ഷകരോട് ഒറ്റ വാക്കേ പറയാനുള്ളൂ, ഇതൊന്നും ഇല്ലെന്ന്, ഇതൊന്നും ഫലിക്കത്തില്ലെന്ന്. കാരണം നമ്മളോടൊപ്പം കർത്താവുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ ഞാൻ മന്ത്രവാദിയുടെ അടുത്തോട്ട് പോവാം. അപ്പൊ ഈ ആന്റി എന്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, പശ സൂക്ഷിച്ചോണം. അപ്പൊ ഞാനിങ്ങനെ ഒറ്റ വാക്ക് പറഞ്ഞു, അദ്ദേഹത്തിനൊന്നും പറ്റാതെ സൂക്ഷിച്ചോളാൻ പറഞ്ഞോളെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് വിട്ട്, ഞാൻ പ്രാർത്ഥിച്ച് എന്റെ പണി നോക്കി ഞാനങ്ങ് പോയി. ഈ വിഷയം ഞാൻ മറന്നുപോയി. പക്ഷെ നമ്മൾ പറഞ്ഞാലും നമ്മളെ കാര്യങ്ങൾ മറക്കാത്തൊരു കർത്താവുണ്ട്. ആ കർത്താവ് നമ്മളെ കൂടെയുണ്ട്. അപ്പൊ ആ ദൈവം എന്ത് ചെയ്യുന്നറിയോ, അടുത്ത 2 മാസം, കറക്റ്റ് 2 മാസം കഴിഞ്ഞ് അതേ ദിവസം ഇദ്ദേഹം മദ്യപിച്ച്, ഈ മന്ത്രവാദി ഒത്തിരി മദ്യപിച്ച് ഭ്രാന്തനായി ഒരുപാട് മദ്യപിച്ച് ഈ തുപ്പലൊലിപ്പിച്ച്, അതായത് താടിയിലൂടെ തുപ്പലൊലിപ്പിച്ച് ആ ഗ്രാമത്തിന്റെ എവിടെ നിന്നാണോ അദ്ദേഹം പറഞ്ഞത് അവിടെ വന്ന് നിന്ന് അദ്ദേഹം തുപ്പലൊലിച്ചിട്ട് തലയെല്ലാം ഇങ്ങനെ ചൊറിഞ്ഞൊരു ഭ്രാന്തനെ പോലെ നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ നിൽക്കുക. ഇത് ആൾക്കാർ കണ്ടു. ഇദ്ദേഹം ഓരോ വഴികളിലൂടെ ഇങ്ങനെ നടക്കുക ഭ്രാന്തനെ പോലെ ആ സ്ഥലത്തൂടെ. അദ്ദേഹം എന്തിനാണ് അവിടെ വന്നതെന്ന് ആർക്കും അറിയത്തില്ല. അദ്ദേഹം മെയിൻ ബജാറിൽ വന്നു, മദ്യപിച്ചിട്ട് നേരെ ഇദ്ദേഹം ഇവിടെ വന്നിട്ട് ഭ്രാന്തനെ പോലെ, ഒരു തിരുഭ്രാന്തനെ പോലെ അദ്ദേഹം ഇങ്ങനെ നടക്കുക, ഓരോ വഴികളിലൂടെ ഇങ്ങനെ നടക്കുക. അന്ന് അവിടുത്തെ ജനം പറഞ്ഞൊരു വാക്കുണ്ട്, ഇദ്ദേഹം ഈ ദിവസമാ ആ പാസ്റ്റർ എവിടെ നിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞത്. അങ്ങേരെ എവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഇദ്ദേഹം ഇവിടെ ഭ്രാന്തനായിട്ട് കിടക്കുക. അപ്പൊ ഞാൻ പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ശ്രുതി ഈ ദേശം മൊത്തം അങ്ങ് പറഞ്ഞു. കാരണം നമ്മളോടൊപ്പം ഒരു ദൈവമുണ്ട്, അത് ജീവിക്കുന്നതാണ്. ഈ മന്ത്രവാദവും ആഭിചാരവും കൂടോത്രവും ഇങ്ങനെയുള്ള കെട്ടുകളൊന്നും ഇങ്ങോട്ട് ഏക്കത്തില്ലെന്നുള്ളത്, കാരണം ഇങ്ങോട്ട് ഏക്കാൻ ദൈവം അനുവദിക്കത്തില്ലെന്നുള്ളത്, ഞാൻ തമ്പുരാന് മഹത്വം കൊടുക്കുക, ഇതൊന്നും ഇങ്ങോട്ട് വരത്തില്ലെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി.
കാരണം എനിക്ക് ഇന്നും പറയാനുള്ളത്, ഇന്നും പറയും. ഇന്ന് ഇടയ്ക്ക് എന്നോട് ഒരു പറഞ്ഞു, അയ്യോ പാസ്റ്റർ ഇന്നൊരു വിഷയങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച് തിരിച്ചടിക്കും. ഞാൻ പറഞ്ഞു തിരിച്ചടിക്കൊക്കെ അടിച്ചോണ്ടങ്ങ് പൊക്കോട്ടെ. കാരണം വിശുദ്ധി ഇല്ലാതെ പോയാലല്ലേ ഉള്ള പ്രശ്നമുള്ളൂ. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. കാര്യം ജീവിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ഇപ്പൊ 12 മണിക്കാലും 1 മണിക്കാലും നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവ് ഞാൻ ഇതാ എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഒരു ദിവസം രാത്രി 2:30 ആയപ്പോൾ ഇവിടുത്തെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് വന്നു. ഞാൻ ഈ വാക്കും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോകും. കാരണം എനിക്ക് ഒത്തിരി വിഷയങ്ങളായിട്ട് ഇനി ഒരു പ്രാർത്ഥനയ്ക്ക് പോകാനുള്ളത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുക. ഒരുപാട് അനുഭവം, ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് നിർത്താൻ ആഗ്രഹിക്കുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ സംഭവം ഉണ്ടായി. കുറച്ച് ദിവസത്തിന് മുമ്പ് ഇവിടുന്ന് ഒരു രാത്രി 2:30 ആയപ്പോൾ ഇവിടുത്തെ ബംഗാളികളായിട്ടുള്ള കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നു. വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ ആ പെട്ടെന്നൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ പറ്റി? ഞാൻ ചോദിച്ചു, ഇവരെ അടിക്കാനാണോ കൊല്ലാനാണോ എന്നൊന്നും പറയാനൊക്കത്തില്ലല്ലോ, എന്താ സംഭവിക്കുന്നത് പറയത്തില്ല. അപ്പൊ ഇവര് കുറച്ചുപേർ അറിയാന്നുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറയാം, എന്താ പറ്റി? അത് ഒരു ചെറിയ പ്രശ്നം പാസ്റ്റർ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ ഓക്കെ, ഞാൻ റെഡിയായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് എടുത്തിട്ട് അടുത്തുനിന്ന് 2 കുഞ്ഞുങ്ങളെ വിളിച്ച് ഞാൻ പെട്ടെന്ന് പോയി. അവരെ വീട്ടിൽ ചെന്നപ്പോൾ കാണാം ഒരു പെങ്കൊച്ച്, 6 മാസം ഗർഭിണിയായ ഒരു പെങ്കൊച്ചിനെ ഒത്തിരി പേര് ഇങ്ങനെ ചേർന്ന് പിടിച്ചോണ്ടിരിക്കും. അവിടെ ഒരു മന്ത്രവാദി ഇരിപ്പുണ്ട്, അവിടെ ഒരു പൂജാരി ഇരിപ്പുണ്ട്, അവിടെ മറ്റ് ഈ ക്ഷേത്ര കമ്മിറ്റിയിലെ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്, പിന്നെ ഈ നാട്ടുകാരെല്ലാം കൂടിയിട്ടുണ്ട് ആ വീട്ടിനകത്ത്. വൈകിട്ട് 6 മണിക്ക് കണ്ടു തുടങ്ങിയ പരിപാടിയാണ്. വൈകിട്ട് 6 മണി വരെ, രാത്രി 2:30 വരെ ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക. ഈ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നു, മന്ത്രവാദി വെള്ളം തളിക്കുന്നു, പൂജാരി എല്ലാം ചലിക്കുന്നു. അവസാനം ഇതൊന്നും സംഭവിക്കാതെ വന്നപ്പോൾ അവസാനം പറഞ്ഞു, ഇവിടെ ഇന്നടത്തിന്റെ പോലെ ഒരു പാസ്റ്റർ ഉണ്ട്, പുള്ളി ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളതാ, ഒന്ന് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. കാര്യം ഇവിടെ ഒരുപാട് ഭൂതം പിടിച്ചവന്മാരല്ല, ഈ അവസാനം ഈ ഭൂതം പിടിച്ച എല്ലാ കേസും നമുക്ക് കിട്ടും. അതിനെല്ലാം ദൈവം, ഞാനും ചിലപ്പോഴും പറയുന്നത്, പലരും വരുമ്പോൾ ഞാൻ ഇപ്പൊ ഒരാളിനെ പെൻഡിങ്ങിന് വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരാളിനെ പെൻഡിങ്ങിന് വിട്ടിട്ടുണ്ട്. അപ്പൊ അവര് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഇപ്പൊ പ്രാർത്ഥിക്കത്തില്ല, ഇനി എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഏകദേശം ഒരു 45,000 രൂപ കണ്ട തീർന്നിട്ടുള്ളവരെന്ന്. അപ്പൊ ഇനി കുറച്ചുകൂടെയൊക്കെ ചിലപ്പോൾ തീരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ പോവാണെങ്കിൽ അതുകൂടെയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരാൻ പറയും. കാര്യം അവസാനം വരുമ്പോണ്ടല്ലോ ഇനി കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് പറയും. അല്ലെങ്കിൽ പറയും, അയ്യോ വേണ്ട, അവിടെയും കൂടെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ശരിയാകുമായിരുന്നു, എന്നാ പിന്നെ ഇവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ കിട്ടിക്കട്ടെ. അതുകൊണ്ട് ഞാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇനി എവിടെയെങ്കിലും പരീക്ഷിക്കുകയാണെങ്കിൽ പോയി പരീക്ഷിച്ചിട്ട് അങ്ങനെ ഒരാളെ ഇപ്പൊ വിട്ടേക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പാസ്റ്റർ വേറെ അടുത്തൂടെ പോയിരുന്നു, വെറുതെ 5,000 രൂപ കളഞ്ഞതേ ഉള്ളൂ, ഒന്നും സംഭവിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് വേണം വരാനെന്ന് പറഞ്ഞു. കാര്യം ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒത്തിരി ഉള്ളതുകൊണ്ട്. അപ്പൊ ഇവിടെ പിന്നെ ആൾക്കാർ അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ വീട്ടില്. അപ്പൊ ഇവിടെ അങ്ങോട്ട് പോയി നോക്കിയപ്പോ കാണും ഇങ്ങനെ ആൾക്കാരെല്ലാം കൂടെ കൂടിയിരിക്കും. അപ്പൊ രാത്രി ഞാനും നല്ല ഉറക്കത്തിലാണ് പോയത്. കാരണം 2 ദിവസം കൊണ്ട് ഇങ്ങനെ രാത്രി മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പല വീടുകളിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത്തിരി ഉറക്കത്തിലാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, എല്ലാവരുടെയും വിടാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഒരു മാസം വിടരുത്, വിട്ടാൽ കഴിഞ്ഞാൽ ആ പ്രശ്നം. അപ്പൊ ഇത് ഭൂതം പിടിച്ച ഒരുപാട് സംഭവങ്ങളുള്ളതിൽ ഒറ്റ വിഷയം പറയുന്നത്. അപ്പോ പെട്ടെന്ന് ഇല്ല, ഇപ്പൊ പെട്ടെന്ന് വിട്ടില്ലെങ്കിൽ ഇപ്പൊ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ ശരി, നിങ്ങളെ വിട്ടോളാൻ പറഞ്ഞു. അപ്പൊ ഇവർ വിട്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു, ഈ കുഞ്ഞിന് നോർമലായി. അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുന്നത്, നമ്മളെ പാസ്റ്റർമാരല്ലേ, ടയർഡൊക്കെ ആയപ്പോൾ നമ്മൾ ദൈവം പെട്ടെന്ന് നിന്ന കാര്യങ്ങളെല്ലാം റെഡിയാക്കി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്ന് നമ്മളൊന്ന് ശ്വാസമൊക്കെ ഇട്ട് കസേരയൊക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കസേരയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു. അതോടെ ഇത്രയും നേരം 6 മണി വരെ നമ്മളിങ്ങനെ പിടിച്ചിട്ടൊന്നും ആവാത്തത്, ഒരാൾ വന്നിട്ട് എന്തോ പറഞ്ഞു, ഇതാ ശരിയായി. അപ്പൊ നമുക്കൊരു ഇതൊക്കെ ഉണ്ടാവൂല അകത്ത്, കണ്ടോ നമ്മള് എന്നൊക്കെ അതൊരു സംഭവത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ അതൊന്നും ഉണ്ടാവില്ലെന്ന് പറയാൻ വേണ്ടി ഞാൻ ഇത് പറയാൻ വരുന്നേ. എനിക്ക് അബദ്ധത്തിൽ ഇങ്ങനെ ഉണ്ടായിപ്പോയി. അതിന്റെ ഒരു പ്രത്യേക കഥ ഞാൻ പറയാൻ വേണ്ടി വന്നത്. ഈ കഥ ഞാൻ തന്നെ ഇത് തന്നെ ഞാൻ സംഭവം എടുക്കാൻ കാരണം അതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ ഞാനിങ്ങനെ പൂജാരി നോക്കുന്നു, കണ്ടാ വന്നു, യേശുവിന്റെ നാമത്തിൽ പറഞ്ഞപ്പോൾ വഴിയായി. അടുത്ത് പൂജാരിയെ ഞാനിങ്ങനെ നോക്കി, മന്ത്രവാദിയെ നോക്കി, അവിടുന്ന് ആൾക്കാരൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ചേറിയിരിക്കുന്നു, ബാക്കിയുള്ള എല്ലാവരും തറയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ രാജാവിനെ പോലെ ആയി. ഇതെന്റെ തെറ്റ്, ഇങ്ങനെ പാടില്ല. അത് ഞാൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഈ വിഷയം പറഞ്ഞു വരുന്നത്. അപ്പോ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഈ പെങ്കൊച്ച് പെട്ടെന്ന് അങ്ങ് എണീറ്റിട്ട് അവള് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നു. നോർമലായിട്ട് തിരിച്ചു വന്ന ഉടനെ ഈ വാക്കത്തി ഉണ്ട് ഇവിടെ, ഇങ്ങനെ ഇരിക്കും വാക്കത്തി ഭയങ്കര. ഇവിടത്തെ എല്ലാം ഈ കൃഷിക്കാരായതുകൊണ്ട് ഇത് എന്നും തേച്ച് റെഡിയാക്കി ഇങ്ങനെ വാള് പോലെ വെച്ചിരിക്കുന്നത്. എവൾ ഈ വാക്കത്തി എടുത്തു എല്ലാവരും ഒരു സ്റ്റെപ്പ് നിരത്തി അങ്ങ് വെട്ടാൻ വേണ്ടി അങ്ങോട്ട് ചാടിയതും ആൾക്കാരെല്ലാം എവിടെ കൂടെയൊക്കെ പോയെന്നറിയത്തില്ല. ഞാനും വേണ്ടി ഈ പെങ്കൊച്ചുണ്ട് നേരെ മുഖാമുഖം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എന്റെ കൂട്ടത്തിൽ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് എവരെയും കാണാനില്ല. എല്ലാം ഓടി ഏതൊക്കെ ഭാഗത്ത് പോയി. എന്റെ ഈ അത്രയും നേരം മറ്റേ രാജാവ് ചമഞ്ഞിരുന്ന ഞാനിപ്പോ ശൂന്യതയിൽ നിൽക്കുക. പൊട്ട ഇനി ഒന്ന് മറ്റേ ഭൂതം മാത്രമായിരുന്നെങ്കിൽ സംഭവിച്ചിരുന്നത്. ഇപ്പൊ മറ്റേ ഇതും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭൂതത്തിനെ പേടിയില്ലെങ്കിലും വാള് പേടിയാന്ന്. അപ്പൊ അങ്ങനെ ഒരു സംഭവമുണ്ട്. എന്നാലും ദൈവം കൂടെ ഉണ്ട്, അത് പറയാൻ വേണ്ടി ഞാൻ. ദൈവം കൂടെ ഉണ്ട്. അതുകൊണ്ടാ ഈ പെങ്കൊച്ച് ആദ്യം ഒരു വെട്ടി. ഞാനിങ്ങനെ നിൽക്കുക, അവളെന്റെ നേരെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഇവൾ ഈ വാക്കത്തി എടുത്തിട്ട് എന്റെ കഴുത്തിന്റെ അവിടെ ഒരു വീശ് ചിക്കെന്ന് ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടു. ഞാൻ 2 അടി ബാക്കിലോട്ട് മാറി.
എല്ലാവരെയും കണ്ടു. ഇത് നാട്ടുകാരെയും വീട്ടുകാരെയും ഭാര്യയും കുഞ്ഞുങ്ങളെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ എൻ്റെ കണ്ണു മുമ്പിൽ കൂടെ എല്ലാവരെയും ഇങ്ങനെ ഓടിച്ചു വിട്ടു. കാരണം രക്ഷയില്ല, ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു. 2 അടി ബാക്കിലോട്ട് വെച്ചപ്പോൾ എൻ്റെ അകത്ത് പഴയ ഒരു ശബ്ദം വീണ്ടും കേട്ടു. നീ എന്തിനാ ഇവിടെ വന്നേ? ഞാൻ പറഞ്ഞു ഭൂതത്തെ പുറത്താക്കാൻ. നീ എന്തോ ഇപ്പൊ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു പേടിച്ചു പോയി. ഇത്ര പറഞ്ഞുള്ളൂ, പേടിച്ചു പോയി. ഓക്കെ, ഇങ്ങനെ നീ വന്ന കാര്യം ചെയ്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഇത്രയും മാത്രമേ ഞാൻ അകത്ത് കേൾക്കുന്നുള്ളൂ. ഞാൻ 2 അടി ബാക്കിൽ ഞാൻ സോറി കർത്താവ് എന്ന് പറഞ്ഞു. സോറി എന്ന് പറഞ്ഞു. വീണ്ടും ആ 2 അടി ബാക്കിലോട്ട് വെച്ചത് വീണ്ടും 2 അടി ഫ്രണ്ടിലോട്ട് വെച്ചു. അപ്പൊ അവളെന്നെ ഞാൻ സൂക്ഷിച്ചൊന്നുകൂടെ നോക്കി. കണ്ണൂരിട്ട് ഇങ്ങനെ ഒരു നോക്കിയിട്ട് വീണ്ടും വെട്ടോത്തി ഇങ്ങനെ എടുത്തിട്ട് ഒരൊറ്റ വെട്ട്. അപ്പൊ ഇപ്പോ വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബാക്കിലോട്ട് പോകുന്നുമില്ല. ഇനി വെട്ടിയാൽ ഈ കഴുത്തില്ല. അവള് ഭൂതം പിടിച്ചായിട്ട് അവള് ജയിലിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഭ്രാന്തിയാണെന്ന് പറഞ്ഞ് സംഭവം കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പൊ ഞാൻ കണ്ണാൻ കടച്ചു. കാര്യം ഇല്ല, ഇനിയില്ല. ഇനി എന്റെ ജീവിതം എന്ന് പറയുന്ന സാധനം എനിക്ക് ഇല്ല എന്ന് 100% ഞാൻ ഉറപ്പിച്ചു. പറ്റത്തില്ല എന്ന് ഞാൻ 100% ഉറപ്പിച്ചു. കാരണം എന്റെ ജീവിതം ഇതോടെ തീർന്നു എന്ന് ഞാൻ ഉറപ്പിച്ചൊരു സമയം ഞാൻ കണ്ണടച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞത് കേട്ടിട്ടാണ് ഈ ഫ്രണ്ടിലോട്ട് നിൽക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ അവിശ്വസിക്കാൻ പാടില്ലെന്നും കൂടെ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ എന്റെ മനസ്സിൽ കത്തിയാവുമ്പോൾ നമുക്കൊരു എത്ര വലിയ പാസ്റ്റർ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചില പാസ്റ്റേഴ്സ് കാണുമായിരിക്കും വളരെ അഭിഷേകത്തോടെ നിൽക്കുന്ന ദൈവസമ്മരുടെ, അവരെല്ലാം ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയുക, കത്തിയുടെ മുമ്പിൽ എനിക്ക് ഇച്ചിരി ഭയം ഉണ്ടായി. ഞാൻ പെട്ടെന്ന് കണ്ണുകൾ അടച്ചു. പക്ഷേ എന്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഹിന്ദിയിൽ മാത്രമേ പറയാൻ, മലയാളത്തിൽ എനിക്ക് അത്ര അറിയത്തില്ല. ജഹാൻ കൈബിത്തു ജായെ മേ സ്വർഗദൂതൊക്കെ തെരഞ്ഞു താക്കിയതേക ജഹാംഗ, ഞാൻ സ്വർഗദൂതന്മാരെ നിനക്ക് വേണ്ടി കൽപ്പിക്കും. നീ എവിടെ പോയാലും നിന്റെ കാലിൽ കല്ല് പോലും തട്ടിപ്പോകാതെ വേണം നിന്നെ കാത്തുകൊള്ളും എന്നൊക്കെ പറഞ്ഞൊരു സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്. അപ്പൊ ഹിന്ദിയിലാണെങ്കിൽ എന്തോ അതെ 91 വാക്യമുണ്ട്. അപ്പൊ സ്വർഗദൂതന്മാര് നമ്മളെ കൂടെ ഉണ്ടെന്ന് പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നില്ല. 24 മണിക്കൂർ 24/7 സ്വർഗദൂതന്മാർ നമ്മളെ കൂടെ ഉണ്ട്, നമുക്ക് കാവലായിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും വിശ്വസിക്കില്ല. പക്ഷെ ഞാനത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വാക്കത്ത് ഇങ്ങനെ സ്പീഡിൽ വരിക, അതായത് ഒരു 95 കിലോമീറ്റർ സ്പീഡിൽ വരിക, ഇങ്ങനെ ഭൂം എന്ന് പറഞ്ഞിങ്ങനെ വരിക. ഇങ്ങനെ വന്നിട്ട് കഴുത്തിന്റെ ഇവിടം വരെ എത്തി ആരോ പിടിച്ചിങ്ങനെ, അതായത് ഇങ്ങനെ വെട്ടി മാറ്റുന്നത് പോലെ ഇങ്ങനെ വന്ന് അടിച്ചങ്ങ് നിന്നു. ഇത്രയേ ഉള്ളൂ. ഡിസ്റ്റൻസ് അധികമില്ല, എന്റെ കഴുത്തിന്റെ തൊട്ടടുത്ത. പക്ഷേ അതിനെ ആരോ വെട്ടി ഇങ്ങനെ പിടിച്ചു. അത് ഒരു കാരണവശാലും ആ കത്തി ഈ സ്പീഡിൽ അവിടെ നിൽക്കത്തില്ല, നന്ന സ്പീഡിൽ അവിടെ. പക്ഷെ കൈ ഇങ്ങനെ വെട്ടി നിർത്തുന്ന പോലെ അവിടെ അങ്ങനെ നിന്നിട്ട് ആ കൈ പതിയെ താഴേക്ക് അങ്ങ് പോയി. രണ്ടാമത് വീണ്ടും അവൾ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടി കൈ ഇങ്ങനെ മേളിലോട്ട് വലിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ മാത്രമല്ല, എന്റെ കൂടെ കർത്താവുണ്ട്, എന്റെ കൂടെ സ്വർഗദൂതന്മാരുണ്ട്, കർത്താവ് ആരെയൊക്കെ അയച്ചിട്ടുണ്ട്. എനിക്കത് സംഭവം മനസ്സിലായി. രണ്ടാമത് അവൾ വീണ്ടും കൈ ഇതുപോലെ വീണ്ടും പൊക്കിയിട്ട് വീണ്ടും അടുത്ത് വീണ്ടും മൂന്നാമത്തെ വെട്ടുക. മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും വെട്ടിയപ്പോ അതേ രീതി കറക്റ്റ് ഈ സ്ഥലത്തെത്തിയപ്പോ പിന്നെ കൈ ഇങ്ങോട്ട് വരത്തില്ല, തട്ടിപ്പിടിച്ചു. അത് എന്ത് സ്പീഡിലാണെന്നറിയോ കത്തി വരുന്നത്. അന്നത്തെ ആ ചരിത്രമൊക്കെ എനിക്ക് ഇന്നും വിശ്വസിക്കാൻ പറ്റും. ഇന്നും അത് പറയുമ്പോൾ എന്റെ കണ്ണും നിറയെ, എന്റെ ദേഹമൊക്കെ ഇങ്ങനെ വല്ലാത്തൊരു ഇതാവും, പെരുക്കുക ദേഹമൊക്കെ. കാരണം ഇങ്ങനെ സ്പീഡിൽ കത്തി ഇങ്ങനെ വരും, വന്ന് ഇങ്ങനെ കഴുത്തിന്റെ അടുത്ത് വരെ വരുന്നു. ആ സെക്കൻഡിൽ അങ്ങനെ നിൽക്കുന്നു. വീണ്ടും ആ കൈ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി ആരോ പിടിച്ചിങ്ങനെ താക്കുമ്പോൾ ആ കൈ അങ്ങ് താന്നു പോയി. പെട്ടെന്ന് ഞാൻ കൈ കയറി പിടിച്ചിട്ട് കത്തി വീണു. അപ്പൊ കത്തി തറയിൽ വീണതും ആൾക്കാരെല്ലാം ഓടി വന്നു. പെട്ടെന്ന് അവളെ പിടിച്ചു കൊണ്ടിരുത്തി. യേശുവിന്റെ നാമത്തിൽ ഒന്ന് തലയിലോട്ട് കൈവച്ചിട്ട് ഒറ്റ വാക്ക് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഇതിനോട് ഞാൻ കൽപ്പിക്കുന്നു, ഒരു ഡ്രാമയും വേണ്ട, വിട്ടുപൊക്കോളാൻ പറഞ്ഞു. അടുത്ത സെക്കൻഡിൽ അവള് തറയിൽ വീണു. അപ്പൊ തന്നെ ഭൂതം അവളെ വിട്ടു മാറി. അപ്പോ എന്റെ നഗളം മാറി. അത് സത്യസന്ധം, എന്റെ നഗളമായിട്ടുള്ള. പിന്നെ എനിക്ക് കസേരയൊക്കെ കൊണ്ടുവന്നിരിക്കുക. ഞാൻ കസേര ഇരുന്നു, ഞാൻ തറയിരുന്നു. കാരണം കസേര ഇരുന്നപ്പോഴാണ് നമുക്ക് എന്തൊക്കെ ഒരു തോന്നലുണ്ടായത്. നീ എന്താണ്? ഞാൻ പറഞ്ഞത് തറയിലിരുന്നു. അവിടെ നിന്ന് ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കുടിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. കർത്താവെ, നീ മാത്രം ചെയ്തതെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോ ദൈവത്തിന് ഒത്തിരി നന്ദിയും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, കർത്താവെ, ദൈവം ചെയ്ത എല്ലാ നന്മയ്ക്കും ഉപകാരങ്ങൾക്കും നന്ദി പറഞ്ഞിട്ട് ഒറ്റ വാക്ക്. അപ്പൊ എന്റെ മനസ്സിനകത്ത് ഇവരെ ആരെയും വിടാൻ പാടില്ല. കാര്യം യവന്മാരൊന്നും ഒരുമിച്ച് സുവിശേഷം പറയാൻ ഒരു മാർഗം ഇനി വേറെ കിട്ടത്തില്ല. ഞാനൊരു ചെറിയ കള്ളമാണോ അതിനി വേറെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് പറയേണ്ടി വന്നു ആ സാഹചര്യത്തിൽ. എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയത്. ഞാനിങ്ങനെ പറഞ്ഞു, ഒറ്റ എണ്ണ ഇവിടെ നിന്ന് പോകരുത് ഈ വീട്ടിൽ നിന്ന്. ഇപ്പൊ കൊച്ചിന് സൗഖ്യമായി സംഭവം ശരി. ഒരു ബംഗാളി ബൈബിൾ എടുത്തു കൊടുത്തു. അവളെ കൊടുത്തിട്ട് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 13 വാക്യം മാറ്റിയിട്ട് ബാക്കിയെല്ലാം വായിച്ചോളാൻ പറഞ്ഞു. എവിടെ നിന്ന് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. വായിച്ചിട്ട് നിനക്ക് എത്രത്തോളം വായിക്കാൻ പറ്റും അത്ര ഉറച്ച് വായിച്ച് എല്ലാവരെയും കേൾപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരോടെല്ലാം പറഞ്ഞു, ഇവിടെ തന്നെ ഇരുന്നുള്ള, നാളെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഞാൻ വരും. ഇതിപ്പോ സംഭവം എല്ലാം വിട്ടങ്ങ് പോയിട്ടില്ല, സാധനം ഇവിടെയൊക്കെ തന്നെ നിന്ന് കറങ്ങുന്നുണ്ട്. യാവനെങ്കിലും വീട്ടിന്റെ പുറത്തിറങ്ങി അടി പറ്റും.
പിന്നെ നാളെ വന്നിട്ട് അയ്യോ അത് പറ്റി ഇത് പറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കാരണമില്ല. ഇതൊന്നും പറയാൻ പാടില്ല കേട്ടോ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പറയാൻ പാടില്ല. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോയി, പുറത്തോട്ട് ഇറങ്ങണ്ട, അതുകൊണ്ട് മാനം മര്യാദയ്ക്കൊക്കെ ഇവിടെ ഇരുന്നോണം എന്ന് പറഞ്ഞു. കാര്യം എന്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, ഈ എല്ലാത്തിനോടും സുവിശേഷം പറയാതെ ഒറ്റത്തിനെ ഞാൻ വിടത്തില്ല. കാരണം നമുക്ക് കിട്ടിയ ഒരു അവസരം അന്ന് രാത്രി പറയാനുള്ള ആ ഒരു ഇതുമില്ല. എന്താ പറയുന്നത്, സുവിശേഷം പറഞ്ഞ ആ ഒരു രാത്രി 3 മുതൽ 4 മണിക്ക് മേളിലായി. അപ്പൊ ഞാൻ ഒത്തിരി ടയർഡായി പോയി. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ഞാൻ വരും. അപ്പൊ അതുവരെ നിങ്ങളെല്ലാം ഇവിടെ നിന്നുള്ളത് സത്യസന്ധമായിട്ട് കുഞ്ഞാടുകളെ പോലെ ഒരെണ്ണം പോലും ആ പൂജാരിയും എല്ലാവരും അവിടെ തന്നെ ഇരുന്നു. ആ ദൈവകൃപയാല് വീട്ടിൽ വന്ന് ഞാൻ ഇച്ചിരി ഉറങ്ങി, പ്രഭാതത്തിലഴിച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അന്ന് കുളിച്ചൊരുങ്ങി 10 മണിയായപ്പോ ഞാൻ അവിടെ ഇരുന്നപ്പോ എല്ലാ കുഞ്ഞാട് പോലെ അവരെല്ലാം ഇരിക്കുക. ഈ പൊങ്കൊച്ച് ബൈബിൾ ഇങ്ങനെ നെഞ്ചത്തോട്ട് വെച്ചിട്ട് പറഞ്ഞു, അങ്ങളെ ഞാൻ ഇത്ര നേരം ബൈബിൾ വായിക്കുമായിരുന്നു പറഞ്ഞു. അവരെല്ലാം സാക്ഷി പറഞ്ഞു, യോ യേശുക്രിസ്തു ചെയ്ത ഒരുപാട് അത്ഭുതങ്ങൾ ഞങ്ങൾ വായിച്ചു കേട്ടോ. അപ്പൊ ഇതിനപ്പുറം ഇനി എന്തോ വേണം? അതിന്റെ ബാക്കി ഞാൻ പിന്നെ പറഞ്ഞാൽ മതി. കർത്താവ് രക്ഷിക്കുന്നവനെന്നും കർത്താവാണ് ജീവിക്കുന്നവനെന്നും ദൈവത്തിലൂടെ അല്ലാതെ രക്ഷയില്ലെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടുകൂടെ ഇരുന്ന എല്ലാവരോടും പറയാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് ഒരുക്കി തന്നു. ചിലതൊക്കെ രക്ഷിക്കപ്പെട്ടു, ഇന്നും ചില കുടുംബങ്ങൾ പള്ളിക്കകത്തുണ്ട്. അപ്പൊ ദൈവം ഒരു അത്ഭുതം ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ കാരണം, നമ്മള് പല സ്ഥലത്തും ദൈവം നമ്മളെ അയച്ചാല നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മളാ ചിന്തിക്കുന്നത്, അയ്യോ ദൈവമേ ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ല. എവിടെ പോയാലും ഇതിനപ്പുറമുള്ള സംഭവങ്ങൾ നടന്നാൽ പോലും ദൈവം കൂടെ ഉണ്ട്. എനിക്കത് മാത്രമേ പറഞ്ഞു തരാനുള്ളൂ. ഒറ്റയ്ക്കല്ല. ഏത് വിഷയമായാലും ചിന്തിക്കാതെ, ടെൻഷൻ അടിക്കാതെ, ഞാൻ ദൈവദാസിമാരോട്, എന്നെ കാണുന്നവരോട്, വിശ്വാസികളോട്, ഈ പ്രേക്ഷകരോട്, എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, ദൈവം കൂടെയുണ്ട് എന്നും എപ്പോഴും. പക്ഷെ ഒരു കാര്യം, ദൈവത്തെ അകറ്റി നിർത്തരുത്. ദൈവത്തെ ഒന്നും മുമ്പോട്ട് നിർത്തിക്കണം. ഏത് സമയത്ത് ദൈവത്തെ ഒന്ന് മുമ്പോട്ട് നിർത്തിക്കണം. യേശപ്പച്ചനെ ഒന്ന് മുമ്പോട്ട് നിർത്തിയാൽ മാത്രം മതി, അത്ഭുതങ്ങൾ കാണും. പക്ഷെ ഈ അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണുമ്പോൾ, ഞാൻ എന്റെ ജീവിതത്തിലെ ഒരുപാട് അത്ഭുതങ്ങൾ, ഞാൻ പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങൾ ദൈവം ഈ സഭയിൽ ചെയ്തിട്ടുണ്ട്. ഹാർട്ട് ഹോളായിട്ട് വന്ന ഒരു സഹോദരി അപ്പൊ ദൈവം വിടുവിച്ചു. ഡോക്ടർ പറഞ്ഞു ഓക്കെ, ഞാൻ ചെറിയ രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. ഓക്കെ, അങ്ങനെ ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട് ജീവിതത്തില്. ഞാൻ പറഞ്ഞു, ഓരോ അത്ഭുതങ്ങളും ദൈവം ഓരോ കാര്യം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്ഭുതങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു ചെയിൻ ഇവിടെ ഉണ്ട്. ഒരുപാട് സഹോദരങ്ങൾ ഇന്ന് ചർച്ചില് ഒരാളെങ്കിലും, ഒരു കുടുംബമെങ്കിലും പറഞ്ഞെങ്കിൽ ഒരത്ഭുതം കാണാത്തവരാരും ഇല്ല. അപ്പൊ പലരും അത്ഭുതങ്ങൾ ഇല്ലാതെ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ പറയും, ദൈവമുണ്ടോ അത്ഭുതമുണ്ട്. യേശു ക്രിസ്തു അന്ന് അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും യേശു ക്രിസ്തു നിന്ന് അത്ഭുതം ചെയ്യുന്നില്ല. ഞാനല്ല ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെന്റ്. ഞാൻ പലപ്പോഴും കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാൻ ഒരു കീബോർഡാണ്, അത് വായിക്കാൻ ആളുണ്ടെങ്കിൽ അത് നന്നായിട്ട് വായിക്കണം. ഞാൻ ഇവിടെ ഒരു കീബോർഡാണ്, എനിക്ക് കീബോർഡ് വായിക്കാൻ അറിയത്തില്ല. പക്ഷെ എന്റെ പള്ളിയിൽ കീബോർഡ് വായിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ അതെടുത്ത് ഞാൻ ഒരു ബീറ്റൊക്കെ ഇട്ടില്ല. പക്ഷെ അത് ഒന്നിനും കൊള്ളത്തില്ല. ആൾക്കാർ കേൾക്കുന്നവരും പറയും എന്തുവാ ഈ വായിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ നന്നായിട്ട് വായിക്കാൻ അറിയാന്നുള്ള ഒരാളുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് നന്നായിട്ട് അതിൽ നിന്ന് വരുന്ന ധ്വനികൾ ആൾക്കാർ കേട്ടിരിക്കും. ഞാനൊരു കീബോർഡാണ്. കറണ്ട് ഉണ്ടെങ്കിലേ അത് പ്രവർത്തിക്കും, പ്രവർത്തിപ്പിക്കാൻ ആളുണ്ടെങ്കിലേ അതിൽ നിന്ന് സൗണ്ട് വരും. ഞാൻ വെറും ഒരു കീബോർഡാണ്. ഞാൻ എന്നും കർത്താവിനോട് പറയും, കർത്താവ് ഞാൻ ഈ ഒരു സാധനമാ, നീ ഉണ്ടോ ഇതിന് സൗണ്ട് വരും, നീ ഇല്ലേ ഇതിൽ നിന്ന് സൗണ്ടും വരത്തില്ല, ഇതിൽ നിന്ന് കാറ്റും വരത്തില്ല, ഒന്നും വരത്തില്ല. അതുകൊണ്ട് എനിക്ക് എന്നും എന്റെ പ്രേക്ഷകരോട് പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ, കർത്താവിനെ വിട്ടൊരു കളി വേണ്ട നമുക്ക്. എല്ലാ വിഷയത്തിലും യേശപ്പച്ചനൊന്ന് മുന്നിൽ നിർത്തിയിട്ട്, കർത്താവ് അങ്ങേ ഉള്ളൂ, അങ്ങേക്ക് ചെയ്യാൻ പറ്റും, അങ്ങ് ചെയ്താൽ മാത്രം മതി, ഞാൻ നിന്നോളാം, ഞാൻ സപ്പോർട്ടിങ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ നിന്നോളാം. കർത്താവ് അങ്ങ് ചെയ്താൽ എനിക്കത് കാണാൻ ഭയങ്കര സന്തോഷമാണ്. കർത്താവ് ചെയ്യുന്നതൊക്കെ കാണാനും നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ ദൈവം അങ്ങനെ ചെയ്യുന്നത് കാണാനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു സന്തോഷം. കർത്താവ് ചെയ്യുന്നത് കാണാനൊരു സന്തോഷമാണ്. അപ്പൊ ഇത് എന്റെ ജീവിതത്തിലെ ഒരു അനുഭവം. അപ്പൊ ഇനി ഇതിന്റെ ഇടയിൽ കഷ്ടത ഉണ്ട്, 100 കഷ്ടത കണ്ടിട്ടുണ്ട്. 5 രൂപ തൊട്ടിന് വേണ്ടി ഞാൻ പിന്നെ ദിവസങ്ങൾ റോഡിനെ നോക്കി നടന്നിട്ടുണ്ട്. ഈ കാണാൻ നമുക്ക് ഈ വെറുതെ കളഞ്ഞു കിട്ടത്തില്ല. അതൊക്കെ ഞാൻ ഇനി അടുത്തൊരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ അപ്പോഴും പറയാം. ഈ കളഞ്ഞു കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടി, കളഞ്ഞു കിട്ടുമെങ്കിൽ അങ്ങനെയെങ്കിലും കിട്ടുമെങ്കിൽ കർത്താവെ നീന്തിച്ച് ഞാൻ നോക്കി നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ദൈവ അത്ഭുതം പ്രവർത്തിച്ച് ഞാൻ കരഞ്ഞിട്ടുമുണ്ട്. ഞാൻ പ്രാന്തനെ പോലെ അലറി വിളിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒരു സൈഡ്. പക്ഷെ കഴിഞ്ഞ ദിവസം കർത്താവ് എന്റെ കൃപ ഇങ്ങനെ, എനിക്ക് ഈ വീടെല്ലാം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എനിക്കൊരു വീട് വെക്കണമെന്നൊരു ഭയങ്കര താല്പര്യം. അപ്പൊ അങ്ങനെ ദൈവകൃപയാൽ ഞാൻ നാട്ടിൽ പോയി എന്റെ വസ്തു എല്ലാം ഞാൻ വിറ്റതിന് ശേഷം, ഇവിടെ വസ്തുവിനൊക്കെ ഭയങ്കര വിലയാണ്. ഇത് ഇങ്ങനെ ഒരു കാട് സ്ഥലമാണെന്ന് പറഞ്ഞാലും വസ്തുവിന് ഭയങ്കര കോസ്റ്റ്. അപ്പൊ ഞാൻ അവിടെ വിറ്റതെല്ലാം കൂടെ വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു ചെറിയൊരു സ്ഥലം മേടിച്ചിട്ട് ഒന്ന് ഫൗണ്ടേഷനൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ കയ്യിലിരുന്ന കാശ് മൊത്തം അങ്ങ് തീർന്നു. പക്ഷെ ദൈവകൃപയാൽ ദൈവം വീണ്ടും അതിനെ പതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ പണികൾ തീർന്നിട്ടില്ല. അപ്പൊ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക.
പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വാഹനങ്ങളുണ്ടെങ്കിൽ, മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും. അപ്പൊ ദയവായിട്ട് വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞാൻ വസ്തു വിറ്റ് വന്ന ഉടനെ തന്നെ അതെല്ലാവരും ചെയ്യുന്ന കാര്യം കേട്ടോ. അത് എന്നാലും പറയാം. ഞാൻ വസ്തു വിറ്റ് വന്ന ഉടനെ തന്നെ ഒരു ഐലൻഡിൽ പോയി. ഐലൻഡിൽ പോയപ്പോൾ അവിടെ കിണറില്ല. അവിടുത്തെ ആൾക്കാരെല്ലാം കറുത്ത, അതായത് മാടും ആടും എല്ലാം ഇങ്ങനെ ഒരുമിച്ച് പിന്നെ വെറും കറുത്ത വെള്ളമാണ് കുടിക്കുന്നത്. കറുത്ത വെള്ളം. അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ സങ്കല്പം. ഞങ്ങളൊക്കെ അന്ന് കടൽക്കരയിൽ കിടന്ന ഉറങ്ങിയിട്ട് ഞങ്ങള് കുളിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ആൾക്കാർ കുളിക്കുന്ന സോപ്പ് വെള്ളം എല്ലാം ഇതിനകത്താണ് വീഴുന്നത്. അതാണ് ഈ ആൾക്കാർ കുടിക്കുകയും കൂടെ ചെയ്യുന്നത്. ചെറിയൊരു കുഴി പോലത്തെ ഒരു സാധനം. അപ്പൊ ദൈവാത്മാ പറഞ്ഞു, നീ ഇങ്ങനെ എന്നാ പറ്റത്തില്ല, നിന്റെ ഇപ്പൊ പൈസ ഉണ്ട്, നീ ഇപ്പൊ പണക്കാരനാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഒരു കിണർ വെട്ടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് സ്ഥലം വാങ്ങിക്കാൻ പോലും തികയോ, അടുത്തെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇച്ചിരി പൈസ കൊണ്ടാവുന്നത്. നീ നിന്നോട് ഞാൻ പറഞ്ഞ ആദ്യം ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ഒന്നും വേണ്ടിയില്ല. അവിടുത്തെ ആൾക്കാരോട് എന്നെ ചോദിച്ചു, ഇവിടെ ഒരു കിണർ കുഴിക്കണം, എന്താ സംഭവം എന്ന് ചോദിച്ചു. ആൾക്കാർ പറഞ്ഞു, അതല്ല കുഴിക്കാലോ മാസ്റ്റർ, ഇതുവരെ ആരും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല സാറേ, സാറ് ചോദിച്ചല്ലോ, വലിയ കാര്യം, ശരി നമ്മളെല്ലാം കൂടെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് ഞങ്ങൾ കുഴിച്ചോളാം. ഞാൻ പറഞ്ഞു, ഇതിന് നമുക്ക് റിങ്ങൊക്കെ ഇറക്കി നല്ല രീതിയിൽ നല്ലൊരു കിണറായിട്ട് എടുക്കാൻ എന്താണ് ഒരു മാർഗം. അപ്പൊ ആൾക്കാരെല്ലാം കൂടെ എനിക്ക് വലിയൊരു ബഡ്ജറ്റ് ഇട്ട് തന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ സംഭവം ശരിയാ, ഏകദേശം എൻ്റെ ഉള്ള പൈസയിൽ കുറച്ച് നല്ല രീതിയിൽ തീരാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കി. പക്ഷെ ദൈവകൃപയിൽ കർത്താവ് പറഞ്ഞതല്ലേ. അപ്പൊ നമ്മള് ഇനി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പോയിട്ട് അങ്ങ് കിണർ വഴി ആദ്യം നടക്കട്ടെ. ഞാൻ വസ്തുവിന്റെ അഡ്വാൻസ് പോലും കൊടുത്തില്ല. അഡ്വാൻസ് പോലും കൊടുക്കാതെ ആദ്യം പോയിട്ട് ആ കിണറങ്ങ് കുഴിച്ചു. കിണർ കുഴിച്ചിട്ട് ഇവിടെ നിന്ന് സിമന്റും ഇതെല്ലാം കൂടെ എന്താ പറയുക, മണല് മാത്രം കടലിൽ നിന്ന് അവരെടുത്തിട്ടുണ്ട്. സിമന്റ്, ചല്ലി, മറ്റു കാര്യങ്ങളെല്ലാം വള്ളത്തിൽ കയറ്റി വിടുമായിരുന്നു. ഇവിടെ നിന്ന് ലോഡ് ചെയ്യാൻ പറ്റും. വള്ളത്തിനൂടെ പൈസ നമ്മൾ കൊടുക്കണം. അങ്ങനെ വള്ളത്തിൽ കയറ്റി വിട്ട് ഇവിടെ നിന്ന് ഒത്തിരി ദൂരം നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ വള്ളത്തിൽ കയറ്റി വെച്ച് കൊടുക്കണം. ഇവിടെ അത് എല്ലാ സാധനങ്ങളും കോസ്റ്റ് ഭയങ്കര. നാട്ടിൽ നിന്ന് വന്നാൽ ഇവിടെ സാധനങ്ങൾ, നാട്ടിൽ നിന്നൊക്കെ ഒരു ഷിപ്പ് വന്നില്ലെങ്കിൽ ഇവിടെ ഉള്ളിയും ഉരുളക്കിഴങ്ങൊന്നും കാണത്തില്ല. പിന്നെ ഇവിടെ ഭക്ഷണമൊന്നും കാണത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഇവിടെ പിന്നെ മീൻ കിട്ടും. അങ്ങനെയുള്ള പക്ഷേ പിന്നെ ലോക്കൽ അരിയൊക്കെ കിട്ടും. അങ്ങനെയുള്ളതേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങൾ നാട്ടിൽ നിന്ന് വരണം. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം വെച്ച് അവർക്ക് അങ്ങോട്ട് സാധനങ്ങളൊക്കെ കഴിച്ചു ദൈവകൃപയാൽ നല്ല സന്തോഷമായിട്ടൊരു കിണർ കുഴിച്ചു റിങ്ങിറക്കി. ഇവിടുത്തെ ആൾക്കാരൊന്നും കപ്പിയൊന്നും കണ്ടിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നല്ല കപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് പോയി അതിലിട്ടു. ആൾക്കാരെ വെള്ളം കോരാൻ പഠിപ്പിച്ചു. ആ വെള്ളം ഞങ്ങൾ വാങ്ങി കുടിച്ചു സന്തോഷത്തോടുകൂടെ. പക്ഷെ അതിനുശേഷം ദൈവം എനിക്ക് നല്ലൊരു വസ്തു എനിക്ക് ദൈവം തന്നു. അതിന് ചെറിയൊരു ഭവനം ഇങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് അതിന്റെ ചെറിയ പണികളൊക്കെ ഇപ്പൊ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പൊ ചെറിയ രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ മാസം എങ്ങനെയും ഇവിടെ നിന്ന് മാറണം. കാരണം ഈ വീടിന് ഞാൻ ഇനി താമസിച്ചാൽ റിസ്ക്കാണ്. കാരണം ഇതെപ്പോ എന്റെ തലയ്ക്ക് വരുമെന്നൊരു പിടിയില്ല. ഞാൻ പ്രാർത്ഥിച്ച് നിർത്തിക്കുമെന്ന് പറയത്തില്ലേ, അതുപോലെ ഇങ്ങനെ എല്ലാ തടികളും ഇത് ചെതല് തന്നു. ഒന്നുമില്ല. മേളിലെല്ലാം പല തടി കമ്പ്, അതായത് നമ്മൾ ഈ ഷീറ്റ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ വെക്കുന്നതുണ്ടല്ലോ, അതെല്ലാം ഒടിഞ്ഞു വീണിട്ട് അതങ്ങനെ കർത്താവ് നിർത്തിക്കുക, ഞാൻ പിടിച്ച് താങ്ങി നിർത്തിക്കുക. അപ്പൊ ഈ ഒരു മാസത്തിനകത്ത് എങ്ങനെയും മാറണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതൊന്നും കഷ്ടത പറയല്ല കേട്ടോ. ഇതൊക്കെ ഒരു സൈഡിലുള്ള കാര്യം. ഇതെല്ലാം വിട്ടേക്കും. ഓക്കെ, എന്നാലും പ്രാർത്ഥിക്കുക. ഞാൻ അത് മാത്രം പറഞ്ഞില്ല, പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനൊരു സമയം അനുവദിച്ചെന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസിയോടും ഈ ചാനലിനോടും കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടും ഒക്കെ ഉള്ള ഒരു നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി അനുഭവങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ പറയാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. പ്രാർത്ഥിക്കണം. ഓക്കെ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം അങ്ങ് ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറയുവാൻ, കർത്താവ് കൂടെയുള്ള വിഷയങ്ങളെ കുറിച്ച് പറയുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന നാഥ, ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഞങ്ങൾക്കായി വെളിപ്പെടണമേ കർത്താവെ. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങൾ ഇന്നും അത് നിന്നിട്ടില്ലല്ലോ കർത്താവെ. ഞങ്ങളുടെ കരം കുറുകിയിട്ടില്ലല്ലോ കർത്താവെ. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നു കർത്താവ്. ഈ പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഒരാളിനെങ്കിലും കർത്താവ് ഇതൊരു മാറ്റത്തിന് കാരണമായാൽ, അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് കാരണമായാൽ ഞങ്ങൾ ധന്യരുന്ന മകളുടെ നാമം മഹത്വപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ. ഈ സാക്ഷി കർത്താവ് അനേക ആയിരങ്ങൾക്കൊരു വിശ്വാസത്തിന് കർത്താവെ ഉറപ്പിന് കാരണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനേക ആയിരങ്ങളുടെ ഉറപ്പിനൊരു കാരണമായി മാറട്ടെ. അനേകർ കർത്താവെ അവരുടെ ചിന്താഗതികൾ മാറുന്നതിന് കാരണമായി മാറട്ടെ കർത്താവെ. അത്ഭുതങ്ങളെ ദൈവം ചെയ്തതിനായി സ്തോത്രം. ചാനലിനെ ദൈവം അനുഗ്രഹിക്കണമേ. പ്രേക്ഷകരെ ദൈവം അനുഗ്രഹിക്കണമേ. ആരെങ്കിലും രോഗത്താലോ പ്രയാസത്തൊക്കെ ഭാരപ്പെടുന്നവരെ ദൈവം പിടിവിച്ച് ആശ്വസിപ്പിക്കണമേ. അനുഗ്രഹിച്ചു മാനിച്ചാട്ടെ യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച്.